റാഷണലിസ്റ്റ് എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മറക്കാതെ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ അറിയിപ്പ് ലഭിക്കുവാൻ ബെൽ ഐക്കൺ അമർത്തുക. പക്ഷെ സ്വർഗനരകങ്ങളെ കുറിച്ചുള്ള സങ്കല്പങ്ങൾക്കകത്ത് നീതിയും അനീതിയും ഒന്നുമില്ല. ചില മോഹങ്ങളും പ്രതീക്ഷകളും ഭയപ്പെടുത്തലും ഒക്കെയാണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ഇത്രയും വലിയ പ്രലോഭനമാണ് ഈ യുദ്ധത്തിൽ മരിച്ചാൽ സൈനികന് കിട്ടുന്നത്. ഇവിടെ സ്ത്രീകൾക്ക് ഈ സ്വർഗം കിട്ടുന്നില്ല, കാരണം സ്ത്രീകൾ സൈനികരായിട്ടില്ല. ഈ സ്വർഗവും നരകവും നമുക്ക് ഈ ഭൂമിയിൽ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. ഇവിടെ ഈ ജീവിതമേ നമുക്കുള്ളൂ. നമുക്ക് ലഭ്യമായ എല്ലാ വിവരങ്ങളും അനുസരിച്ചിട്ട് ഈ ജീവിതം ഇവിടെ കൊണ്ട് തീരുകയാണ്. ഈ തുർക്കി സിറിയ പ്രദേശത്ത് ഉണ്ടായ ഭൂകമ്പവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും സ്വർഗനരകങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ചയിലേക്ക് ആൾക്കാരെ എത്തിച്ചു എന്നറിഞ്ഞത് ഞാൻ വളരെ കൗതുകത്തോടെയാണ് ശ്രദ്ധിച്ചത്. പലപ്പോഴും ഇത്തരം അപകടങ്ങൾ നടക്കുമ്പോൾ ഒരു മുസ്ലിം പള്ളിയിൽ ഒരു സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ, നോക്കൂ അവിടെ ഒരു സ്ഫോടനം നടന്നില്ലേ എന്ന് ആഹ്ലാദിക്കുന്ന മറ്റു മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. അതല്ലെങ്കിൽ നമുക്കിഷ്ടമില്ലാത്തൊരു രാജ്യത്ത് ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇഷ്ടമില്ലാത്തവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അതിൽ സന്തോഷിക്കുന്ന ഒരു പ്രാകൃത ഗോത്ര മനസ്സ് എവിടെയോ സന്തോഷിക്കുകയും അത് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഈ അപകടങ്ങൾ വരുമ്പോൾ അത് ആശയപ്രചരണത്തിന് ഏതളവോളം ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ ചില പരിധികളൊക്കെ ഉണ്ടാകണമെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് നേരിട്ടറിയാവുന്ന അപകടങ്ങളൊന്നും ഇവിടെ ഇല്ല, നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ മരണം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് വേദന, നമ്മൾ പറയുന്നത് മൂലം ഉണ്ടാകുന്ന വേദന അവിടെ എത്തുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിൽ പോലും നമ്മുടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. ഇതാരെയാണ് കറക്റ്റ് ചെയ്യുന്നത്? ഈ ഇത്തരം കാര്യങ്ങളിൽ തീർത്ഥാടനത്തിൽ പോകുന്ന ആൾക്കാർ മരിക്കുമ്പോൾ അങ്ങനെ മരിക്കുന്ന ആൾക്കാർക്ക് ആ മരണം തീർത്ഥാടനത്തിന് പോയിട്ടും മരിച്ചില്ലേ എന്ന് വേണമെങ്കിൽ പരിഹസിച്ച് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ആ മരണം നമ്മുടെ ആശയപ്രചരണത്തിനുള്ള ഒരു വഴിയായിട്ട് കാണുക എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ സ്ലൈഡ് ഡൗൺ ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ വളരെ ഉദാത്തമായ ഒരു മാനസിക അവസ്ഥയിലാണ് ഇത്തരം കാര്യങ്ങളെ കാണേണ്ടതും. നമ്മുടെ പ്രചരണ മേഖല പോലും കുറെ കൂടി വൃത്തിയുള്ളതായി തീരണം എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഉദാഹരണത്തിന് ഇത് പറയാം, ഒരു സർവശക്തനായ ദൈവമുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കാം. പക്ഷേ ഈ നമ്മുടെ കൺമുൻപിൽ വെച്ച് നടക്കുന്ന അപകടങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്നിട്ട് അത് നമ്മുടെ ആശയപ്രചരണത്തിനുള്ള ഒരു വഴിയായിട്ട് ഒരു പരിധിവരെ ആകാം, അല്ലെ, ഒരു ബേസിക് ഐഡിയ എന്ന നിലയിൽ പറയാം. അതിനപ്പുറത്തേക്ക് അത് കൊണ്ടുപോകുമ്പോൾ അതിലെവിടെയോ നമ്മൾ ഈ ആശയപ്രചരണത്തിന് വേണ്ടി ഏതളവിലേക്കും പോകാം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ തെന്നി വീഴുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ഒന്ന് സ്വയം പരിശോധിക്കണം എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആൾക്കാരുടെ അടുത്ത് ആശയങ്ങൾ പറയുന്നതിന് ഒരു വഴിയായി കൂടാ എന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു സെൻസ് ഓഫ് ബാലൻസ്, സെൻസ് ഓഫ് കോമൺ സെൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിരിക്കട്ടെ, സ്വർഗവും നരകവുമാണല്ലോ വിഷയം. ഇപ്പോ ഭൂകമ്പത്തിൽപ്പെട്ട പോയ ആൾക്കാരെല്ലാം സ്വർഗത്തിൽ പോകും എന്ന ഒരു പരിഹാരമാണ് ചില ആൾക്കാർ പറയുന്നതെങ്കിൽ അത്തരം വാദമുഖങ്ങൾക്കുള്ള ഏക മറുപടി, എന്ത് നിഷ്ഠൂരകൃത്യവും ചെയ്താൽ കുമ്പസാരിച്ചു കഴിഞ്ഞാൽ ആ പാവം തീരുമെന്ന് പറയുന്ന മറ്റൊരു സങ്കല്പത്തിന് തുല്യമാണത്, അല്ലേ? ഇപ്പൊ ഹജ്ജിന് പോകുമ്പോൾ അവിടെ വെച്ച് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും, ഉറപ്പാണ്. അപ്പോ ജീവിതത്തിൽ മുഴുവനും ഈ ഇസ്ലാമിന്റെ ചട്ടവട്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ച ഒരാൾക്ക്, എല്ലാം കൃത്യമായി പാലിച്ചു പോകുന്ന ഒരാൾ ഹജ്ജിന് പോയില്ല, നാട്ടിൽ വെച്ച് മരിച്ചുപോയി. അപ്പോ അതിന് തൊട്ടു മുമ്പായിട്ട് ഈ പറയുന്ന കൃത്യമായി പാലിക്കേണ്ട ചില കാര്യങ്ങൾ പാലിക്കാൻ വിട്ടുപോയെങ്കിൽ അയാൾക്ക് സ്വർഗം കിട്ടുകയില്ല. മറിച്ച് എല്ലാം ലംഘിച്ചു പോയ ഒരാൾക്ക് ഹജ്ജിന് പോകുമ്പോൾ അവിടെ വെച്ച് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് പറയുന്നതിനകത്തുള്ള ആശയത്തിനകത്തുള്ള ഒരു ഒറ്റ പ്രശ്നം, ഇതൊരു അനീതിയിൽ അധിഷ്ഠിതമായ സങ്കല്പമാണ് എന്നുള്ളതാണ്. പക്ഷെ സ്വർഗനരകങ്ങളെ കുറിച്ചുള്ള സങ്കല്പങ്ങൾക്കകത്ത് നീതിയും അനീതിയും ഒന്നുമില്ല. ചില മോഹങ്ങളും പ്രതീക്ഷകളും ഭയപ്പെടുത്തലും ഒക്കെയാണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട്
ലോക സംസ്കാരത്തിന്റെ തന്നെ ഒരു ഏറ്റവും വലിയ പിള്ളത്തൊട്ടിലായി നമ്മൾ കരുതിയിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു ഫലത്തിൽ, ഗ്രീക്ക് സംസ്കാരത്തിന്റെ ഒരു പ്രബലമായ കാലഘട്ടത്തിൽ ഒട്ടേറെ മിത്തുകൾ അവർ രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഗ്രീക്ക് സംസ്കാരം ഒരു ആധുനിക ലോകത്തിൽ ഈജിപ്തിന്റെയും മറ്റും പ്രഭാവം കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യം ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രബലമായ സാമ്രാജ്യം എന്ന് പറയുന്നത് ഗ്രീക്ക് സാമ്രാജ്യമായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ വലിയ പടയോട്ടങ്ങൾ, അതിനുശേഷം വരുന്ന റോമൻ പടയോട്ടങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പടയോട്ടമാണ് നടത്തിയത്. കാരണം അവർ ചെയ്തത് ഹെലനോയിക് കൾച്ചർ എന്ന് പറയുന്ന ഒരു സംസ്കാരത്തെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുക എന്ന് പറയുന്ന ഒരു ആശയപ്രചരണപരമായ ഒരു കണ്ടന്റാണ് അതിനകത്തുണ്ടായിരുന്നത്. കീഴടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് സ്വത്തുക്കൾ കൊള്ളയടിച്ചു കൊണ്ടുപോവുക, അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ ബലാത്കാരം ചെയ്യുക തുടങ്ങിയ രീതികളൊന്നും ഈ പറയുന്ന റോമൻ കീഴടക്കലുകളിൽ ഉണ്ടായിരുന്നില്ല. വളരെ വ്യത്യസ്തമായ ഒരു സംഗതിയാണ്. അതിനു മുമ്പുണ്ടായിരുന്ന ഈജിപ്ഷ്യൻ കാലഘട്ടത്തിലോ മെസപ്പൊട്ടേമിയൻ കാലഘട്ടത്തിലോ പിന്നീട് വരുന്ന റോമൻ കാലഘട്ടത്തിലോ ഉള്ള എല്ലാ യുദ്ധങ്ങളിലും വലിയ നാശം വിതച്ചുകൊണ്ടോ എതിരാളികളെ കൊന്നൊടുക്കിക്കൊണ്ടോ അതല്ലെങ്കിൽ അവർക്ക് അപമാനകരമാവുന്ന കാര്യങ്ങൾ പരമാവധി അപമാനകരമായി എക്കാലത്ത് കരുതിയിരുന്നത് അവരുടെ സ്ത്രീകളെ പിടിച്ചെടുക്കുക, പുരുഷന്മാരെ കൊന്നുകളയുക, അവരെ പൂർണ്ണമായി നശിപ്പിച്ചു കളയുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മെത്തേഡ്സ് ഉപയോഗിക്കാതെയാണ് ഈ ഗ്രീക്ക് മുന്നേറ്റങ്ങൾ അക്കാലത്ത് നടന്നത്. അതൊരു വലിയ സംസ്കാരമായിട്ടാണ് അവർ കരുതിയിരുന്നത്. ഒരളവോളം ശരിയുമായിരുന്നു എന്ന് കാണാം. ഈ ഗ്രീക്ക് സംസ്കാരത്തിന്റെ ഒരു കാതൽ ആയിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നത് ഗ്രീക്ക് ഇതിഹാസങ്ങളാണ്. ആ ഇതിഹാസങ്ങളിലെ അവർക്കൊരു സർവശക്തനായ ഒരു പ്രപഞ്ച ദൈവമുണ്ട്. ആ ദൈവം തന്നെയാണ് രാജാവ്, ചക്രവർത്തി എന്നാണ് അടുത്ത സങ്കല്പം. അലക്സാണ്ടർ എന്ന് പറയുന്നത് സ്യൂസ് ദേവൻ തന്നെയാണ്. അതുകൊണ്ട് അലക്സാണ്ട്രയാണ്, എവിടെയെങ്കിലും അലക്സാണ്ടർ എത്തിക്കഴിഞ്ഞാൽ അലക്സാണ്ട്രയാണ് ജനങ്ങൾ പൂജിക്കുന്നത്. പിന്നീട് അത് റോമൻ സാമ്രാജ്യം വരുമ്പോൾ അത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിക്കുന്നത് വരെ റോമൻ സാമ്രാജ്യത്തിലെ സ്ഥിതി അത് തന്നെയായിരുന്നു. ഇത്തരം ഒരു സാമ്രാജ്യത്തിൽ ദൈവം തന്നെ ചക്രവർത്തിയായിട്ട് അവതരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അനുസരിപ്പിക്കുക, ചോദ്യം ചെയ്യാതിരിക്കുക, അങ്ങനെ ചോദ്യം ചെയ്യുന്നതിനെ പൂർണ്ണമായും നിരുത്സാഹപ്പെടുത്തുക എന്നതിന് നിലവിലുള്ള മിത്തുകളുമായി ബന്ധപ്പെട്ട കുറേയേറെ സംഗതികൾ കൃത്യമായി ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നത് അവരുടെ ഒരു ഭരണ സംവിധാനത്തിന്റെ ഒരു കാര്യം തന്നെ, ഒരു ഭാഗം തന്നെ ആയിരുന്നു എന്ന് കാണാം. ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കഥ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് പ്രൊമിത്യൂസിന്റെ കഥ. ഗ്രീക്ക് ഇതിഹാസത്തിലെ ഏറ്റവും മനോഹരമായ, അതേസമയം തന്നെ പീഡിപ്പെടുത്തുന്ന ഒരു കഥയാണ് പ്രൊമിത്യൂസിന്റെ കഥ. ഈ പ്രൊമിത്യൂസ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കണ്ടുപിടിക്കുകയാണ്. അന്ന് ഭൂമിയിലെ മനുഷ്യർക്ക് തണുപ്പ് കാലത്ത് അവർക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം അഗ്നി, തീയ് അവർക്കില്ല. തീ സ്വർഗത്തിലെ ഒരു പ്രിവിലേജാണ് തീ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്വർഗത്തിലെ പ്രിവിലേജായ തീയെ പകർന്നു കൊടുത്താൽ അത് നഷ്ടപ്പെടുകയില്ല. തീയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, തീ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു യൂണിറ്റിൽ അത് എടുത്തുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ തീക്ക് യാതൊരു കുഴപ്പവും പറ്റുന്നില്ല. നമ്മൾ മറ്റേത് സംഗതി, വെള്ളമാണെങ്കിൽ പകർന്നു കൊടുത്താൽ ഒറിജിനൽ സോഴ്സിലുള്ളത് തീർന്നു പോകും, അല്ലെങ്കിൽ വേറെ അടുത്ത് നിന്ന് വരണം. ഈ ഒരു ഭക്ഷ്യ സാധനമാണെങ്കിൽ ഏതാണെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സോഴ്സിൽ നിന്ന് പോകും. പക്ഷേ തീ അങ്ങനെയല്ല. തീ അത് എത്ര പകർന്നു കൊടുത്താലും അത് പുതിയ സ്ഥലത്തേക്ക് എത്തുമ്പോഴും ആദ്യ സ്ഥലത്തേത് ഇന്ധനമുണ്ടെങ്കിൽ അത് കത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ സ്വർഗത്തിലെ തീയ് മനുഷ്യർക്ക് കൊടുത്താൽ സ്വർഗത്തിലെ തീയോട് അണയുകയുമില്ല, മനുഷ്യർക്ക് ഇത് പ്രയോജനപ്പെടുകയും ചെയ്യും എന്നൊരു ചിന്തയാണ് പ്രൊമിത്യൂസിന് വരുന്നത്. അപ്പൊ പ്രൊമിത്യൂസ് എന്ത് ചെയ്യുന്നു? ഇത് സ്യൂസിനോട് ഈ ആശയം പറയുന്നു, നമുക്ക് മനുഷ്യർക്ക് അല്പം തീ കൊടുത്താലോ? അവരുടെ ജീവിതം മുഴുവൻ വല്ലാത്ത നരകത്തിൽ എന്ന് പറയാൻ വരട്ടെ, അവർ നരക സങ്കല്പങ്ങൾ രൂപപ്പെട്ടു വരുന്നില്ല ആ സമയത്ത്. അവരുടെ ജീവിതം മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ കൂടുതലാണ് തീയില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് തീ നമുക്ക് അവർക്ക് കൊടുക്കാം എന്ന് പറയുന്നു. സ്യൂസ് പറയുന്നു, ബൈബിളിലെ ദൈവം പറയുന്നത് പോലെയാണ് ഇല്ലേ, അവിടുത്തെ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം നിനക്ക് ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ തീയ് അത് ദേവന്മാർക്കുള്ളതാണ്, മനുഷ്യർക്ക് കൊടുക്കാൻ പാടില്ല. അവര് അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ വല്ലാതെ നെഗളിച്ചു പോകും, അഹങ്കരിച്ചു പോകും. അവരവരുടെ ജീവിതം നമ്മളെപ്പോലെ ആനന്ദഭരിതമായ ജീവിതം അവർ നയിക്കും. അവർക്ക് ചൂടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റും. അങ്ങനെ അതുകൊണ്ട് അവര് നമ്മളെപ്പോലെ ആകാൻ നമ്മൾ അനുവദിച്ചുകൂടാ. അതുകൊണ്ട് അഗ്നി കൊടുക്കാൻ പാടില്ല എന്ന് സ്യൂസ് ദേവൻ പ്രൊമിത്യൂസിനോട് പറയും. പക്ഷെ പ്രൊമിത്യൂസിന് അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ ഫീലിംഗ്, മനുഷ്യർക്ക് അഗ്നി കൊടുക്കാതിരിക്കുന്നതുകൊണ്ടുള്ള അതിനകത്തുള്ള ഒരു ഇൻജസ്റ്റിസ് വല്ലാതെ ഫീൽ ചെയ്യുന്നു. പ്രൊമിത്യൂസ് എന്ത് ചെയ്യും? ഈ അഗ്നിയിലെ ഒരു പങ്ക് മോഷ്ടിച്ചെടുത്ത് മനുഷ്യർക്കൊണ്ട് കൊടുക്കും.
അങ്ങനെയാണ് നമുക്ക് തീ കിട്ടിയതെന്നാണ് ഗ്രീക്ക് സങ്കല്പം. ഇത് അലക്സാണ്ടറുടെയൊക്കെ കാലത്തിന് മുമ്പുണ്ടായിരുന്ന ഗ്രീക്ക് ഇതിഹാസങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണ്. ഈ കഥ കലാകാരന്മാരെയും ചിത്രകാരന്മാരെയും കവികളെയും ഒക്കെ വല്ലാതെ പ്രചോദിപ്പിച്ചിട്ടുള്ള ഒരു കവിതയാണ്. ഓർക്കണമെങ്കിൽ ഒരു സംഗതി പറയാം. ഷെല്ലിയുടെ വളരെ പ്രസിദ്ധമായ ഒരു കവിത ഉണ്ട്, പ്രൊമിത്യൂസ് അൺബൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായ കവിതകളൊന്നായിട്ടാണ് അത് കരുതുന്നത്. വിമോചിക്കപ്പെട്ട പ്രൊമിത്യൂസ് എന്ന അർത്ഥത്തിൽ. പ്രൊമിത്യൂസ് അഗ്നി മോഷ്ടിച്ച് മനുഷ്യർക്ക് കൊടുക്കുന്നു. സ്യൂസ് ദേവൻ ഇത് അറിയുന്നു. കാരണം മനുഷ്യരെല്ലാം ആഹ്ലാദഭരിതരാകുന്നു, അവർ ചൂട് കായുന്നു, അവർ ചൂട് കൊണ്ട് തിളപ്പിച്ച് ഭക്ഷണം കഴിക്കുന്നു, അവർക്ക് തണുപ്പ് കാലത്ത് അവർക്ക് ചൂട് കിട്ടുന്നു. ഇങ്ങനെ അവരുടെ ജീവിതമാകെ മാറി. അവർക്ക് ആനന്ദം, ദേവന്മാർക്ക് മാത്രമുള്ള ആനന്ദം മനുഷ്യർക്ക് കിട്ടാൻ തുടങ്ങി. അഗ്നിയുടെ ആനന്ദം, തീയുടെ ആനന്ദം, ചൂടിന്റെ ആനന്ദം. ആനന്ദം നിഷിദ്ധമാണ് അവർക്ക്, അത് ദേവന്മാർക്ക് മാത്രമുള്ളതാണ് എന്ന സങ്കല്പം തിരുത്തപ്പെടുകയാണ്. അപ്പൊ പ്രൊമിത്യൂസിന് ഒരു വലിയ ശിക്ഷ കൊടുക്കുകയാണ്. ദേവന്മാരുടെ കുലപിതാവായ സ്യൂസിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി സ്വന്തം മകൻ ചെയ്താൽ പോലും ആ മകന് ശിക്ഷ കിട്ടും. നമുക്ക് ഒരു കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഒരു ശിക്ഷയുണ്ട്. ബൈബിളിലെ ക്രിസ്തുവിനെ ശിക്ഷിക്കുന്നത് ദൈവം തന്നെ സൃഷ്ടിച്ച പാപം പരിഹരിക്കുന്നതിന് എല്ലാ മാർഗങ്ങളും ശ്രമിച്ച് പരാജയപ്പെട്ടിട്ട് അവസാനം മകനെ തന്നെ അയച്ച് ഒരു ബലിയായി സ്വീകരിച്ചുകൊണ്ട് പരിഹരിച്ചു എന്നാണ്, അല്ലെ? ഇവിടെ തിരിച്ചാണ്. തൊട്ടു മുമ്പുണ്ടായിരുന്ന ഒരു ഇതിഹാസ കഥ. ഇവിടെ ദൈവം മനുഷ്യന് ഈ അഗ്നി കൊടുത്തത് കൊണ്ട് പ്രൊമിത്യൂസിനെ ശിക്ഷിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോ അതാണ് അറിയപ്പെടുന്ന ചരിത്രത്തിലെ ഇതിഹാസ കഥകളിലെ ഏറ്റവും ശക്തമായ നരകത്തെക്കുറിച്ചുള്ള സൂചന നൽകുന്ന, എന്താണ് ഈ നരകത്തിന്റെ ഐഡിയ എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തമായ സൂചന നൽകുന്ന ഒരു സംഗതിയാണത്. അതിനു മുമ്പുണ്ടായിരുന്ന നരകസങ്കല്പവും പ്രൊമിത്യൂസിന്റെ കഥ വരുന്നതിന് ശേഷമുള്ള നരകസങ്കല്പവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് പ്രൊമിത്യൂസിന് എന്ത് പറ്റിയെന്ന് കഥ അത്ര പരിചയമില്ലാത്തവർക്ക് വേണ്ടി പറയാം. പ്രൊമിത്യൂസിനെ സ്യൂസ് പറയും, പ്രൊമിത്യൂസിനെ കടലിലെ ഒരു പാറക്കെട്ടിൽ ബന്ധിക്കാൻ പറയും. അപ്പോൾ ദേവന്മാരെല്ലാം കൂടെ ചെന്ന് പ്രൊമിത്യൂസിനെ അവിടെ പാറയിൽ വലിയ ഇരുമ്പ് ദണ്ടുകളൊക്കെ അടിച്ചുറപ്പിച്ച് അവിടെ പ്രൊമിത്യൂസിനെ ബന്ധിക്കും, മലർത്തി കിടത്തി പാറയിൽ അടിച്ചുറപ്പിക്കും. പക്ഷെ പ്രൊമിത്യൂസിന് ജീവനുണ്ട്. ആ പകൽ മുഴുവനും വെയിൽ കൊണ്ടിങ്ങനെ കടലിലെ പാറയിൽ കിടക്കണം. പക്ഷെ അങ്ങനെ കിടക്കുക മാത്രമല്ല, ഈ രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ കഴുകന്മാരെത്തും. കഴുകന്മാരെത്തിയിട്ട് ഈ പ്രൊമിത്യൂസിന്റെ നെഞ്ച് കൊത്തിപ്പൊളിച്ചിട്ട് കരള് തിന്നും. അത് ഒന്നിച്ച് തിന്നുകയല്ല, പയ്യെ 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 കൊത്തി കഴിച്ച് വൈകുന്നേരമാകുമ്പോഴേക്കും അത് കഴിച്ചു തീർക്കും. അത് മുഴുവൻ, വേദന മുഴുവൻ അനുഭവിക്കണം പ്രൊമിത്യൂസ്. അങ്ങനെ അനുഭവിച്ചു കഴിഞ്ഞാലോ പിന്നെ രാത്രിയാവും. അപ്പൊ കഴുകന്മാര് തിരിച്ചു പോകും. ഇപ്പൊ രാത്രിയിൽ ഈ കരള് വീണ്ടും വളർന്നു വരും. അടുത്ത ദിവസം നേരം വെളുക്കുമ്പോൾ വീണ്ടും കഴുകന്മാരെത്തും. അവർ വീണ്ടും നെഞ്ച് കുത്തിപ്പൊളിച്ച് കരള് തിന്നാൻ തുടങ്ങും. ഇത് എത്ര കാലത്തേക്കാണ്? അനന്തമായ കാലത്തേക്ക്. എറ്റേണൽ പനിഷ്മെന്റ് ആണ് പ്രൊമിത്യൂസിന് സ്വന്തം പിതാവായ സ്യൂസ് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ മിത്തോളജിയുടെ ചരിത്രത്തിലെ എറ്റേണൽ പനിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു ആശയം ഇത്ര ഭീകരമായി അവതരിപ്പിക്കുന്നത് പ്രൊമിത്യൂസിന്റെ കഥയിലാണ്. അതിനു മുമ്പുണ്ട് ഈ മരണശേഷമുള്ള ഒരു അധോലോകത്ത് പോകുന്നതും ഒക്കെ പറയുന്ന, അധോലോകം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പറയുന്ന ക്രിമിനൽ അധോലോകമല്ല, ഈ പിന്നെ ഒരു താഴെയുള്ള ഒരു ലോകത്തിലേക്ക് പോകുന്ന കഥയൊക്കെ നേരത്തെ ഉണ്ട്, പല മിത്തോളജിയിലും ഉണ്ടെങ്കിലും അവിടെയൊക്കെ തന്നെ ഈ പറയുന്നതിൽ പനിഷ്മെന്റ്, സെന്റർ ഓഫ് പനിഷ്മെന്റ് അല്ല, അതും എറ്റേണൽ പനിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു ആശയം അതിനു മുമ്പില്ല. ഇത് എറ്റേണൽ പനിഷ്മെന്റ് ആണ്. എന്നേക്കുമായി, എക്കാലത്തേക്കുമായിട്ടാണ് പ്രൊമിത്യൂസിന് കിട്ടുന്ന ഈ മരണമില്ല. ദേവന്മാർക്കാർക്ക് മരണമില്ല, അതുകൊണ്ട് ഒരിക്കലും മരിക്കുകയുമില്ല, ഈ വേദനയോട്ട് തീരുകയുമില്ല, ഈ ശിക്ഷയോട്ട് തീരുകയുമില്ല എന്ന് പറയുന്ന കഠിനമായ ശിക്ഷ കൊടുക്കുന്നത് ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവങ്ങളുടെ പിതാവായ സ്യൂസിന്റെ ആജ്ഞ ലംഘിച്ചതിനാണ്. അതായത് മനുഷ്യർക്ക് സുഖം കിട്ടുന്നു, അഗ്നി കിട്ടി, അതിനുള്ള ശിക്ഷയാണ്. അപ്പൊ അങ്ങനെ പ്രൊമിത്യൂസ് നിരവധി നൂറ്റാണ്ടുകൾ അങ്ങനെ വേദന അനുഭവിച്ചും കരൾ നഷ്ടപ്പെട്ടും വീണ്ടും മുളച്ചു വന്നു, അങ്ങനെ കഴിഞ്ഞു എന്നാണ് വിചാരം. ഒടുവിൽ അദ്ദേഹത്തിന്റെ അടുത്ത സഹോദരൻ ഹെർക്കുലീസ് എത്തിയിട്ട് പ്രൊമിത്യൂസിനെ മോചിപ്പിക്കും അവിടെ നിന്ന്. അങ്ങനെയാണ് പ്രൊമിത്യൂസ് വീണ്ടും സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ദേവന്മാർ വസിക്കുന്ന സ്ഥലത്തേക്ക് മടങ്ങിപ്പോകുന്നത്. അപ്പോഴേക്കും സ്യൂസ് ആ ശിക്ഷ ഇനി തുടരേണ്ട എന്ന് തീരുമാനിക്കും, മതിയായി എന്ന് തീരുമാനിക്കും. ഈ എറ്റേണൽ പനിഷ്മെന്റ് എന്ന് പറയുന്ന ആശയം ഇവിടെ മുതലാണ് നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ എറ്റേണൽ പനിഷ്മെന്റ് എന്ന് പറയുന്ന ആശയത്തിന് മുമ്പായിട്ടുണ്ടായിരുന്ന സങ്കല്പങ്ങൾ ഈജിപ്ഷ്യൻ മിത്തോളജിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഇന്ത്യൻ സങ്കല്പങ്ങളിലേക്ക്, ഓറിയന്റൽ സംഭവങ്ങളിലേക്ക്
വരുന്നതിന് മുമ്പായിട്ട് തന്നെ പറയട്ടെ, അതിന് മുമ്പുണ്ടായിരുന്ന ഈജിപ്തിലും മറ്റും ഉണ്ടായിരുന്ന ധാരണ മരിച്ചു പോകുന്ന വീരന്മാരല്ല, ഭൂമിക്കടിയിൽ ഒരു വീരന്മാരുടെ ഒരു പ്രത്യേക ലോകമുണ്ട്, അവിടെയാണ് അവർ കഴിയുന്നത്. യുദ്ധത്തിൽ മരിച്ചു പോകുന്ന ആൾക്കാരൊക്കെ വീരമൃത്യുവാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ ഒരു വീരന്മാരുടെ ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു സ്പെഷ്യൽ വേൾഡ് ഉണ്ട്, അവിടെയാണ്. അത് ഭൂമിക്കടിയിലാണ് പോകുന്നത്. അവിടെ ഒരു ലോകമുണ്ട്, അവിടെയാണ് പോകുന്നത്. അപ്പൊ അവിടെ ഈ താമൂസ് എന്ന് പറയുന്ന ഒരു ദേവത ഉണ്ടായിരുന്നു. ഈ താമൂസ് ദേവത അവിടെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു യോദ്ധാവുമായിട്ട് പ്രണയത്തിലാകുന്നു എന്നൊക്കെ പറയുന്ന വേറൊരു കഥയുണ്ട്. ഈ താമൂസ് തന്നെയാണ് പിന്നീട് ക്രിസ്തുവിന്റെ കഥയിലെ തോമസ് ആയിട്ട് പരിണമിച്ച് വരുന്നത്. ഈ മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സ് തന്നെയാണ് ക്രിസ്തു ശിഷ്യന്മാരായിട്ട് വരുന്നത്. ക്രിസ്തുവിന്റെ ചരിത്രാസ്തിത്വം സ്ഥാപിക്കാൻ വേണ്ടി അടുത്ത കാലത്ത് വലിയ അഭ്യാസങ്ങളൊക്കെ പല ആൾക്കാരും പല രീതികളിൽ നടത്തുന്നത് നമുക്കറിയാമല്ലോ. സാധാരണഗതിയിൽ നമ്മൾ മിത്തോളജി എങ്ങനെയാണ് ചരിത്രമായിട്ട് പരിണമിക്കുന്നത് എന്ന ധാരണയെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെയാണ് പലപ്പോഴും പല ആൾക്കാരും സംസാരിക്കുന്നത്. ക്രിസ്തു ശിഷ്യന്മാരെ കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ തന്നെ അതിന് മുമ്പുണ്ടായിരുന്ന മിത്തോളജിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. അതിരിക്കട്ടെ, ഏതായാലും അതിനു മുമ്പുണ്ടായിരുന്ന സങ്കല്പത്തിലെ ഈ നരകത്തിൽ അവിടെ യോദ്ധാക്കളുണ്ട്. ഇനി യോദ്ധാക്കൾ യുദ്ധത്തിൽ പിന്തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവർക്ക് ശത്രുവിന്റെ ആയുധം അവരുടെ പിൻഭാഗത്താണ് ഏറ്റതെങ്കിൽ അവർ പോകുന്നത് മറ്റൊരു ലോകത്തേക്കാണ്. അവിടെ രണ്ട് ഭാഗമുണ്ട്. മരിച്ച യോദ്ധാക്കൾക്ക് വേണ്ടി രണ്ട് തരം ലോകങ്ങളുണ്ട്. അതിനകത്ത് അവരൊരു സ്വർഗം എന്ന് പറയുന്നില്ല, ഒരു പ്രത്യേക എലിവേറ്റഡ് പൊസിഷനൊന്നുമല്ല, ഭൂമിക്കടിയിലാണ്. മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇവർ, അല്ലെങ്കിൽ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടേക്കാണ് ഇവർ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ തോറ്റു പോകുന്ന ആൾക്കാർക്ക് അത്ര സുഖകരമല്ലാത്ത ഒരു ജീവിതമാണ് കിട്ടുന്നത്. അവർ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കേണ്ടി വരും. അങ്ങനെ ഒരു സെർട്ടൻ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുൻകാല പ്രവർത്തനങ്ങളുടെയും ധീരതയുടെയും മാനദണ്ഡം അനുസരിച്ചിട്ട് എത്ര കാലം ഈ പറയുന്ന തരത്തിൽ അവർക്ക് നല്ല ആഹാരം കിട്ടുകയില്ല, അവർക്ക് സെക്കൻഡ് ക്ലാസ് ഫുഡേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഉറങ്ങാനുള്ള നല്ല കിടക്ക കിട്ടുകയില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് അൺപ്രിവിലേജ് സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ അവർ ചെയ്തിട്ടുള്ള ധീരമായ കൃത്യങ്ങളുടെ കണക്ക് നോക്കിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പീരീഡ് എത്രയാന്ന് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് കണക്ക് കൂട്ടുക, അല്ലെ? അതിനുശേഷം ഇവരെ തിരിച്ച് ഈ പറയുന്ന മരിച്ച യോദ്ധാക്കളുടെ സുഖഭൂമിയിലേക്ക് എത്തിച്ചേരും. ഇങ്ങനെയാണ് സങ്കല്പം. അപ്പൊ അവിടേക്ക് ദേവതമാർക്കും ദേവന്മാർക്കും ഒക്കെ വേണേൽ പോകാം, അവരെ സന്ദർശിക്കാൻ പോകാം. അവിടെ സന്ദർശിച്ച ഇസ്താർ ദേവി വേറൊരു ദേവിയാണ്. ഇസ്താർ അവിടെ പോയിട്ട് ഇവരെ കണ്ടു എന്ന് പറയുന്നത്. ഇസ്താർ എന്ന് പറയുന്നത് വേറൊരു സങ്കല്പത്തിലെ ദേവിയാണ്. ഇസ്താർ ദേവിയുടെ ഉത്സവമാണ് പിന്നീട് ഈസ്റ്റർ ആയിട്ട് മാറുന്നത്. അത് പ്രീ ക്രിസ്ത്യൻ ബിലീഫിന്റെ പാർട്ടാണ്. ഭൂമിക്കടിയിൽ പോയി ഇവരെ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ആ ദേവിയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സിമ്പലായിട്ടാണ് ഈസ്റ്റർ എന്ന് പറയുന്ന ഉത്സവം റോമൻ സാമ്രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ആഘോഷിച്ചിരുന്നത്. അതും ഒരു ഈജിപ്ഷ്യൻ സങ്കല്പത്തിൽ നിന്നാണ് വരുന്നത്. ഏതായാലും ഇവരുടെയൊക്കെ നരകങ്ങൾ ഒരു ലിമിറ്റഡ് പീരീഡിലുള്ള താരതമ്യേന വലിയ ബുദ്ധിമുട്ടില്ലാത്ത പ്രദേശങ്ങളാണ്. മരിച്ചുപോയ ആൾക്കാർ വലിയ ദുരിതം അനുഭവിക്കുക, വലിയ കഷ്ടപ്പാട് അനുഭവിക്കുക, അവരെ നിരന്തരമായി പീഡിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സങ്കല്പം ഈ പഴയ സങ്കല്പങ്ങളിൽ ഒന്നുമില്ല. അതിനു മുമ്പുണ്ടായിരുന്ന ചില സങ്കല്പങ്ങളുണ്ട്, പലയിടത്തും കാണാവുന്ന ചില സങ്കല്പങ്ങൾ. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്ന സങ്കല്പങ്ങളിൽ ഒന്ന് പിതൃക്കൾ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. ദേവന്മാരുണ്ട്. നമുക്കറിയാം വേദകാലഘട്ടത്തിൽ ദേവന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. ദേവന്മാരുടെ ലോകത്തിലേക്ക് മനുഷ്യർക്ക് പ്രവേശനമില്ല. എന്നാൽ പിതൃക്കൾക്ക് ശാന്തി ലഭിക്കുക എന്ന് പറയുന്ന ഈ ആൻസെസ്ട്രൽ സ്പിരിറ്റുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് പറയുന്ന ഒരു വിശ്വാസം ഈ ആദിമ കാലഘട്ടത്തിലെ പല ജനങ്ങൾക്കും ഉണ്ട്. ആഫ്രിക്കയിൽ ഇപ്പോഴും ആഫ്രിക്കയിലെ മതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ക്രിസ്തു മതവും ഇസ്ലാം മതവും അവിടെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മതം ആൻസെസ്ട്രൽ റിലിജിയൻ എന്നാ പറയുന്നത്. ദൈവങ്ങളില്ല അവർക്ക്. പരേതന്മാരുടെ, നമ്മുടെ പ്രപിതാമഹന്മാരുടെ ആത്മാക്കളെയാണ് അവർ തൃപ്തിപ്പെടുത്താൻ നോക്കുന്നതും അവർക്കാണ് അവര് ബലി കൊടുക്കുന്നതും അവർക്ക് അല്ലെങ്കിൽ വേട്ടമൃഗത്തിന്റെ ഒരു ഭാഗം കൊടുക്കുന്നതൊക്കെ അത്തരം ദൈവങ്ങൾക്കാണ്. വളരെ വ്യത്യസ്തമായ സങ്കല്പങ്ങളാണ്. ലോകത്തിലെ എല്ലാ ഭാഗത്തും ഈ ദൈവവിശ്വാസം എന്ന് പറയുന്ന സങ്കല്പം അല്ലെങ്കിൽ സ്വർഗനരക സങ്കല്പം ഇന്നത്തേതുപോലെ ഇന്ന് പ്രാബല്യത്തിൽ വന്ന സെമിറ്റിക് വിശ്വാസങ്ങളെ പോലെ അല്ല വളർന്നു വന്നത്. ഇത്തരം സങ്കല്പങ്ങളൊന്നും ഇല്ലാതെ വളർന്നു വരുന്ന ചില പ്രദേശങ്ങളുണ്ട്. ഇപ്പം ബാൾട്ടിക് രാജ്യങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്, അല്ലെ? ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, ഭാഗികമായിട്ട് പാർട്ട് ഓഫ് പോളണ്ടും ഒക്കെ വരുന്ന ഒരു ഭാഗം, അതിനാണ് ബാൾട്ടിക് എന്ന് പറയുന്നത്. ഇപ്പോൾ പോളണ്ട് പൂർണ്ണമായിട്ടും വേറെ രാജ്യമായി പോയി എന്ന് പറയും. ഈ ബാൾട്ടിക് പ്രദേശത്ത് ഒരു തരത്തിലുമുള്ള ഇത്തരം മതങ്ങൾ ഉണ്ടായിരുന്നില്ലാത്തൊരു പ്രദേശമാണ്. റഷ്യക്കാർ അവിടെ അധിനിവേശം നടത്തുന്നവരെ സാർ ചക്രവർത്തിമാരാണ് അവിടെ ആദ്യം അധിനിവേശം നടത്തിയത്. അതുവരെ അവർക്കുണ്ടായിരുന്നത് ഇത്തരമുള്ള ചില ആൻസെസ്ട്രൽ ബിലീഫുകളും മന്ത്രതന്ത്രാദികളുള്ള ചില വിശ്വാസങ്ങളും ട്രൈബൽ ബിലീഫുകളും ഒക്കെ അല്ലാതെ അവർക്കൊരു ഓർഗനൈസ്ഡ് റിലിജിയനെ കുറിച്ചുള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അവർക്കൊരു സ്വർഗവും നരകവും ഒന്നും ഉണ്ടായിരുന്നില്ല. മരിച്ചവരങ്ങ് മരിച്ചു പോകും, അവർ തീർന്നു പോവുകയാണ്.
അവർ നോൺ എക്സിസ്റ്റിംഗ് ആവുന്നു എന്നാണ് അവരുടെ ഒരു സങ്കല്പത്തിലുള്ളത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാസ്തികരുള്ള രാജ്യമായിട്ട് കരുതുന്നത് എസ്റ്റോണിയ എന്ന് പറയുന്ന രാജ്യമാണ്. അവിടെ 86% ആൾക്കാർ നാസ്തികരാണ്. അതിന്റെ ഒരു കാരണം, ഒരു യുക്തിവാദ സംഘം പ്രവർത്തിച്ചിട്ടല്ല അവിടെ നാസ്തികരുണ്ടായത്. അവിടെ നാച്ചുറൽ ആയിട്ട് തന്നെ സംഘടിത മതം കീഴ്പ്പെടുത്താതിരുന്ന പ്രദേശമായിരുന്നത് കൊണ്ട് അവിടെ മതമില്ലാത്ത ജനങ്ങളാണ് സ്വാഭാവികമായിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് ലാത്വിയയിലും ലിത്വാനിയയിലൊക്കെ ഉണ്ടായിരുന്നത്. ലിത്വാനിയ പിന്നീട് കത്തോലിക്കരെ കീഴ്പ്പെടുത്തുമ്പോഴാണ് അവരുടെ വിശ്വാസം വരുന്നത്. എസ്റ്റോണിയയും ലാത്വിയും അത് റഷ്യൻ ഓർത്തഡോക്സ് സഭ കീഴ്പ്പെടുത്തുമ്പോഴാണ് ഇത്തരം വിശ്വാസങ്ങൾ കടന്നു വരുന്നത്. അതിലേക്കൊക്കെ ഞാൻ വരാം. അതിനു മുമ്പായിട്ട് റോമൻ ചക്രവർത്തിമാർ, അലക്സാണ്ടറുടെ കാലം കഴിഞ്ഞു, ഗ്രീക്ക് പ്രഭാവം ഒന്ന് മങ്ങുന്നു. അതിനുശേഷം റോമൻ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. ഈ റോമൻ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുമ്പോൾ ഈ അലക്സാണ്ടറുടെ പടയോട്ടങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സംഗതി, അവർ ചെന്ന സ്ഥലത്തൊക്കെ തന്നെ ഗ്രീക്ക് സംസ്കൃതിയുടെ വലിയ ഇൻഫ്ലുവൻസ് അവർ കൊണ്ടുവരികയാണ്. ഗ്രീക്ക് ഭാഷയാണെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ക്ലാസിക് ഭാഷ. ആ ഭാഷ ആണ് അന്ന് വ്യവഹാര ഭാഷയായിട്ട് ഈ പറയുന്ന ഇന്നത്തെ മെയിൻ സ്ട്രീം യൂറോപ്പ്, സെമറ്റിക് ഏരിയ മുതൽ യൂറോപ്പിന്റെ ഒരു വലിയ പ്രധാന ഭാഗം വരെ വരുന്ന ഒരു വലിയ ഭാഗം, ഒരു വശത്ത് ഇന്ത്യ വരെ വരുന്ന ഒരു വലിയ സാമ്രാജ്യം, പേർഷ്യയൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ മഹാസാമ്രാജ്യത്തിന്റെ സംസ്കൃതിയുടെ ഭാഗമായിട്ട് ഗ്രീക്ക് ഭാഷയാണ് വരുന്നത്. ബൈബിൾ ഇതിന് ശേഷമാണ് രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബൈബിളിന്റെ മൂലം ആരോ അടുത്ത കാലത്ത് എഴുതിയിരിക്കുന്നത് വായിച്ചു. പിന്നെ ബൈബിൾ ഏത് ഭാഷയിലാണ് എഴുതിയതെന്ന് അറിയാമോ എന്ന് ആരോ ചോദിക്കുന്നു. അപ്പൊ മമ്മൂട്ടി പറയുന്നു അത് പറയാം, അത് ഹീബ്രുവിലാണെന്ന് പറയുന്നത്, എല്ലാവരും കൈയടിക്കുന്നു എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ കണ്ടു. യഥാർത്ഥത്തിൽ ബൈബിള് രേഖപ്പെടുത്തതും ആദ്യം ഇത് എഴുതപ്പെട്ടതുമൊക്കെ ഗ്രീക്ക് ഭാഷയിലാണ്, അതിന്റെ മൂലം ഗ്രീക്കിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗ്രീക്ക് ഭാഷയിൽ ഉള്ള ഈ മൂലം വരുന്നതോടൊപ്പം തന്നെ അവരുടെ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിശ്വാസങ്ങൾ റോമൻ സാമ്രാജ്യത്തിലേക്ക് പരിവർത്തനപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇതിലേക്ക് റോമൻ മിത്തോളജിയിലേക്കും ക്രൈസ്തവ മിത്തോളജിയിലേക്കും കടന്നു വരുന്നുണ്ട്. അപ്പോ ഈ റോം പിന്നെ ഒരു അവരുടേതായ സങ്കല്പത്തിലുള്ള ഒരു നരകം രൂപപ്പെടുന്നത് റോമൻ സാമ്രാജ്യത്തിന് റോം എന്ന് പറയുന്ന നഗരം വളർന്നു വരുന്നതോടുകൂടിയാണ്. അവിടെ ആണ് ആദ്യത്തെ നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും വലിയ പനിഷ്മെന്റ്സ് ഒക്കെ അവിടെയാണ് ഉണ്ടാവുന്നത്. കാരണം നഗരം കെട്ടിപ്പടുക്കുകയാണ് അവർ. അലക്സാണ്ടർ കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് റോമൻ സാമ്രാജ്യം വളർന്നു വരുമ്പോൾ വളരെ വേഗമാണ് ഈ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. അപ്പൊ ഒരു വലിയ ചത്തുരങ്ങളും വലിയ കെട്ടിടങ്ങളും വലിയ പ്ലേ ഹോൾസും അതും ഇതൊക്കെ കെട്ടിപ്പടുക്കുകയാണ്. ഈ കെട്ടിപ്പടുക്കുന്നതിന് രാജാവിനെ അനുസരിക്കുന്ന അടിമകൾ വേണം. ഈ അടിമകളും ജോലി ചെയ്യുന്ന ആൾക്കാരും ഒക്കെ നിർബന്ധമായി പണിയെടുക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യത്തിൽ എതിർക്കുന്ന ആൾക്കാര്, രാജാവ് തന്നെ ദൈവമാണ്, എതിർക്കുന്ന ആൾക്കാർക്കുള്ള ശിക്ഷ എന്താണെന്ന്, അവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ അവരെ നഗരത്തിന്റെ വെളിയിൽ എന്നൊരു പുതിയ സംവിധാനം, അതുവരെ ലോകം കണ്ടിട്ടില്ലാത്തൊരു പുതിയ സംവിധാനം ഉണ്ടാവുകയാണ്. നഗരത്തിലെ വേസ്റ്റ് കൊണ്ട് കത്തിക്കുന്നതിന് ഒരു സ്ഥലം ഉണ്ടാകുന്നു. കാരണം ഈ നഗരത്തിലെ എല്ലാ നഗരങ്ങളും വളർന്നു വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? വേസ്റ്റ് മാനേജ്മെന്റ് ആണ്, അല്ലെ? അക്കാലത്ത് പോലും മനുഷ്യൻ ഈ വേസ്റ്റ് മാനേജ്മെന്റിന്റെ പ്രശ്നം ഗൗരവമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് നഗരത്തിന് വെളിയിലേക്ക്, നഗരത്തിൽ ആൾക്കാരെല്ലാം കൂടിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് അവിടെ നിന്നുണ്ടാകുന്ന ഡേ ടു ഡേ വേസ്റ്റ് മുഴുവൻ കൊണ്ടുപോയിട്ട് നഗരത്തിന് വെളിയിൽ ദൂരെ ഒരു ഭാഗത്ത് ഒരു വെളിം പ്രദേശത്ത് കൂട്ടിയിട്ട് കത്തിച്ചു കളയുക എന്ന് പറയുന്ന ഒരു രീതി റോമൻ സാമ്രാജ്യത്തിന്റെ ആദ്യം അത് വളർന്നു വരുന്ന സമയത്ത് റോം പട്ടണത്തിന് വെളിയിലാണ് ആരംഭിക്കുന്നത്. അങ്ങനെ ഒരു സംവിധാനം അതിനു മുമ്പ് മറ്റെവിടെയെങ്കിലും ഉള്ളതായിട്ട് നമുക്ക് ഇന്ന് അറിയാൻ മേല. പട്ടണത്തിന് വെളിയിൽ കുറേയേറെ ദൂരെ മാറിയിട്ട് ഈ മാംസത്തിന്റെ ഭാഗങ്ങളും ഭക്ഷണ വേസ്റ്റുകളും മറ്റെല്ലാ വേസ്റ്റുകളും കൊണ്ടുപോയി തള്ളുന്ന ഒരു സ്ഥലം, അത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തീയിട്ടിരിക്കുകയാണ്. നിരന്തരമായി കത്തുന്ന ഒരു സ്ഥലം, ദുർഗന്ധപൂരിതമാണ് ആ സ്ഥലം, ചീയലും കത്തലും എല്ലാം ഉള്ള ഒരു വേസ്റ്റ് ലാൻഡ് ആണ്. ഡൽഹി പോലെയൊക്കെയുള്ള നഗരങ്ങളിൽ ജീവിച്ചുള്ള ആൾക്കാർക്കറിയാം വേസ്റ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. ഇപ്പൊ ഡൽഹിയിലൊക്കെ ആണെങ്കിൽ ഡൽഹിയുടെ നഗരാതിർത്തിക്ക് വെളിയിലായിട്ട് ചില സ്ഥലങ്ങളിൽ നഗരത്തിലെ വേസ്റ്റുകൾ മുഴുവൻ കൊണ്ട് അവിടെയാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ ചില സ്ഥലങ്ങളുണ്ട്. അത് ആധുനികമായി ഇന്നത്തെ പല രാജ്യങ്ങളിലും അത് ഡിസ്പോസ് ചെയ്യാൻ ശാസ്ത്രീയമായ മാർഗങ്ങളുണ്ടെങ്കിലും ഇന്നും അതുകൊണ്ട് പൊതുവായി നഗരത്തിന് വെളിയിൽ ഒരു സ്ഥലത്തിട്ടിട്ട് അത് കത്തിച്ചു കളയാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതി ഇപ്പോഴും വൻ നഗരങ്ങളിലുണ്ട്. ഏതായാലും റോമിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടായിരുന്നു. ഈ സ്ഥലത്ത് അന്ന് ഈ അനുസരിക്കാത്ത ആൾക്കാർക്ക് കിട്ടിയിരുന്ന ഏറ്റവും വലിയ ശിക്ഷ അവരെ ഈ സ്ഥലത്തേക്ക് പറഞ്ഞയക്കുക എന്നുള്ളതായിരുന്നു. ഏറ്റവും അസഹനീയമായ, ദുർഗന്ധപൂരിതമായ, നിരന്തരമായി കത്തിക്കൊണ്ടിരിക്കുന്ന, അടങ്ങാത്ത തീയുള്ള, പുഴുക്കളും ചീഞ്ഞ സംഗതികളും ഒക്കെ നിരന്തരമായി കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലം. അവിടേക്ക് അവരെ കടത്തിവിടും. അവർക്ക് തിരിച്ചു വരാൻ പിന്നെ പറ്റിയില്ല. അവിടെ അവരെ ബന്ധിതരാക്കിയിടുക.
ഇതിനകത്ത് അതിന്റെ ആ ദുർഗന്ധവും അനുഭവിച്ചും ചൂടനുഭവിച്ചും ഒക്കെ അവര് അവിടെ കിടന്ന് മരിച്ചു പോകും. ഇതായിരുന്നു അക്കാലത്ത് കൊടുത്തിരുന്ന ഒരു വലിയ ശിക്ഷ. റോം പട്ടണത്തുമായി ബന്ധപ്പെട്ട വിയോജിക്കുന്ന ആൾക്കാരെ, അനുസരിക്കാത്ത ആൾക്കാരെ, റെസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ലഭിച്ചിരുന്ന ഒരു ശിക്ഷയാണത്. മറ്റൊരു ശിക്ഷ പിന്നീട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ക്രൂസിഫിക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. അത് ഇപ്പൊ ക്രിസ്ത്യാനികളുടെ കഥകളിൽ പറയുന്നത് പോലെ ഈ ടീയുടെ മുകളിൽ ഒരു ഇന്നത്തെ അവരുടെ കുരിശിന്റെ ആകൃതിയിലുള്ള ഒരു സംഗതിയിലായിരുന്നില്ല അക്കാലത്ത് ഈ ശിക്ഷയുടെ ഭാഗമായിട്ട് ആൾക്കാരെ കുരിശിച്ചിരുന്നത്. ഇന്നത്തെ ഇംഗ്ലീഷിലെ ടീയുടെ ആകൃതിയിലുള്ള ഒരു സ്റ്റേക്കിലാണ് അന്ന് കുറ്റവാളികളെ ശിക്ഷിച്ചിരുന്നത്. ഇത് കുറ്റവാളികൾക്കുള്ളതല്ല, ഇത് റെസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അവർക്കാണ് ഏറ്റവും വലിയ പനിഷ്മെന്റ് കിട്ടുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള യുക്തിവാദികളെയും സ്വതന്ത്ര ചിന്തകരെയും നാസ്തികരെയും പരസ്പരം ബന്ധിക്കുന്ന വിവരങ്ങൾ കൈമാറുന്ന, പുതിയ വിവരങ്ങൾ നിരന്തരമായി നൽകുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ ലഭ്യമാണ്, റാഷണലിസ്റ്റ് ആപ്പ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ചുവട്ടിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരെ ആണ് ഈ പറയുന്ന നിരന്തരമായി തീ കത്തിക്കൊണ്ടിരിക്കുന്ന പുഴുക്കളും ദുർഗന്ധവും ഒക്കെയുള്ള സ്ഥലത്തേക്ക് പറഞ്ഞു വിടുന്നത്. ഇന്ന് ഹെൽ എന്ന വാക്കിന്റെ പോലും റൂട്ട് ഇതിന് അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന, റോമിൽ ഉപയോഗിച്ചിരുന്ന പദവുമായിട്ട് വളരെ സാമ്യമുള്ള ഒരു പദമാണ്. നരകത്തെക്കുറിച്ചുള്ള ക്രൈസ്തവ സങ്കല്പങ്ങളൊന്നും നോക്കി, അല്ലെങ്കിൽ ഈ രൂപപ്പെട്ടു വന്ന ജുദായിക് സങ്കല്പങ്ങൾക്കകത്തൊക്കെ തന്നെ കാണുന്ന നരകസങ്കല്പം വളരെ കൃത്യമായി ഇങ്ങനെ തന്നെയാണ്, അല്ലെ? അവിടെ നിരന്തരമായ ചൂടാണ്, അവിടെ പിന്നെ പുഴുക്കളുണ്ട്, ദുർഗന്ധപൂരിതമാണ്, അവിടെ എറ്റേണലായിട്ട് അവിടെ ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും മോചനമില്ലാത്ത ദുരിതമാണ് അവിടെയുള്ളത്. ഇതൊരു മിത്തോളജിയിലേക്ക് സന്നിവേശിക്കപ്പെടുമ്പോഴാണ് ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന സെമിറ്റിക് സങ്കല്പത്തിലുള്ള നരകം രൂപപ്പെട്ടു വരുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്, പക്ഷെ അത് എറ്റേണൽ ആയിട്ടല്ല. അവരുടെ ദൃഷ്ടിയിൽ അത് എറ്റേണലാണ്, കാരണം അത് അവരുടെ ഒരു ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതാണ് അവർ കാണുന്നത്, ഇല്ലേ? അപ്പൊ അത് ആ സങ്കല്പത്തിൽ നിന്നാണ് ഇന്നത്തെ ഈ നരകം എന്ന സങ്കല്പം തന്നെ രൂപപ്പെട്ടു വരുന്നത്. ഇതേക്കുറിച്ച് ഇംഗർസോൾ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ അമേരിക്കൻ ചിന്തകൻ, പൊളിറ്റീഷ്യൻ, എഴുത്തുകാരൻ ഒക്കെ ആയിരുന്ന ഒരാളുണ്ട് ഇംഗർസോൾ. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ മരിച്ചുപോയ ഒരാളാണ്. വളരെ പ്രശസ്തനായ പ്രസംഗകനായിരുന്നു അദ്ദേഹം. ഇംഗർസോള് അദ്ദേഹം വലിയൊരു യുക്തിവാദിയായിട്ടാണ് അറിയപ്പെടുന്നത്. അഗ്നോസ്റ്റിക് എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. വൈ ഐ എം ആൻ അഗ്നോസ്റ്റിക് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ്. ദൈവവിശ്വാസത്തെ കൃത്യമായി നിഷേധിക്കുന്ന അമേരിക്കയിലെ ആദ്യത്തെ സമുജ്വലമായ ഒരു മൂവ്മെന്റ്. അതിനു മുമ്പ് ജെഫേഴ്സണും വാഷിങ്ടണും തോമസ് പെയിനും ഒക്കെ ക്രൈസ്തവ വിശ്വാസത്തെ നിരാകരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡീസം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അവര് പൂർണ്ണമായിട്ടും ഈ ദൈവം എന്ന് പറയുന്ന ഒരാൾ നമ്മളെ നിയന്ത്രിക്കുന്നില്ല എന്നൊക്കെയുള്ള ആശയത്തിൽ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ പോലും സൃഷ്ടിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ ഇവർക്ക് ഒരു പൂർണ്ണമായ ഒരു ധാരണ എത്താൻ പറ്റുന്നില്ല. അത്രയും ആ നിലയിലേക്ക് ചിന്തിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇംഗർസോൾ വരുമ്പോഴാണ് വളരെ കൃത്യമായി തന്നെ 1800കളുടെ അവസാന ഭാഗത്ത് അതിശക്തമായ പ്രസംഗ പര്യടനത്തിലൂടെ അദ്ദേഹം ഇതിനെയൊക്കെ തള്ളി പറയുന്നത്. അപ്പൊ ഇംഗർസോളിന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ കിട്ടാവുന്ന ഒരു സാധനമാണ്. നമുക്ക് റാഷണലിസ്റ്റ് ഇന്റർനാഷണൽ വെബ്സൈറ്റിൽ ഇംഗർസോളിന്റെ സമ്പൂർണ്ണ കൃതികൾ റീപ്രൊഡ്യൂസ് ചെയ്ത് ഉടൻ തന്നെ വരുന്നുണ്ട്, വേണ്ടവർക്കെല്ലാം കിട്ടും. മലയാളത്തിൽ ഞാൻ തന്നെ പരിഭാഷപ്പെടുത്തി ഇംഗർസോളിന്റെ ഈ ചെറിയ പുസ്തകം പരിഭാഷപ്പെടുത്തി കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതും അധികം വൈകാതെ നെറ്റിൽ തന്നെ ലഭ്യമാകും. ഈ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ ഒരു പ്രധാനപ്പെട്ട സ്മരണയെക്കുറിച്ചാണ്. അക്കാലത്തെ സ്കൂളുകളിൽ ഈ നമ്മുടെയൊക്കെ രാജ്യത്തിലൊക്കെ മാപ്പൊക്കെ തൂക്കിയിടുന്നത് പോലെ സ്കൂളിൽ ഒരു ചിത്രം തൂക്കിയിടുന്ന ഒരു പതിവുണ്ടായിരുന്നു, നരകത്തിന്റെ ചിത്രം. നരകത്തിലെ ശിക്ഷാവിധികൾ എങ്ങനെയൊക്കെയാണെന്ന് കൃത്യമായി വർണ്ണിക്കുന്ന, അത് വളരെ വളരെ നല്ല ഭംഗിയുള്ള നിറത്തിൽ ഒക്കെ രേഖപ്പെടുത്തിയ ചിത്രം എല്ലാ ക്ലാസ് മുറികളിലും സൂക്ഷിച്ചിരുന്നു. അധ്യാപകർ കുഞ്ഞുങ്ങളെ അനുസരിപ്പിക്കുന്നതിന് വേണ്ടി ഈ ചിത്രമാണ് ഇടയ്ക്കിടയ്ക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. പഠിക്കാത്ത കുട്ടികളെ, അനുസരിക്കാത്ത കുട്ടികളെ, അധ്യാപകൻ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാത്ത കുട്ടികൾ പോകുന്നത് എവിടെയാണ്? ഈ നരകത്തിലാണ്. ക്രൈസ്തവ സ്കൂളുകൾ ആണ് അക്കാലഘട്ടത്തിൽ അമേരിക്കയിലെമ്പാടും ഉണ്ടായിരുന്നത്. അവിടെ നിരന്തരമായിട്ട് കുട്ടികളെ ഭയപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന ഒരു രണ്ട് സംഗതിയാണ്. ഒന്ന് വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയ ഭയം, പിന്നെ അധ്യാപകനെ അനുസരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഭയം നൽകുന്നതിന് വേണ്ടിയാണ് ഈ ആശയം കൊണ്ടുവരുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് പണ്ട് റോമൻ സാമ്രാജ്യത്തിന്റെ പ്രഭവകാലത്ത് അല്ലെങ്കിൽ തുടക്കകാലത്ത് അവർ ചെയ്തിരുന്നതും. എതിർക്കുന്ന ആൾക്കാരെ, ചലഞ്ച് ചെയ്യുന്ന ആൾക്കാരെ, അനുസരിക്കാത്ത ആൾക്കാരെ നിരന്തരമായി എറ്റേണൽ ഫയറിലേക്ക് തള്ളിവിടുക
എന്ന് പറയുന്ന ഒരു ധാരണയാണുള്ളത്. അതാണ് ഭയപ്പെടുത്തി എങ്ങനെയാണ് അധികാരം വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധികാരത്തെ നിലനിർത്തുക എന്ന് പറയുന്ന കൃത്യമായ ഒരു ഉദാഹരണമാണ്. അവിടെ ഭയപ്പെടുത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ഭീതി നിറയ്ക്കുക മാത്രമല്ല, യഥാർത്ഥ ഒരു ഭീഷണി തന്നെയാണത്. അനുസരിച്ചില്ലെങ്കിൽ അവിടേക്ക് തള്ളിയിടും. ഈ അധ്യാപകനും പറയുന്നത് തന്നെയാണ്, നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ നരകത്തിലാണ് പോകുന്നത്. അവിടെ ഇംഗ്ലീഷ് വളരെ വിശദമായിട്ട് പറയുകയാണ്. അധ്യാപകൻ അങ്ങനെ വർണ്ണ ശബളമായ ഭാഷയിൽ ഇത് പറയുക. അത് കഴിയുമ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ചൂട് കൊണ്ട് തീ കൊണ്ട് നിങ്ങളുടെ തൊലി എല്ലാം ഉരിഞ്ഞു പോകും. അങ്ങനെ തൊലിയെല്ലാം ഉരിഞ്ഞു പോയിട്ട് നിങ്ങൾക്ക് നീറുമല്ലാതെ ആ സമയത്ത് ആ മുറിവിലെല്ലാം നിങ്ങളുടെ തൊലി പോയിടത്തെല്ലാം ഉപ്പുവെള്ളം പുരട്ടി കഴിയുമ്പോൾ നിങ്ങൾ വേദന കൊണ്ട് പൊളയും. അങ്ങനെ പൊളയുമ്പോൾ അതിനുമേൽ ചൂടുവെള്ളം ഒഴിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അധ്യാപകർ വളരെ അവരുടെ ഈ സാഡിസ്റ്റിക് മൈൻഡ് സെറ്റിൽ എന്തൊക്കെ ഭീകരമായ കഥകൾ പറയാമോ അതെല്ലാം പറഞ്ഞ് ഭയപ്പെടുത്തിയാണ് പഠിപ്പിക്കുന്നത്. മിക്കവാറും പുരോഹിതന്മാർ തന്നെയാണ്, പ്രെസ്ബിറ്റീരിയൻ പുരോഹിതന്മാരായിരുന്നു അദ്ദേഹത്തിന്റെ അധ്യാപകർ. അവരുടെ മതപ്രചരണത്തിന്റെ അനുസരിപ്പിക്കാനുള്ള ശ്രമത്തിന്റെയും കൂടെ ഭാഗമായിട്ടാണ് ഈ കഥകളൊക്കെ പറയുന്നത്. ഇതേ ഇംഗർസോൾ. അത് ഞാൻ താരതമ്യത്തിന് വേണ്ടി വേറൊരു കഥയും കൂടെ പറയാണ്. ഇംഗർസോളിന്റെ മറ്റൊരു പുസ്തകത്തിൽ ഇംഗർസോള് പുരുഷന്റെയും സ്ത്രീയുടെയും കുഞ്ഞിന്റെയും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ലിബർട്ടി ഓഫ് മാൻ, ലിബർട്ടി മാൻ, വുമൺ ആൻഡ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് പുസ്തകമുണ്ട്. ചെറിയ പുസ്തകമാണ്, മലയാളത്തിലുണ്ട്, അതും ഇംഗ്ലീഷിൽ വീണ്ടും വരുന്നുമുണ്ട്. വായിക്കേണ്ട പുസ്തകങ്ങളാണ്. കാരണം ഇതൊക്കെ ക്ലാസിക്കൽ എന്ന് പറയാവുന്ന അതിമനോഹരമായ ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുള്ള കൃതികളാണ് ഇതൊക്കെ. ഇംഗർസോൾ അതിനകത്ത് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ധാരണയിൽ മരിച്ചതിന് ശേഷം എവിടെ പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും പറയും നരകത്തിൽ പോയാൽ മതി എന്ന് പറയും. കാരണം ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കാത്തവരെല്ലാം തന്നെ നരകത്തിൽ പോകും. അങ്ങനെ ആ നരകത്തിൽ ഈ സ്വർഗത്തിൽ ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ്. സോക്രട്ടീസിന് അവിടെ പ്രവേശനമില്ല. കാരണം അദ്ദേഹം ക്രിസ്ത്യാനി ആയിരുന്നില്ല, ജ്ഞാനസ്നാനത്തിൽ ഏർപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ സ്വർഗത്തിൽ പ്രവേശനമില്ല. പ്ലേറ്റോയ്ക്ക് പ്രവേശനമില്ല, അരിസ്റ്റോട്ടലിന് പ്രവേശനമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ വലിയ മഹാന്മാരായ കുറെ ആൾക്കാരെയൊക്കെ അദ്ദേഹം മരിച്ചതിന് ശേഷം കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നുന്നു. അലക്സാണ്ടർ ദി ഗ്രേറ്റ് അവിടെ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ചരിത്രത്തിലെ വലിയ മഹാരഥന്മാരെ പറ്റി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ജെഫേഴ്സൺ ഉണ്ടാവില്ല, അവിടെ ജോർജ് വാഷിങ്ടൺ ഉണ്ടാവില്ല. കാരണം അവരൊക്കെ തന്നെ ഇത്തരം വിശ്വാസങ്ങളെ അംഗീകരിക്കാതിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ വിശ്വാസത്തിന്റെ ധാരയിലല്ലാതിരുന്ന ആൾക്കാരാണ്. അപ്പൊ അവരാരും ഇല്ലാത്തൊരു സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ ഐ വുഡ് പ്രിഫർ അവരെല്ലാം ഇപ്പോൾ ഉള്ള നരകത്തിലേക്ക് പോകുന്നതാണ് നല്ലത് എന്ന് പറയുന്ന ഒരു തമാശ രൂപേണ പറയുന്ന ഒരു ഭാഗത്തിന് ശേഷം അദ്ദേഹം ഒരു കഥ കൂടി പറയാണ്. ആ കഥ ഈ നരകത്തെ എങ്ങനെയാണ് ഒരാൾ സ്വർഗമാക്കിയത് എന്നുള്ള ഒരു ഫാർമറുടെ കഥയാണ്. അപ്പൊ അധ്യാപകൻ അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ മറ്റൊരു അധ്യാപകൻ, ഒരു നിഷേധിയായ അധ്യാപകൻ ഉണ്ടായിരുന്നു ഇവരുടെ ക്ലാസ്സിൽ കുട്ടിക്കാലത്ത്. ആ അധ്യാപകൻ പറഞ്ഞൊരു കഥ, നരകം സ്വീകരിച്ച ഒരു കർഷകൻ ഉണ്ടായിരുന്നു. ഈ കർഷകനെ കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ സ്വർഗത്തിലുള്ള ഒരാൾ പിന്നീട് തിരിച്ചു വരുമ്പോൾ, സ്വർഗം എന്ന് പറഞ്ഞാൽ മഹാബോറാണ്. ഇതാണ് ഒന്നാം സംഗതി. ക്രിസ്ത്യൻ സ്വർഗം എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് ജോലിയുള്ള ആൾക്കാർക്ക്. എന്തൊക്കെയാണ്? ഒന്ന്, യഹോവയുടെ അടുത്തിരിക്കാം. പിന്നെ അവരെപ്പോഴും തന്നെ യഹോവയ്ക്ക് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. അവരുടെ ജോലി എന്താണ്? അവിടെ വിശപ്പില്ല, ദാഹമില്ല, മറ്റ് യാതൊരു വികാരങ്ങളൊന്നുമില്ല. അവരെ എല്ലായ്പ്പോഴും അവർക്ക് യഹോവയ്ക്ക് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. എന്തെങ്ങനെ സ്തോത്രം പറയുന്നത്? ഹല്ലേലൂയ സ്തോത്രം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, വൈകുന്നേരം തൊട്ട് രാവിലെ വരെ ഇങ്ങനെ ഇത് നിരന്തരമായി എറ്റേണലായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക, ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒറ്റ ജോലി മാത്രമേ ഉള്ളൂ. അതിനുള്ള അവസരം ലഭിക്കുക എന്നുള്ളതാണ് ഈ സ്വർഗത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇതിനേക്കാൾ ബോറായ ഒരു ഏർപ്പാടുണ്ടോ? ഇതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഫാർമർ നരകം സ്വീകരിക്കുന്നത്. ഈ നരകം സ്വീകരിച്ചു കഴിയുമ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച സംഗതി എന്താണ്? അവിടെ ഒരുപാട് സംഗതികൾ ചീഞ്ഞതും അളിഞ്ഞതുമായ സംഗതികൾക്കുണ്ട്. അതൊക്കെ നല്ല വളമല്ലേ? അത് മാത്രമല്ല, പലപ്പോഴും കൃഷിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ചൂടില്ലാത്തതാണ്. അപ്പൊ ഈ ചൂടിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് അത് ഈ കൃഷിക്ക് പറ്റിയ ഒരു സംഭവമായിട്ട് അതിനൊന്ന് മാറ്റിയെടുത്തിട്ട് ഈ പറയുന്ന ഡീജനറേറ്റ് ചെയ്യുന്ന സംഗതികളെയെല്ലാം എടുത്ത് വളമാക്കി മാറ്റിക്കൊണ്ട് അവിടെ കൃഷി തുടങ്ങാൻ പുള്ളി ആലോചിക്കുന്നു. അവിടെ അങ്ങനെ ഒരു വലിയ മനോഹരമായ പൂന്തോട്ടം ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു കഥയാണ്. രസമുള്ള ഒരു കഥയാണ്. ഒരു ഭാവനയിൽ നിന്ന് വന്നൊരു നല്ല കഥയാണ്. അപ്പം ഈ സ്വർഗവും നരകവും തമ്മിലുള്ള സങ്കല്പങ്ങളെ പറ്റിയുള്ള ഈ ധാരണകളുടെ ഒരു തുടക്കം ഇവിടെയാണ്. പക്ഷേ ഇത് മറ്റു മതങ്ങളിലേക്ക് വരുമ്പോഴോ, ഇസ്ലാം മതത്തിലേക്ക് വരുമ്പോഴും ഈ നരക സങ്കല്പം ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. വലിയ വ്യത്യാസമൊന്നുമില്ല. അവിടെയും എറ്റേണൽ അഗ്നിയാണ്. അവിടെ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുകയാണ്. ഒരിക്കലും അതിൽ നിന്ന് മോചനമില്ലാത്ത നിതാന്തമായ അഗ്നിയും നരകവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള ഒരു സ്വർഗമാണ്. പക്ഷേ അവിടെ ക്രിസ്ത്യൻ സ്വർഗം പോലെ ഭയങ്കര ബോറടിയുള്ള ഏർപ്പാടല്ല. ഈ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പരിപാടിയല്ല ഉള്ളത്.
അവിടെയാണ് ഇത് രണ്ട് കാലഘട്ടത്തിലാണ് ഇത് ഉണ്ടാകുന്നത്. ഈ കംഫർട്ട് സോണിൽ ഇരിക്കുക എന്ന് പറയുന്നതാണ് ക്രിസ്തുമതം രൂപപ്പെട്ടു വരുന്ന ഒരു സമയത്തുള്ള സ്വർഗസങ്കല്പത്തിലെ പ്രധാന സംഗതി എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ രാജാവിനെ പ്രൈസുകൊണ്ടിരിക്കാൻ പറ്റുന്ന മനുഷ്യർക്കാണ് ഏറ്റവും കംഫർട്ട് എന്ന് പറയുന്നത്, അല്ലേ? അവരെ ലുക്ക് ആഫ്റ്റർ ചെയ്യും, അവർക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത് പോലെ അവരാണ് കംഫർട്ട് സോണിൽ ഉള്ളവർ. അല്ലാത്തവരോ നിതാന്തമായ നരകത്തിൽ തീയുടെ സാമീപ്യത്തിൽ കഴിയണമെന്ന് പറയുന്ന സങ്കല്പമാണെങ്കിൽ, അത് ഇസ്ലാം മതത്തിൽ വരുമ്പോഴേക്കും ആ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ നെസസിറ്റിയായി ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത്. ഈ മുഹമ്മദിന്റെ പടയോട്ടങ്ങളുടെ ഒരു മിലിറ്ററി സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിൽ ഇതിനെ കാണാൻ ശ്രമിച്ചിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് മുഹമ്മദിന്റെ പടയോട്ടങ്ങൾ വലിയ വിജയമായത് എന്നുള്ളതിന്റെ ഒരു പ്രധാന കാരണം അക്കാലത്തെ യുദ്ധങ്ങളുടെ ഇക്കണോമി ഒന്ന് മനസ്സിലാക്കിയാൽ എളുപ്പമായിട്ട് തിരിച്ചറിയാൻ പറ്റും. കാരണം യുദ്ധത്തിൽ അന്ന് പടയാളികൾ പോകുമ്പോൾ അവർക്ക് ശമ്പളം കിട്ടും. ശമ്പളം കൂടാതെ അവർക്ക് ഈ ചെല്ലുന്ന സ്ഥലത്ത് നിന്ന് ഏൺ ചെയ്യുന്ന സംഗതി മിക്കവാറും കൊള്ളയടിച്ചാണ് കിട്ടുന്നത്. അവരുടെ ആരാധനാലയങ്ങളും അവിടെ ഉണ്ട് സമ്പന്നരുടെ പണവും സ്വർണ്ണശേഖരങ്ങളും രാജാക്കന്മാരുടെ സ്വത്തും എല്ലാം കുത്തി കൊള്ളയടിച്ചെടുക്കും. അതാണ് യുദ്ധത്തിന്റെ ഒരു വലിയ അട്രാക്ഷൻ. കാരണം മറ്റുള്ളവർ സമാഹരിച്ച പണം ചെന്ന് കീഴടക്കി തട്ടിയെടുത്തുകൊണ്ടെങ്കിൽ പോരുകയാണ്. അങ്ങനെ തട്ടിയെടുത്തു, അതിനാണ് യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് ഈ പണമാണ്. ഈ പണത്തിലെ ഒരു പങ്ക് ഈ പടയാളികൾക്കുള്ളതാണ്. അതിനു മുമ്പ് വീതിച്ചിരുന്ന ഒരു രീതിയുണ്ട്. അതിന്റെ ഒരു സർട്ടൺ എമൗണ്ട്, അതിന്റെ ഏതാണ്ട് പകുതിയോളം മിക്കവാറും രാജാവിനുള്ളതാണ്. ബാക്കിയുള്ള പകുതി റാങ്ക് അനുസരിച്ചിട്ട് വീതിച്ചു വരും. അങ്ങനെ എല്ലാ ആൾക്കാരും, ഈ സൈന്യത്തിൽ ചേരുന്ന എല്ലാ ആൾക്കാരും അവർ ജീവിക്കുകയാണെങ്കിൽ, സർവൈവ് ചെയ്യുകയാണെങ്കിൽ അവർ അതിസമ്പന്നരാണ് ഇത് കഴിയുമ്പോൾ. അതാണ് സൈന്യത്തിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. മറ്റൊരു അട്രാക്ഷൻ എന്താണ്? സൈനികരായി നിലനിർത്താൻ രാജ്യത്തിന് വേണ്ടിയും അല്ലെങ്കിൽ പടപൊരുന്ന കാര്യത്തിന് വേണ്ടിയും മുൻപിൻ നോക്കാതെ അവർ ചെയ്യുന്നതിനും അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുക എന്നുള്ളതാണ് ഒരു മാർഗം. അവർക്ക് മദ്യം കൊടുക്കും, അവർക്ക് റേപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കും, കൊള്ള മുതലിൽ ഒരു പങ്കും കിട്ടും. ഇത് റോമൻ പടയോട്ടങ്ങളുടെ കാലത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. റോമൻ പടയോട്ടങ്ങളുടെ കാര്യത്തിൽ പോട്ടെ, നമ്മുടെ ഇതിഹാസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഇതിഹാസങ്ങൾ രചിക്കപ്പെട്ട കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ ഒരു ധാരണ കിട്ടും, ഇല്ലേ? രാമന്റെ കഥയൊക്കെ എടുക്കുമ്പോൾ അവര് യുദ്ധത്തിന് പോകുമ്പോൾ, വാൽമീകി രാമായണമൊക്കെ എടുത്തു നോക്കിയാൽ യുദ്ധത്തിന് പോകുമ്പോൾ സൈനികരുടെ ആവശ്യത്തിന് വേണ്ടി സൈനിക വേശ്യമാരെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഇതൊരു പഴയ സങ്കല്പമാണ്. അത് ഇനി ഗ്രീക്ക് സങ്കല്പത്തിൽ പോലും അതുണ്ടെന്ന് തന്നെ കാണാം. ഗ്രീക്ക് സങ്കല്പത്തിൽ ഇപ്പം പ്ലേറ്റോയുടെ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയത്തിനകത്ത് ഈ സംഗതി തന്നെയുണ്ട്. എന്താണ് അന്ന് ഈ പറയുന്ന സ്വർഗവും നരകവും ഇല്ല, പക്ഷെ ഭൂമിയിൽ സൈനികർക്കാണ് ഏറ്റവും മെച്ചപ്പെട്ട എല്ലാ സംഗതിയും കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഫിലോസഫർ കിങ് എന്ന് പറയുന്ന ഒരു ആശയം പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് ഭരണത്തിൽ വരുന്ന ആൾക്കാർ പ്രത്യേക പരിശീലനം സിദ്ധിച്ചവരായിരിക്കണം, വെൽ ട്രെയിൻഡ് ആയിരിക്കണം, അവർക്ക് വ്യക്തിപരമായ കുടുംബജീവിതം ഉണ്ടാകാൻ പാടില്ല, അവർക്ക് വ്യക്തിപരമായ പ്രോപ്പർട്ടി ഉണ്ടാകാൻ പാടില്ല, അവർക്ക് എല്ലാം ജീവിതത്തിൽ ലഭിക്കണം. മലയാള പുസ്തക പ്രസാധന രംഗത്ത് യുക്തിചിന്തയുടെ പ്രകാശം വിതറിയ എത്തീസ്റ്റ് ബുക്ക് ക്ലബിന്റെ ഓൺലൈൻ എഡിഷനിൽ ഇപ്പോൾ പുതിയ അംഗത്വം നൽകുന്നുണ്ട്. മാസം തോറും ഓരോ പുതിയ പുസ്തകം വായിക്കാൻ അവസരമൊരുക്കുന്ന ഓൺലൈൻ എത്തീസ്റ്റ് ബുക്ക് ക്ലബിന്റെ ബേസിക് അംഗത്വം സൗജന്യമാണ്. അംഗത്വത്തിനായി തേരാളി ഓൺലൈൻ മാഗസിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ് അഡ്രസ് ചുവട്ടിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഭക്ഷണം, നല്ല മദ്യം, അന്ന് പുരുഷന്മാർ മാത്രമേ സൈന്യത്തിലുള്ളൂ, അവർക്ക് നല്ല സ്ത്രീകൾ, ഇതൊക്കെ സുലഭമായി ലഭിക്കണം. അത് അവർക്ക് പ്രോപ്പർട്ടി ഉണ്ടാകാൻ പാടില്ല, കളക്റ്റീവ് പ്രോപ്പർട്ടിയാണ് അവർക്ക് ഉണ്ടാകേണ്ടത്. അന്ന് പ്ലേറ്റോ ഡെവലപ്പ് ചെയ്യുന്ന ആശയത്തിൽ ഏത് പ്രൊഫഷനും സ്പെഷ്യലിസ്റ്റുകൾ വേണം. സൈന്യമാണ് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭരണാധികാരി, ഫിലോസഫർ കിങ് ആയിരിക്കണം. സൈന്യം എന്ന് പറയുന്നത് ടോട്ടലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സൈന്യമായിരിക്കണം. അവർക്ക് കമ്മ്യൂണിസം ഓഫ് വൈഫ്സ് ആൻഡ് വെൽത്ത് എന്ന് പറയുന്ന ഒരു ആശയം ആദ്യമായി കൊണ്ടുവരുന്ന ഒരാൾ പ്ലേറ്റോ ആണ്. അപ്പോൾ അതിനകത്ത് ഭാര്യമാരുടെയും സ്വത്തിന്റെയും കമ്മ്യൂണിന്റെ വകയായിട്ടുള്ള ഉടമസ്ഥതയിലാണ് ഇതെല്ലാം. കളക്റ്റീവ് ഓണർഷിപ്പിലുള്ള പത്നിമാരും സ്വത്തും എന്ന് പറയുന്ന ആശയം, അതിൽ നിന്നാണ് പിൽക്കാലത്ത് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം പോലും ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് പ്ലേറ്റോയുടെ കൃതികളിൽ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക്കിനെ കുറിച്ചുള്ള സങ്കല്പം അങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയുന്ന ഇവരെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്ന കാര്യത്തിൽ മുഹമ്മദ് ചെയ്ത പ്രധാനപ്പെട്ട സംഗതി, ഈ കൊള്ള മുതലിലെ പങ്ക് അതിനു മുമ്പുണ്ടായിരുന്ന ചരിത്രത്തിൽ രാജാക്കന്മാർ നൽകിയതിനേക്കാൾ വളരെ കൂടുതലാണ് മുഹമ്മദ് നൽകുന്നത്. അത് ഖുർആനകത്ത് വളരെ കൃത്യമായ കണക്കുകൾ ഞാൻ ഇവിടെ ഉദ്ധരിച്ചുകൊണ്ട് വരാൻ പോകുന്നില്ല. എങ്കിലും ആ കൊള്ള മുതലിലെ പങ്ക് ഇൻക്രീസ് ചെയ്തു. അതൊരു വലിയ പങ്ക് ഈ കൊള്ള മുതലിൽ ഈ പടയാളികൾക്കാണ് എന്ന് പറഞ്ഞ ഒരു ഇതാണ് അദ്ദേഹത്തിന്റെ സൈന്യത്തിലേക്ക് അബ്സല്യൂട്ട്ലി ഡെഡിക്കേറ്റഡ് ആയിട്ട് ആൾക്കാരെ കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രേരക ശക്തിയായിട്ട് അദ്ദേഹം ഉപയോഗിച്ചത്. ഇത് മുഹമ്മദ് ഒരു വലിയ സ്ട്രാറ്റജീഷ്യനായിരുന്നു. നമ്മൾ
ഈ ട്രോളുക എന്നുള്ളതിനപ്പുറത്തേക്ക് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു എംപറർ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വളരെ ക്ലിനിക്കലായിട്ട് തന്നെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ വിമർശനം മാത്രമല്ല, ഒരു മെത്തഡോളജി എങ്ങനെയായിരുന്നു, വാട്ട് വാസ് ഇറ്റ് എന്നുള്ളത് നമ്മൾ കൃത്യമായി പഠിക്കുമ്പോൾ കാണുന്ന മറ്റൊരു സംഗതി, എന്തിനാണ് അദ്ദേഹം ഈ റേപ്പിനെ എൻകറേജ് ചെയ്തത്? കീഴടക്കുന്ന സ്ഥലത്തു നിന്നുള്ള ആൾക്കാരെ പിടികൂടി ലൈംഗിക അടിമകളാക്കാൻ പറ്റും. അങ്ങനെ ലെജിറ്റിമൈസ് ചെയ്യുന്നത് വഴി സൈന്യത്തിലേക്ക് ആൾക്കാർ അബ്സല്യൂട്ട്ലി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നതിനുള്ള സമ്പൂർണമായ ഭൗതികമായ അട്രാക്ഷൻ കൊടുത്ത് അവരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ കീഴ്പ്പെടുത്തുന്ന രാജ്യങ്ങളിലെ പുരുഷന്മാരെ മുഴുവനും തടവുകാരാക്കി കൊന്നുകളയുക, അവരുടെ സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നുള്ള ഒരു ആനന്ദം എൻകറേജ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ എല്ലായിടത്തും കാണാൻ പറ്റും, ഇല്ലേ? അപ്പം ഇത് വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള ഈ തോൽക്കുന്ന ആൾക്കാരുടെ മേൽ അവരുടെ ശാരീരികമായ അധീശത്വവും സാമ്പത്തികമായ അധീശത്വവും പൂർണ്ണമായി പുലർത്തി അത് മുഴുവനും കൈവശപ്പെടുത്തുകയും അവരെ അടിമകളായി, പ്രത്യേകിച്ച് സ്ത്രീകളെ ലൈംഗിക അടിമകളായി കൊണ്ടുവരാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് പ്രലോഭനത്തിനുള്ള ഒരു മാർഗമായിട്ട് മുഹമ്മദ് കൃത്യമായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ യുദ്ധത്തിൽ പലപ്പോഴും പല ആൾക്കാരും ബ്രൂട്ടലായിട്ട് കൊല്ലപ്പെടും. അങ്ങനെ കൊല്ലപ്പെട്ടാൽ എന്താണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്? ഈ യുദ്ധത്തിൽ നിങ്ങൾക്ക് ഓരോ വിക്ടറിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ്? നിങ്ങൾക്ക് റേപ്പ് ചെയ്യാൻ സ്ത്രീകളെ കിട്ടുന്നു, ലൈംഗിക അടിമകളെ കിട്ടുന്നു. അവരുടെ അനുമതി ചോദിക്കാതെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കൃഷി ഇറക്കാവുന്ന സ്ത്രീകളെ പിടികൂടി തടവുകാരായിട്ട് കൊണ്ടുവരികയും വിൽക്കുകയും ഒക്കെ ചെയ്യാവുന്ന മട്ടിൽ അടിമകളെ കിട്ടുക എന്നുള്ളതാണ് സൈനികരുടെ ഒരു വലിയ അട്രാക്ഷൻ. എന്നാൽ സ്വർഗത്തിലും ഇത് മരിച്ചാലോ ഇത് സ്വർഗത്തിലും വാഗ്ദാനം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ അട്രാക്ഷനായിട്ട് വിശ്വാസവുമായി ബന്ധിപ്പിച്ചത് കൊണ്ടുവരുന്നത്. ദി പൊളിറ്റിക്കൽ മുഹമ്മദും ദി റിലീജിയസ് ലീഡർ മുഹമ്മദും ഒരേ മനസ്സോടെ ഒറ്റ ലക്ഷ്യത്തോടെ എക്സ്പാൻഷൻ ഓഫ് ദി എംപയർ എന്ന് പറയുന്ന ഒറ്റ ആശയത്തിലാണ് പ്രവർത്തിച്ചതെന്ന് കാണാൻ പറ്റും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച വിശ്വാസവും അദ്ദേഹം ഉപയോഗിച്ച മിലിറ്ററി സ്ട്രാറ്റജിയും എല്ലാം തന്നെ ഒരേ ഒരു ലക്ഷ്യത്തിലേക്കാണ് നീങ്ങിയത്. ആ ലക്ഷ്യം ഒരു എംപയറിന്റെ എക്സ്പാൻഷൻ മാത്രമാണ്. ആ എക്സ്പാൻഷന് വേണ്ടി കൺവീനിയന്റ് ആയ സമയത്ത് വേണ്ട ആയത്തുകൾ വരിക, പല രാജാക്കന്മാരും അല്ലെങ്കിൽ ഭരണാധികാരികളും ഒക്കെ തന്നെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ബുഷും ഒക്കെ തന്നെ ചെയ്യുന്ന രീതിയാണിത്, അല്ലേ? അപ്പൊ ഈ ദൈവങ്ങൾ കൂടെയുണ്ട് അല്ലെങ്കിൽ ദൈവം കൂടെയുണ്ട്, ദൈവത്തിന്റെ പ്രതിപുരുഷൻ ഞാൻ തന്നെയാണ് എന്ന് പറയുന്ന ഒരാള് വാഗ്ദാനം ചെയ്യുന്നത് മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തിന്റെ ക്വാളിറ്റിയും കൂടിയാണ്. അന്ന് അവർ ക്വാളിറ്റിയായി കരുതിയിരുന്ന സംഗതി എന്താണ്? അല്ലെങ്കിൽ ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആൻഡ് ഡിസൈറസ് ആയിട്ട് കരുതിയിരുന്ന ഒരു സംഗതി എന്താണ്? എണ്ണമറ്റ സ്ത്രീകളുമായി ശയിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അത് സ്വർഗത്തിൽ ഉറപ്പാക്കുന്നു എന്ന് പറയുന്ന ഒരു സങ്കല്പം മുഹമ്മദ് കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്നിരിക്കാം. ഏതായാലും ഇസ്ലാമിക സ്വർഗത്തെക്കുറിച്ചുള്ള ഇന്നറിയപ്പെടുന്ന സങ്കല്പങ്ങൾ അത് ഖുറാനകത്തില്ല, അത് ഹദീസുകൾക്കകത്തേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന പല വേർഷൻസ് ഒക്കെ എടുത്താൽ പോലും പൊതുവെ ഇത് കളക്റ്റീവായിട്ട് ഉള്ള ഒരു പോപ്പുലർ ധാരണയനുസരിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാര് എണ്ണമറ്റ സ്ഥലങ്ങളിൽ പ്രസംഗിക്കുന്നതനുസരിച്ച് അവരുടെ വിശ്വാസം അനുസരിച്ച് ഒക്കെ തന്നെ വളരെ കൃത്യമായി തന്നെ 72 ഹൂറിമാരും, ഇനി ആ 72 ഹൂറിമാരിൽ ഓരോരുത്തർക്കും നിരവധി സെർവൻസ് ഉണ്ട്, അവരെല്ലാം തന്നെ സുന്ദരിയാണ്, അവരോടും ഒപ്പം ശയിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. ഒരു മനുഷ്യന് ഇത്രയും പേരുടെ കൂടെ എങ്ങനെ ശയിക്കാൻ പറ്റും എന്നുള്ളത് ഒരു പ്രായോഗികമായി തന്നെ നമുക്ക് ചിന്തിച്ചാൽ പോലും ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണെങ്കിൽ പോലും ഇത്രയും വലിയ പ്രലോഭനമാണ് ഈ യുദ്ധത്തിൽ മരിച്ചാൽ സൈനികന് കിട്ടുന്നത്. എന്നാൽ ഇത് ഈ യുദ്ധത്തിലെ സൈനികരെ കൂടെയുള്ളൂ, സ്ത്രീകൾ കൂടെയില്ല. അവർക്ക് വേണ്ടി ഇത്തരം ഒരു സ്വർഗം ഇല്ല. അവിടെ ഭയങ്കരമായ ഡിസ്ക്രിമിനേഷനാണ്. അതിനു മുമ്പുണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ മിത്തോളജിയിൽ മരിച്ചു കഴിഞ്ഞാൽ ആണും പെണ്ണും എല്ലാം തന്നെ സ്വർഗത്തിൽ പോകും. അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. ഇവിടെ സ്ത്രീകൾക്ക് ഈ സ്വർഗം കിട്ടുന്നില്ല, കാരണം സ്ത്രീകൾ സൈനികരായിട്ടില്ല. അവിടെയാണ് തസ്ലിമ നസ്രീൻ വളരെ പ്രസിദ്ധമായ, അവർക്ക് ബംഗ്ലാദേശിൽ തന്നെ ഓടിപ്പോകാൻ തന്നെ കാരണമായി തീർന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്. അവര് ഒരു ഇസ്ലാമിൽ ഖുറാനിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തിയാൽ കൊള്ളാം എന്നവർക്ക് തോന്നുന്നു. ഖുറാൻ കൊള്ളാം, മരിച്ചു കഴിഞ്ഞാൽ ഈ 72 സ്ത്രീകളെ വലിയ കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലാതെ അവരുടെ കൂടെ നിരന്തരമായി മാറി മാറി ശയിക്കാൻ പറ്റുന്ന പുരുഷന്മാർക്ക് കിട്ടുന്ന ഒരു വലിയ ആനന്ദമാണെങ്കിൽ അതൊരു വലിയ അപ്രീഷ്യബിൾ ആയിട്ടൊരു സംഗതിയായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്കും കൂടി തുല്യമായിട്ട് കിട്ടണം എന്നുള്ളതാണ്. ആ നിലയിലൊന്ന് ഖുറാൻ പരിഷ്കരിക്കണം, അല്ലെങ്കിൽ അവരുടെ ഹദീസുകളൊന്ന് പരിഷ്കരിക്കണം എന്നതാണ് തസ്ലിമ നസ്രീൻ അന്ന് തമാശ രൂപേണ പറഞ്ഞൊരു സംഗതി. നമുക്ക് വളരെ വളരെ ഡിസ്ക്രിമിനേറ്ററി ആണ്. ഒരു സ്ത്രീക്ക് എന്താണ് സാധിക്കുക? നരകത്തിൽ പോകാതെ രക്ഷപ്പെട്ട് സ്വർഗത്തിൽ എത്തിച്ചേർന്നാൽ അവർക്കൊരു ഹൂറിയായി തീരാൻ പറ്റും. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ പോലും അവർക്ക് സ്വന്തമായി കിട്ടുന്നില്ല. അങ്ങനെ ഒരു സങ്കല്പം ഇല്ലാത്തൊരു ലോകമാണ്. ഏതായാലും സ്വർഗത്തിലെ ഒരു സംഗതി അതാണ്. പക്ഷെ ഈ സ്ത്രീകളും
ലൈംഗികതയും അവരാണ് ട്രാൻസ്പെറന്റ് ആണ്. അവർ ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് അവരുടെ അസ്ഥികൾ പോലും കാണാമെന്ന് മറ്റ് ട്രാൻസ്പെറന്റ് ആണ്, വലിയ കണ്ണുകളാണ്. ഇങ്ങനെയൊക്കെ പറയുന്നതോടൊപ്പം തന്നെ അവർക്ക് അപ്രാപ്യമായ മറ്റു ചില സംഗതികൾ, ഈ മരുഭൂമിയിൽ അപ്രാപ്യമായ കുറെ സംഗതികൾ, ശുദ്ധജലം ഒഴുകുന്ന നദി. സ്വർഗത്തെ പറ്റിയുള്ള ഒരു സങ്കല്പം അങ്ങനെയാണ്. ശുദ്ധമായ തണുത്ത വെള്ളം വരുന്ന ഒരു നദി. നോക്കൂ, എന്താണ് നമുക്കിവിടെ ലഭ്യമല്ലാത്തത്? അതെല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ മരിച്ച് ഈ പറയുന്ന രീതിയിലല്ല അനുസരിച്ച് അങ്ങോട്ട് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത് മാത്രമോ, സൈനികർ മദ്യപിക്കുക എന്ന് പറയുന്ന പണ്ട് മുതലുള്ള വലിയ പ്രശ്നമാണ്. മദ്യം അവർക്ക് നിഷേധിക്കുന്നു. എന്നാൽ പേടിക്കണ്ട, അത് അവിടെ മദ്യം ഒഴുകുന്ന പുഴ പോലും ഉണ്ട്. പിന്നെ അക്കാലത്ത് അവർ കരുതിയിരുന്ന, അവരുടെ സമൂഹത്തിൽ ഒരുപക്ഷെ അസ്വീകാര്യമായി തോന്നിയിരുന്ന എല്ലാം, മദ്യം ഉദാഹരണത്തിന് നിഷിദ്ധമായ ഒരു സംഗതിയാണ്. പക്ഷെ മദ്യം സ്വർഗത്തിൽ കിട്ടും, ഇല്ലേ? വിടർന്ന കണ്ണുകളുള്ള സ്ത്രീകൾ, അവരുടെ മാറിടം എങ്ങനെയായിരിക്കും, ഇങ്ങനെയൊക്കെ പറയുന്ന വലിയ പ്രലോഭനപരമായ ഒരുപാട് സംഗതികൾ പറയുമ്പോൾ തന്നെ ഇത് സ്ത്രീകളെ കുറിച്ച് യാതൊന്നും കാര്യത്തിൽ പറയുന്നില്ല എന്നുള്ള സംഗതി. ഇനി മറുവശത്ത് ഞാൻ ഇത് വായിക്കുമ്പോൾ എപ്പോഴും ഇതേക്കുറിച്ചുള്ള എവിടെയുള്ള പരാമർശം കാണുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നത്, സമാന്തരമായിട്ട് സ്കാൻഡിനേവിയയിലുള്ള ഒരു സ്വർഗസങ്കല്പമുണ്ട്. അവിടെ സ്വർഗത്തിന് വലഹല്ല എന്നാണ് പറയുന്നത്. വലഹല്ല എന്ന് പറയുന്നതാണ് സ്വർഗം. അപ്പം അവിടെ സ്വർഗത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് അറിയാം? ഇവിടെ സ്വർഗത്തിൽ നല്ല ചൂടാണ്. നോക്കൂ, സെമറ്റിക് ഏരിയയിലുള്ള ഒരു മതത്തിൽപ്പെട്ടയാൾ മരിച്ചു കഴിഞ്ഞാൽ തണുത്ത കാറ്റ് നിരന്തരമായി വീശുന്ന, തണുത്ത വെള്ളം ഒഴുകുന്ന പിന്നെ മദ്യ ഒഴുകുന്ന പുഴ, ഇതൊക്കെയുള്ള അതിമനോഹരമായ ഒരു പൂന്തോട്ടവും ഒക്കെയുള്ള ഒരു സ്ഥലം. മറിച്ചോ സ്കാൻഡിനേവിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആണ്ടിൽ ഏതാണ്ട് 7-8 മാസക്കാലം മഞ്ഞാണ് അവിടെ, ഇല്ലേ? അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സംഗതി എന്താണ്? തീയും ചൂടുമാണ്. അപ്പം നിരന്തരമായി തീക്കുണ്ഠമുള്ള, അഗ്നിയുടെ ചുറ്റും നമുക്ക് എപ്പോഴും ഇരിക്കാൻ പറ്റുന്ന, എപ്പോഴും ചൂട് കാറ്റങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്ന അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഇവരുടെ സ്വർഗം. നരകമോ? നരകത്തിൽ തണുപ്പാണ്. ഒരാള് മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും ഭീകരമായ അവസ്ഥ എന്താണ്? അവര് നിരന്തരമായി തണുത്തുറഞ്ഞ ഒരു സ്ഥലത്ത് ആണ് കഴിയുന്നത്. അവിടെ ചൂടയില്ല. ഇവിടെയുള്ള ആൾക്കാർക്ക് ഏറ്റവും അസ്വീകാര്യമായി തോന്നുന്ന ഒരു സംഗതി എന്താണ്? തണുപ്പടിച്ച് അവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റുക എന്നുള്ള, അതാണ് ഏറ്റവും സുഖകരമല്ലാത്ത സംഗതി ആയിട്ട് തോന്നുന്നു പല ആൾക്കാർക്ക്. അപ്പം തണുത്തുറഞ്ഞ ഒരു ഭൂമിക്കടിയിലുള്ള ഒരു തണുത്തുറഞ്ഞ ഒരു ലോകത്ത് അവരങ്ങനെ കിടക്കും. പിന്നെ അവർക്ക് രക്ഷപ്പെടാൻ ചില മാർഗങ്ങളൊക്കെ ഉണ്ട്. ഈ പറയുന്ന രീതിയിലുള്ള പ്രാർത്ഥനയൊന്നും ഇവരുടെ വിശ്വാസത്തിൽ അധികം ഇല്ല. ഉണ്ടായിട്ടുള്ള ഒരു സങ്കല്പം ഇതാണ്: യുദ്ധത്തിൽ മരിക്കുന്നവർ ഉറപ്പായിട്ടും ചൂട് കാറ്റടിക്കുന്ന, എപ്പോഴും അവർക്ക് മാംസം ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ സ്വർഗത്തിൽ, അവിടെ ധാരാളം റെയിൻഡിയർമാരുണ്ട്. റെയിൻഡിയർമാരുടെ എല്ലാം മാംസം ഈ അഗ്നിയിൽ ചുട്ടെടുക്കാൻ അവർക്ക് പറ്റും എന്നൊക്കെ പറയുന്ന ഒരു മനോഹരമായ സ്വർഗം. ഈ തണുത്ത സ്വർഗത്തിൽ പോകുന്ന ഒരാൾ യുദ്ധത്തിൽ ഒരാൾ മരിക്കുമ്പോൾ കയ്യിൽ ആയുധമില്ലാതെയാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പിന്നിൽ നിന്ന് ആയുധമേറ്റിട്ടാണ് മരിക്കുന്നതെങ്കിൽ, അത് ഈ എല്ലാം പടയാളികളുടെ വീറ് നിലനിർത്താൻ വേണ്ടി, അവരെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സ്വർഗകഥകളും നരകകഥകളും ഒക്കെ ഉണ്ടായിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. ഈ പടയോട്ടങ്ങളിലെ വിജയമാണ് ഏറ്റവും വലിയ വിജയമായിട്ട് ഇവർ കൊണ്ടാടിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കയ്യിൽ ആയുധമില്ലാതെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാള് പിന്നെ നിരന്തരമായി തണുത്തുറഞ്ഞ ഐസിനകത്ത് കിടക്കും. അതിൽ നിന്നുള്ളൊരു മോചനം കിട്ടണമെങ്കിൽ ആരുമായിട്ട് ഏറ്റുമുട്ടിയപ്പോഴാണോ ഈ പറയുന്ന തരത്തിലുള്ളൊരു മരണമുണ്ടായത്, ആ ആളെ കൊന്ന് അയാളുടെ രക്തം ഇയാളുടെ ശവസംസ്കാരം, ഇയാളുടെ മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വനഹള്ളയിലേക്ക് പോകാൻ പറ്റും, സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും. നിങ്ങൾ വൈക്കിംഗ് എന്ന് പറയുന്ന സീരീസ് നെറ്റ്ഫ്ലിക്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സങ്കല്പം അവര് എത്ര ഗംഭീരമായിട്ടാണ് അതിനകത്ത് ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടത്. ചതിച്ചൊരാൾ കൊല്ലുമ്പോൾ അയാളുടെ കയ്യിലുള്ള ആയുധം അയാൾ എടുക്കാതിരിക്കാൻ വേണ്ടി ആയുധം മാറ്റിയിട്ട് കൊന്നുകളയാണ്. ഒരു ചതി ഒരാളെ കൊല്ലുകയാണ്. അപ്പോൾ അയാളുടെ കയ്യിൽ ആയുധമില്ലാതെ, ആയുധം തട്ടി തെറിപ്പിച്ചിട്ട് ആണ് അയാൾ കിടന്നുറങ്ങുമ്പോൾ ഒന്ന് കുത്തിക്കൊല്ലുകയാണ്. പക്ഷെ ഉറങ്ങുമ്പോഴാകുമ്പോൾ എപ്പോഴെങ്കിലും ത്രെറ്റ് വന്നു കഴിഞ്ഞാൽ ആയുധം എടുക്കാനും ചാടി എണീക്കാനും സജ്ജമായ മട്ടിലാണ് വൈക്കിംഗ് സൈനികർ എപ്പോഴും ഉള്ളത്. അപ്പൊ ആയുധം എടുക്കാൻ പറ്റാതെ ഒരാൾ മരിച്ചു പോകുന്നു. പിന്നെ അയാൾക്ക് കൊന്നയാളെ കണ്ടുപിടിച്ച് അയാളുടെ രക്തം ഇയാളുടെ ശവസംസ്കാരം നടന്ന സ്ഥലത്ത് തളിച്ചു കഴിയുമ്പോഴാണ് ഇയാൾക്ക് പിന്നെ ഈ സ്വർഗത്തിലേക്കല്ല വനഹള്ളയിലേക്ക് പോകാൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം സങ്കല്പങ്ങളുടെയൊക്കെ ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു കഥ പോലും ലോകത്തെങ്ങും തന്നെ ഇല്ല. ഈ കഥകളൊക്കെ ഉണ്ടാകുന്നത് അതാത് സ്ഥലത്തെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിയും അതാത് സ്ഥലത്തെ പൊളിറ്റിക്കൽ നെസസിറ്റീസിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചുമാണ് ഈ കഥകളൊക്കെ രൂപപ്പെട്ടിട്ടുള്ളതെന്ന് കാണാം. നോക്കൂ, വൈക്കിങ്ങുകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിഷ്ഠൂരമായ പടയോട്ടങ്ങൾ. ഒരു പടയോട്ടം എന്ന് പറഞ്ഞാൽ അവർ വള്ളത്തിൽ പോയി ലോകത്തിന്റെ പല ഭാഗങ്ങളും കീഴ്പ്പെടുത്തിയ ആൾക്കാരാണ് വൈക്കിങ്ങുകൾ.
ഇപ്പം ഇന്നത്തെ യൂറോപ്യൻ സംസ്കൃതിയുടെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നത് ബ്രിട്ടീഷ് സംസ്കൃതി വളർത്തിയെടുത്തത് ഡെൻമാർക്കിൽ നിന്നും സ്വീഡനിൽ നിന്നൊക്കെ പോയ വൈക്കിങ്ങുകളാണ്. ഇപ്പൊ ആംഗ്ലോ സാക്സൺ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആൾക്കാരുടെ ഒരു എസെക്സ് എന്ന് പറയുന്ന ഒരു പട്ടണം കേന്ദ്രമാക്കിയിട്ട് ഇന്നത്തെ UK പ്രധാനപ്പെട്ട ഒരു സംസ്കാരം, അവിടുത്തെ ഒരു രാജവംശം തന്നെ വളർന്നു വരുന്നത് എസെക്സ് രാജാവിനെ തോൽപ്പിച്ചുകൊണ്ട് ഈ വൈക്കിങ്ങുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു 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 ഭരണ സംവിധാനത്തിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ ഉള്ളത് ഹിസ്റ്റോറിക്കലി വളരെ പ്രൂവ്ഡാണ്. അതുപോലെ തന്നെ ഫ്രഞ്ച് കോട്ട, അന്ന് ഫ്രാൻസ് ഇല്ല, പാരീസ് കോട്ട കീഴ്പ്പെടുത്തിയിട്ട് വൈക്കിങ്ങുകൾ അവിടെ അവരുടെ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതൊക്കെ തന്നെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈ വിശ്വാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വേഗം തന്നെ പരിണമിക്കുന്നതായിട്ട് കാണാം. ഇതൊക്കെ വന്നിട്ട് 1000 വർഷങ്ങൾക്ക് മുമ്പ് സ്കാൻഡിനേവിയ ക്രിസ്തുമതം എത്തിയിട്ടും ഇപ്പോഴും പോപ്പുലർ മിത്തിലെ സ്വർഗം അവർക്ക് ഈ വനഹള്ള തന്നെയാണ്. ചൂടുള്ള റെയിൻഡിയറിന്റെ മാംസം കുത്തിയ കമ്പ് തീക്കകത്ത് വെച്ച് ചൂടോടുകൂടി കിട്ടുന്ന സ്ഥലമാണ് സ്വർഗം എന്ന് പറയുന്നത്. അതാണ് അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ സുഖമായിട്ട് പല ആൾക്കാരും കരുതുന്നത്. നല്ല ചൂടുള്ള തീയ്, ആ തീയിൽ വേട്ടമൃഗത്തെ ചുട്ടെടുക്കാവുന്ന തീ എപ്പോഴും ലഭ്യമാവുക എന്ന് പറയുന്നൊരവസ്ഥ. ഇതാണ് സ്വർഗനരകങ്ങളുടെ ഒരു വിശ്വാസത്തിന്റെ ഒരു ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. പക്ഷെ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു സംഗതി, ഇത്തരം വിശ്വാസങ്ങളുടെയൊക്കെ അർത്ഥശൂന്യത നമ്മൾ മനസ്സിലാക്കുമ്പോൾ, മിത്തോളജികളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ മിത്തോളജികളെ നമ്മൾ പരിഹസിക്കാതെ തന്നെ നമുക്കതിനെ ആ കാലഘട്ടത്തെ മനസ്സിലാക്കാനോ അന്നത്തെ മനുഷ്യർ ചിന്തിച്ചിരുന്ന രീതികളെ പറ്റി മനസ്സിലാക്കാനോ ഒക്കെ പറ്റും. അപ്പൊ ആ നിലയിൽ നമുക്ക് ഇതിനെ കാണാൻ പറ്റും. എല്ലാത്തിനെയും പരിഹസിക്കുക മാത്രമല്ല, ഇതിനകത്തൊക്കെ തന്നെ ഒരു കാലഘട്ടത്തിലെ മനുഷ്യന്റെ ചിന്താരീതി എന്തായിരുന്നു, അതിന്റെ ഇൻഫ്ലുവൻസ് എന്തായിരുന്നു, അതിന്റെ ഹിസ്റ്റോറിക് ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു എന്നൊക്കെ തന്നെ തിരിച്ചറിയുന്നത് കൗതുകകരമായ ഒരു സംഗതിയാണ്. വിശ്വാസത്തിന്റെ ഒരു കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഭ്രമത്തിൽ നിന്ന് വെളിയിൽ വരുമ്പോൾ ആദ്യകാലത്ത് ആദ്യം തോന്നുന്ന ത്രിൽ എന്ന് പറഞ്ഞ് ഇതിനെയൊക്കെ നമ്മൾ നിരന്തരമായി ട്രോളുക, പരിഹസിക്കുക, അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവോൾവ് ചെയ്തെടുത്ത അടുത്ത ഘട്ടമുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെയൊക്കെ തന്നെ കൗതുകത്തോടെ കാണാൻ, ഇതിന്റെ ചരിത്രപരമായും അതിന്റെ ഇവല്യൂഷനും അതിന്റെ രീതികളും അതിന്റെ എങ്ങനെയാണ് അത്തരം വിശ്വാസങ്ങൾ ഉണ്ടായി വന്നതെന്നൊക്കെ കാണാനുള്ള കുറെ കൂടി ഒരു വ്യത്യസ്തമായ ഒരു സമീപനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന ഒരു അവസ്ഥയുണ്ട്. യുക്തിചിന്തയുടെ രഥവേഗമാണ് തേരാളി ഓൺലൈൻ മാഗസിൻ. ഒട്ടനവധി പുതിയ ലേഖനങ്ങൾ തേരാളി ഓൺലൈൻ മാഗസിനിൽ സ്ഥിരമായി വരുന്നുണ്ട്. തേരാളി ഓൺലൈൻ മാഗസിൻ സന്ദർശിക്കുവാൻ താങ്കളെ ക്ഷണിക്കുന്നു. വെബ് അഡ്രസ് ചുവട്ടിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുമ്പോഴാണ് നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ടും അതിനെ അനലിറ്റിക്കലായിട്ടും ചരിത്രത്തെയും വിശ്വാസത്തെയും മിത്തോളജിയെ തന്നെയും കാണാൻ ശ്രമിക്കുന്നത്. മിത്തോളജിയെ പരിഹസിക്കുക അല്ലെങ്കിൽ അതിനെ കളിയാക്കുക എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്. അതിനുശേഷമാണ് ഇത് വരുന്നത് മിത്തോളജിയെ മനസ്സിലാക്കുക, മിത്തോളജിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്നാണ് തിരിച്ചറിയുക, അത് രൂപപ്പെട്ടു വന്നത് എങ്ങനെയാണ്, ഇത് എന്ത് ഹിസ്റ്റോറിക് സിറ്റുവേഷനാണ് ഈ മിത്തോളജിയുടെ ആദ്യ രൂപമുണ്ടാവുന്നത്, അതെങ്ങനെയാണ് പിന്നീട് പരിണമിച്ചു വരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഭൂതകാലത്തേക്കും നമ്മുടെ ചരിത്രത്തിലേക്കും നമ്മുടെ മിത്തുകളുടെ ഉൽപ്പത്തിയിലേക്കും അത് ചരിത്രവുമായി എങ്ങനെയാണ് കെട്ടിപിണഞ്ഞു കിടക്കുന്നതിലേക്കും ഒക്കെ തന്നെ നമുക്ക് കടന്നു ചെല്ലാൻ പറ്റും. ആ നിലയിലാണ് നമ്മൾ സ്വർഗനരകങ്ങളെ കുറിച്ചുള്ള കഥകൾ കാണേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാന സംഗതി, ഒരു ക്ലാസിക്കലായ ഒരു പഴയ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ സ്വർഗവും നരകവും നമുക്ക് ഈ ഭൂമിയിൽ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. ഈ ജീവിതമേ നമുക്കുള്ളൂ. നമുക്ക് ലഭ്യമായ എല്ലാ വിവരങ്ങളും അനുസരിച്ചിട്ട് ഈ ജീവിതം ഇവിടെ കൊണ്ട് തീരുകയാണ്. ഈ ജീവിതം ആനന്ദകരമാക്കുക എന്നുള്ളതാണ് ഈ ജീവിതം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സംഗതി. അത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് സാധ്യമാവുന്ന സമയത്ത് അത് സന്തോഷകരമായി ആനന്ദകരമായി ആ ജീവിതം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുക. സെലിബ്രേറ്റിംഗ് ദി ലൈഫ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതാണ് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സുഖകരമായ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ എന്താണ് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത്? സംഗീതം കേൾക്കുകയാണെങ്കിൽ സംഗീതം കേൾക്കുക, നൃത്തം ചെയ്യുകയാണെങ്കിൽ നൃത്തം ചെയ്യുക, വായിക്കുകയാണെങ്കിൽ വായിക്കുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക. നമുക്ക് പരസ്പരം സ്നേഹിക്കുകയാണ് ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായി തോന്നുന്നെങ്കിൽ അനന്തമായി സ്നേഹിക്കുക. നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്കും പ്രിയപ്പെട്ട ആൾക്കാർക്ക് സന്തോഷം നൽകുകയാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നമ്മൾ. അതൊക്കെ ജീവിതത്തിന്റെ ഗുണമുള്ള ഒത്തിരി ഭാഗങ്ങളല്ലേ. നമുക്ക് ആനന്ദം കിട്ടുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. ഒരു കുഞ്ഞിന്റെ ചിരി കാണുമ്പോൾ തോന്നുന്ന ആനന്ദം, നല്ലൊരു പ്രകൃതി ദൃശ്യം കാണുമ്പോൾ തോന്നുന്ന ഒരു ആനന്ദം, നല്ല സംഗീതം കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു ആനന്ദം. അപ്പൊ അങ്ങനെ ജീവിതത്തിന്റെ ഓരോ മൊമെന്റും പരമാവധി സന്തോഷകരമായി അതിനെ കൈകാര്യം ചെയ്യാനും, എങ്കിലും പരിമിതികളുണ്ടാവും. എല്ലാ ആനന്ദവും എല്ലാവർക്കും കിട്ടുകയില്ല. എങ്കിലും നമ്മുടെ ലഭ്യമായ സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക് യാതൊരു ദോഷവും ചെയ്യാതെ പരമാവധി ആനന്ദകരമാക്കുകയും
അത് നമ്മുടെ സഹജീവികൾക്കും കൂടി ആനന്ദകരമാക്കാവുന്ന മട്ടിൽ പരമാവധി അതിന് ഷേപ്പിങ്ങും ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എന്താണോ നമുക്ക് ആനന്ദം നൽകുന്നത്, എന്താണോ നമുക്ക് ഒരു സെൻസ് ഓഫ് ഫുൾഫിൽമെന്റ് നൽകുന്നത്, അത് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ദ്രോഹമായി തീരാതെ അത് ചെയ്യാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഈ ജീവിതത്തിലെ സ്വർഗം കണ്ടെത്താനുള്ള മാർഗം എന്ന് പറയുന്നത്. ജീവിതത്തിലെ നരകം കണ്ടെത്താനുള്ള മാർഗം വളരെ എളുപ്പമാണ്. നമ്മൾ അലസരായി പോവുക, നമ്മുടെ ജീവിതത്തെ നമ്മൾ സ്വയം പഴിക്കാൻ തുടങ്ങുക, നമുക്ക് ലഭ്യമായ അവസരങ്ങൾ നമ്മൾ കണ്ടെത്താതെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളെ കുറിച്ച് വിലപിക്കുക, പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് നെടുവീർപ്പിടുക. മറിച്ച് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് മുന്നോട്ട് നോക്കുക, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുക, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് ഒരു ദൈവത്തിന്റെയും സ്വർഗത്തിന്റെയും ഒന്നും സഹായം നമുക്ക് ലഭിക്കുകയില്ല എന്ന തിരിച്ചറിവോടുകൂടി പരസ്പരം സഹകരിച്ചും പരസ്പരം സ്നേഹിച്ചും പരസ്പരം കൈകോർത്ത് പിടിച്ചും പരസ്പരം സന്തോഷത്തോടെ ജീവിതത്തെ ഷെയർ ചെയ്തും അത് പരിപൂർണമായും ആഘോഷിച്ച് സന്തോഷിച്ച് ജീവിതം കൊണ്ടാടുക എന്നുള്ളതാണ് യഥാർത്ഥ സ്വർഗം നമുക്ക് സാധിക്കുന്നത്. നമുക്ക് ലഭ്യമായ എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുക, നമുക്ക് ലഭ്യമായ എല്ലാ കലാ സാങ്കേതിക വിദ്യയും നമുക്ക് ആസ്വദിക്കാവുന്ന രീതിയിൽ ആസ്വദിക്കുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, ആരോഗ്യത്തിനനുസരിച്ച് ആരോഗ്യം അനുശാസിക്കുന്ന വിധത്തിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ലിവ് വെൻ യു ക്യാൻ ഈറ്റ് എന്ന് പറയുന്ന പോലെ അല്ല, അത് വേണം. കഴിക്കാൻ പറ്റുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റണം. അതേസമയം തന്നെ ആരോഗ്യം കൂടി നോക്കുക. ഒരു ലോങ് ടേം ആയിട്ട് പരമാവധി ലൈഫ് എക്സ്പെക്ടൻസി കൂട്ടിയെടുക്കുന്നതിന് ക്വാളിറ്റി ലൈഫ് കിട്ടാൻ നമുക്ക് സാധിക്കുക. അതിനുവേണ്ടി പരമാവധി മെഡിക്കൽ സയൻസ് നമുക്ക് നൽകുന്ന ശാസ്ത്രീയ വിവരങ്ങളെ ആധാരമാക്കി ജീവിതത്തെ ക്രമീകരിക്കുക. ഒപ്പം തന്നെ നമ്മുടെ ജീവിതം ദുഃഖിച്ചിരിക്കാനുള്ളതല്ല, ഉള്ള ജീവിതം സന്തോഷത്തോടെ അത് സന്തോഷം പങ്കിട്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളതാണ്. സെലിബ്രേറ്റ് ദിസ് മോമെന്റ്, ദി നെക്സ്റ്റ് മോമെന്റ് ആൻഡ് ഹോൾ ലൈഫ്. അതാണ് യഥാർത്ഥ സ്വർഗം. അത് ഇവിടെ ഈ ഭൂമുഖത്ത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്, നമ്മുടെ ജീവിതകാലത്ത് തന്നെയാണ്. മരിച്ചതിന് ശേഷമുള്ള സ്വർഗങ്ങളെക്കാൾ കൂടുതൽ, അതിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെക്കാൾ ഒക്കെ പ്രധാനം ഈ ജീവിതം ഇവിടെ ആനന്ദകരമായി കൊണ്ടാടുക എന്നുള്ളത് തന്നെയാണ്. താങ്ക് യു വെരി മച്ച്. മലയാള പുസ്തക പ്രസാധന രംഗത്ത് യുക്തിചിന്തയുടെ പ്രകാശം വിതറിയ എത്തിസ്റ്റ് ബുക്ക് ക്ലബിന്റെ ഓൺലൈൻ എഡിഷനിൽ ഇപ്പോൾ പുതിയ അംഗത്വം നൽകുന്നുണ്ട്. മാസം തോറും ഓരോ പുതിയ പുസ്തകം വായിക്കാൻ അവസരമൊരുക്കുന്ന ഓൺലൈൻ എത്തിസ്റ്റ് ബുക്ക് ക്ലബിന്റെ ബേസിക് അംഗത്വം സൗജന്യമാണ്. അംഗത്വത്തിനായി തേരാളി ഓൺലൈൻ മാഗസിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ് അഡ്രസ് ചുവട്ടിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ പറ്റി. കുറച്ച് ഭാഗത്ത് ഞാൻ കേട്ടില്ല, തുടക്കത്തിൽ ഒരുവിധം ഒരു ഹാഫ് ആൻ അവർ കേട്ടായിരുന്നു. അപ്പം ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള വേർഷൻസ് കേൾക്കാൻ പറ്റി. പല രാജ്യങ്ങളുടെയും പല വിഭാഗങ്ങളുടെയും പല രീതിയിലുള്ള തർക്ക സങ്കല്പങ്ങൾ. ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. നമുക്ക് മറ്റുള്ള ആൾക്കാരിലോട്ട് പോവാം. അപ്പൊ നൗഫൽ, വളരെ നല്ലൊരു ടോപ്പിക്, കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി. സനൽ, ഹിന്ദു കൺസെപ്റ്റ് കൂടി ഒന്ന് പറയാൻ പറ്റുമോ? അത് അറിയാത്തതുകൊണ്ടാണ്. അത് പറയാം. ഞാൻ പറഞ്ഞു വന്നപ്പോ ഇപ്പൊ സമയപരിധിക്കകത്തോണ്ട് അതിലേക്ക് വിശദമായി പോകാതെ ഹിന്ദു മതത്തിലെ മരണത്തിന് ശേഷമുള്ള സങ്കല്പങ്ങളെ കുറിച്ച് നമ്മൾ വേറൊരു ദിവസം സംസാരിക്കാൻ ഞാൻ കരുതിയത്. ഹിന്ദു മതം മാത്രമല്ല, ഓറിയന്റൽ വിശ്വാസത്തിനകത്തുള്ളത് പ്രധാനമായിട്ട് ചോദിച്ച സ്ഥിതിക്കും അത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടും അത് പരാമർശിക്കാതെ കടന്നു പോകാൻ വയ്യ. ഹിന്ദുമതത്തിനകത്ത് രണ്ട് സങ്കല്പങ്ങളാണുള്ളത്. അത് വളരെ വിശദമായ ഒരു ചർച്ച ആവശ്യമായ വിഷയമായതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ കൂടുതലായിട്ട് എടുക്കാതിരുന്നത്. ഹിന്ദുമതത്തിലെ അടിസ്ഥാന സങ്കല്പത്തിൽ സ്വർഗം നരകം എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾ കാണുന്നേയില്ല. ഉദാഹരണത്തിന് വേദകാലഘട്ടത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള ഒരു സെമറ്റിക് സങ്കല്പങ്ങളുമായി താരതമ്യപ്പെടുത്താവുന്ന ഒരു സ്വർഗവും നരകവും നമ്മൾ അതിനകത്ത് കാണുന്നില്ല. മറിച്ച് അവിടെ ശത്രുക്കളെ കീഴ്പ്പെടുത്താൻ ദേവന്മാരുടെ സഹായം അഭ്യർത്ഥിക്കുന്ന ഹിംസ് ആൻഡ് പ്രേയേഴ്സ് ഉണ്ട്. അതിനകത്ത് ഈ പറയുന്ന തരത്തിലുള്ള ഒരു സ്വർഗവും നരകവും ഒന്നും അതിനകത്ത് കാണുന്നില്ല. രണ്ട് ലോകം, അസുരന്മാരുടെ ലോകം, ദേവന്മാരുടെ ലോകം എന്ന് പറഞ്ഞൊരു സങ്കല്പം അതിനകത്തുള്ളത്. പിന്നീട് കാണുന്ന ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, അത് ഏതാണ്ട് 1-ാം നൂറ്റാണ്ടിന് തൊട്ടു മുമ്പുള്ള ഒരു കാലഘട്ടം മുതൽ പലയിടത്തും സൂചിപ്പിക്കുന്ന ഒരു സംഗതി പുനർജന്മത്തെ കുറിച്ചുള്ള വിശ്വാസമാണ്. അത് വേദങ്ങൾക്കകത്ത് കാണുന്നില്ല. മരണത്തിന് ശേഷം എന്ത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വ്യത്യസ്തമായ ഒരാശയം, പ്രപഞ്ചത്തിലേക്ക് ലയിച്ചു ചേരുന്ന ഒരു മനുഷ്യനെ കുറിച്ചുള്ള സങ്കല്പത്തിന് വ്യത്യസ്തമായിട്ട് പുനർജന്മം എന്ന് പറയുന്ന ഒരു ആശയം കടന്നു വരുന്നുണ്ട്. ഉപനിഷത്തുകളിലൊക്കെ അതിന് പല സൂചനകളുണ്ട്, പുരാണങ്ങളിലൊക്കെ കാണുന്നുണ്ട് അതിനകത്ത്.
അതാണ് ഞാൻ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് പറയാനൊരു കാരണം. അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട സൂചകം അലക്സാണ്ടറുടെ ആക്രമണത്തിന് മുമ്പായിട്ട് പുനർജന്മവുമായി ബന്ധിപ്പിക്കുന്ന ഒരു സംഗതിയും നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിനകത്തില്ല. ഒരു സൂചകം വേണേ പറയാം ഇല്ലേ? ഋഗ്വേദത്തിനകത്ത് ദശമസ്കന്ധത്തിൽ ഒരു ഭാഗത്തിൽ ഒരു വാചകം ആണ് കഷ്ടിച്ച് പറയാവുന്ന ഒരു സംഗതി ഉള്ളത്. ഈ ദശമസ്കന്ധം, അതായത് 10ാമത്തെ അധ്യായം സ്കന്ധം എന്ന് പറയുന്നത് പ്രക്ഷിപ്തമാണെന്നും പിന്നീട് കൂട്ടിച്ചേർത്താണെന്നും ഒക്കെ പറയുന്ന വാദമുഖം അതേപ്പറ്റി ദയാനന്ദ സരസ്വതിയെ പോലത്തെ വലിയ വേദിക് സ്കോളേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം ദശമസ്കന്ധത്തിനകത്ത് ഈ മനുഷ്യമേധം, നരമേധം എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങളൊക്കെ വരുന്നുണ്ട്. അത് വേദങ്ങളിലെ ഒരു പ്രാക് സംസ്കൃതിയുടെ ഭാഗമായിട്ട് നരമേധം നടന്നിട്ടുണ്ടായാൻ വഴിയില്ല എന്നുള്ള അനുമാനത്തിൽ നിന്നാണ് വരുന്നത്. ദശമസ്കന്ധത്തിൽ അത് പറയുന്നുണ്ട്. അത് പിൽക്കാലത്ത് വന്നതാകാം. അതിനകത്ത് ഒരു ചെറിയ സൂചന ഒഴിച്ച് മറ്റെവിടെയും ഈ പറയുന്ന പുനർജന്മ സങ്കല്പമില്ല. അതുകൊണ്ട് തന്നെ അലക്സാണ്ടർ ഇൻവേഷന് ശേഷമായിരിക്കണം ഇത് വന്നത്. ഹെലനോയിക് കൾച്ചറിന്റെ അവിടെ അലക്സാണ്ടർ പുനർജന്മത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അരിസ്റ്റോട്ടിലാണ് ഈ ആശയത്തിന്റെ പ്രോത്ഘാടകൻ. അരിസ്റ്റോട്ടിലായിരുന്നു അലക്സാണ്ടറുടെ പേഴ്സണൽ ടീച്ചർ. അവിടെ നിന്നാണ് ഈ ആശയം വരുന്നത്. അതാണ് ഒരു ഇത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വിശദമായി പോകേണ്ടതാണെന്ന് പറയുന്നത്. അതേസമയം തന്നെ ഈ ഭഗവത്ഗീതയ്ക്കകത്ത് ഒരു ഭാഗത്ത് ഭഗവത്ഗീതയുടെ കാലഘട്ടം എന്ന് പറയുന്നത് മതപരമായ അംശങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കലി എടുത്തു കഴിഞ്ഞാൽ 2ാം നൂറ്റാണ്ടെന്നൊക്കെ പറയുന്ന ഒരു പീരീഡിലാണ് ഭഗവത്ഗീത ജയക്കകത്ത് അല്ലെങ്കിൽ പിന്നെ മഹാഭാരതത്തിൽ കടന്നു വരുന്നതെങ്കിൽ ആ കാലഘട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 2 സങ്കല്പവും വരുന്നുണ്ട്. ഒരു പുനർജന്മ സങ്കല്പവും വരുന്നുണ്ട്, സ്വർഗസങ്കല്പവും വരുന്നുണ്ട്. ഒരു ഭാഗത്ത് കൃഷ്ണൻ അർജുനോട് പറയുന്നത് എങ്ങനെയാണ്? നീ യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞാൽ അത് നിന്റെ ഒരു വസ്ത്രം മാറുന്നത് പോലെ മാത്രമാണ്. നീ ഒരു ജീവനിൽ നിന്ന് മറ്റൊരു ജീവനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മരണം അത്ര പ്രശ്നമായ സംഗതിയല്ല. അതാണ് ഒന്നാമത്തെ സംഗതി. അവിടെ ഒരു പുനർജന്മ വിശ്വാസത്തിന്റെ കൃത്യമായ ഒരു ആശയം അതിനകത്ത് കാണാം. ഇനി മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അത് വ്യത്യസ്തമായ പല ആശയങ്ങളും ഭഗവത്ഗീതയ്ക്കകത്തുണ്ട്. അതിനകത്ത് പറയുന്ന ഒരു ഭാഗം, യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് രാജ്യം കിട്ടും, മരിച്ചാലോ നിനക്ക് വീരസ്വർഗം കിട്ടും. അപ്പൊ സ്വർഗം എന്ന് പറയുന്ന ഒരു ആശയം അവിടെ ഭാഗികമായിട്ട് കടന്നു വരുന്നുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഈ അലക്സാണ്ടറുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. എല്ലാ സംസ്കാരത്തിലും അതിന്റെ ഇൻഫ്ലുവൻസ് കാണാൻ പറ്റുന്നുണ്ട്. അവർ ചെന്നിട്ടുള്ള എല്ലാ സ്ഥലത്തും അത് ഡയറക്റ്റ് ആയിട്ട് അവരൊരു മതപ്രചരണം നടത്തുകയല്ല. അവർ അംബാസഡേഴ്സിനെയും അവരുടെ ടീച്ചേഴ്സിനെയും ഒക്കെ വിട്ടിട്ടാണ് പോകുന്നത്. ഇന്ത്യയിൽ പോലും അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ അത് അവരുടെ ആശയങ്ങൾ നമ്മുടെ വിശ്വാസങ്ങളുമായി ധാരാളമായി അതിലേക്ക് സന്നിവേശിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു പഠനം പറയുന്നത് സ്കന്ദൻ എന്ന് പറയുന്ന നമുക്കൊരു ദൈവമുണ്ട് അല്ലേ? സുബ്രഹ്മണ്യത്തെ സ്കന്ദൻ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആയുധം എന്ന് പറയുന്ന ഒരു തൃശൂലമാണ്. ഈ തൃശൂലം എന്ന് പറയുന്നത് അലക്സാണ്ടറുടെ കൊടിക്കൂറയിലെ പ്രധാനപ്പെട്ട അവരുടെ ഒരു ആയുധമായിട്ട് അവർ കാണിച്ചിരുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് തന്നെ ഈ സ്കന്ദൻ എന്നതിന്റെ അർത്ഥം തന്നെ ചക്രവർത്തി, സമ്രാട്ട് എന്നൊക്കെ തന്നെയാണ്. അപ്പൊ അത് സുബ്രഹ്മണ്യത്തിന്റെ ഒരു പര്യായമായിട്ട് ഈ സ്കന്ദൻ എന്ന വാക്ക് വരുന്നത് അലക്സാണ്ടർ തന്നെയാണ് സുബ്രഹ്മണ്യനായിട്ട് നമ്മൾ എല്ലാത്തിനെയും സ്വാംശീകരിക്കുന്ന സ്വഭാവത്തിൽ വന്നത് എന്ന് പറയുന്ന ഒരു വിശ്വാസമുണ്ട്. ഏതായാലും ഈ സ്വർഗവിശ്വാസവും പുനർജന്മ വിശ്വാസവും ഭാഗികമായിട്ട് ഭഗവത്ഗീത സൂചിപ്പിക്കുന്നു. പക്ഷെ വിശദാംശങ്ങളില്ല. എന്നാൽ പുരാണങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പലതരം നരകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒട്ടേറെ തരത്തിലുള്ള നരകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് അവിടെ നിരന്തരമായി പുഴുക്കൾ മാത്രമുള്ള നരകമുണ്ട്, അഗ്നി മാത്രമുള്ള നരകമുണ്ട്, നിരന്തരമായി പീഡിപ്പിക്കുന്ന നരകമുണ്ട്, അമേധ്യം നിറഞ്ഞു കിടക്കുന്ന നരകമുണ്ട്. ഇതെല്ലാം തന്നെ ബ്രഹ്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. ബ്രാഹ്മണരെ അനുസരിക്കാതിരുന്നാൽ അല്ലെങ്കിൽ അവരെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ, അവർ പറയുന്നതിനനുസരിച്ച് പോയില്ലെങ്കിൽ, ചാതുർവർണ്ണ്യത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ശിക്ഷയുടെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന നരകങ്ങളൊക്കെ തന്നെ പറയുന്നത്. അല്ലെങ്കിൽ ശൂദ്രൻ ബ്രാഹ്മണ സ്ത്രീയെ പ്രാപിച്ചാൽ അവന് കിട്ടുന്ന നരകം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരുപാട് സംഗതികൾ പിൽക്കാല രചനകളിൽ കാണുന്നുണ്ട്. ആദ്യകാല വൈദിക സാഹിത്യത്തിലോ നമ്മുടെ ഇതിഹാസങ്ങളിലോ ഒന്നും തന്നെ ഇത് വരുന്നില്ല. മഹാഭാരതത്തിൽ ഒരു ഭാഗികമായിട്ട് ഒരു അവസരത്തിൽ ഇവര് ഈ വാനപ്രസ്ഥം കഴിഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത്? സ്വർഗത്തിലേക്ക് പോകുന്നു. ആ സ്വർഗം എന്താണ്? അതിനെക്കുറിച്ചൊന്നും വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമല്ല. മരിച്ചവർ പാർക്കുന്ന ഒരിടം എന്നതിനപ്പുറത്തുള്ളൊരു സങ്കല്പം, ഹൈന്ദവ സങ്കല്പം എന്ന് പറഞ്ഞ ഒരു ഏകദാനമായ ഒരു സങ്കല്പം തന്നെ ഇല്ലല്ലോ. അപ്പോൾ ഈ പലതരത്തിലുള്ള പീഡകമായ നരകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് പുരാണങ്ങൾക്കകത്ത്. പലതരത്തിലുള്ള മരിച്ചതിന് ശേഷം എത്തിച്ചേരാവുന്ന സ്ഥലങ്ങളിൽ അവിടെ മരിച്ചവരെയൊക്കെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളെ പറ്റിയുള്ള സൂചനകളുണ്ട്. ഇതെല്ലാം പഴയ സംസ്കൃതിയും പോലെ ഉണ്ട്. ഈ പറയുന്ന രീതിയിൽ ഒരു കൃത്യമായ പ്രതിഫലം എന്ന നിലയിൽ ലഭിക്കുന്ന ഒരു സ്വർഗം, അതല്ലെങ്കിൽ അനുസരിക്കാതിരുന്നതിന് കിട്ടുന്ന നിതാന്തമായ പീഡനം എന്ന് പറയുന്ന ഒരു നരകത്തെക്കുറിച്ച് ആദ്യകാല രചനകളിലൊന്നുമില്ല. പിൽക്കാല രചനകളിലുണ്ട്. നരകത്തെക്കുറിച്ച് പ്രത്യേകിച്ചുണ്ട്. അത് ബ്രാഹ്മണനെ അനുസരിക്കാതിരുന്നാൽ, ബ്രാഹ്മണന്റെ ഭാര്യയുടെ കൂടെ ശയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ
കൃത്യമായ നിയമങ്ങൾ, ചാതുർവർണ്ണയത്തിന്റെ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള നിയമങ്ങളാണ്. ഇത് കൂടുതൽ പ്രബലമായി വരുന്നത് ഒരു 2-3 നൂറ്റാണ്ടുകൾക്ക് ശേഷം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ സങ്കല്പത്തിലുള്ള സെമിറ്റിക് സങ്കല്പത്തിലോ അല്ലെങ്കിൽ മറ്റു ലോകത്തിലെ പ്രദേശങ്ങളിലുള്ള സങ്കല്പങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സ്വർഗനരക സങ്കല്പങ്ങളാണ് ഈ 2 ട്രഡീഷൻസിലും, അതായത് വൈദിക മതത്തിലും സനാതന ധർമ്മം എന്ന് വിളിക്കുന്ന അതിന്റെ ഉപവിഭാഗത്തിലും, അതല്ലെങ്കിൽ ശ്രമണിക മതങ്ങളിലും. ശ്രമണിക മതം എന്ന് പറഞ്ഞാൽ 3 മതങ്ങൾ അല്ലെ, പിന്നെ ബുദ്ധമതം, ജൈനമതം, പിൽക്കാലത്ത് അന്യം നിന്നുപോയ ആജീവിക മതം. അവർക്ക് വ്യത്യസ്തമായ സങ്കല്പമാണ്. അവിടെ വരെ മോക്ഷപ്രാപ്തി എന്ന് പറയുന്ന വേറൊരു സങ്കല്പത്തിലേക്കാണ് വരുന്നത്. അവിടെ ഒന്നും ഈ സ്വർഗവും നരകവും പ്രബലമായ ഒരു വിശ്വാസമല്ല. ഞാനത് അതിലേക്ക് കടന്നു വരാതിരുന്നത് അത് വളരെയേറെ ദീർഘമായ ഒരു ചർച്ച ആവശ്യമായി വരും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അത് നമുക്ക് വേറെ ദിവസം തന്നെ ചർച്ച ചെയ്യാം. ഈ ഭാരതീയ സങ്കല്പത്തിലെ മരണാനന്തര ജീവിതം നമുക്ക് ചർച്ചയിൽ എടുക്കാതെ, എങ്കിലും അത് ചോദിച്ചുകൊണ്ടും അത് വിട്ടുകളയാതെ പറയേണ്ടതായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. ശ്രീ സനൽ ഇടമറുകിന്റെ വെബ്സൈറ്റ് താങ്കൾ സന്ദർശിച്ചിട്ടുണ്ടോ? സനൽ ഇടമറുകിന്റെ പുതിയ ബ്ലോഗുകളും വീഡിയോകളുടെ ലിങ്കുകളുമൊക്കെ sanalidamaruk.com എന്ന വെബ്സൈറ്റിൽ കിട്ടുന്നതായിരിക്കും. ചെറിയാനിലോട്ട് പോവാം. ചെറിയാൻ അതെ, സനൽ പറഞ്ഞപ്പോഴും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ പറയണോ പോയോ സംശയമുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് നിലവിലുള്ള മതങ്ങൾ വെച്ച് നോക്കുമ്പോഴേ ഉള്ള ഈ സെമിറ്റിക് മതങ്ങളില് ഉത്ഭവമായിട്ടുള്ള യഹൂദ മതത്തിലെ ഉള്ള പ്രധാനപ്പെട്ട ഒരു വിശ്വാസം എന്റെ അറിവിൽപ്പെട്ടത്തോളം ഒരു സ്വർഗവും നരകവും അവർക്കില്ല. അവർക്കുള്ളായിരുന്ന ഒരു ഓഫർ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ഓഫറാണല്ലോ ഇതെല്ലാം. ഇപ്പം ഈ ഓഫറില് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഓഫർ എന്ന് വെച്ചാൽ കനാൻ ദേശത്ത് എത്തുക. അതായത് നേരത്തെ ഉണ്ടായിരുന്ന എബ്രഹാമിന്റെ സ്ഥലമായ ദമാസ്ക് ഉള്ള നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് അവിടെ അത്ര ഫലഭൂഷ്ടമല്ലാതെ ഒരു കാലാവസ്ഥ ഉണ്ടായി കാണുമായിരിക്കും. അത് കഴിഞ്ഞ് ഇതിലൊക്കെ വളരെ പാലും ഒഴുകുന്ന ഈ ഭൂമിയിൽ തന്നെയുള്ള കനാൻ ദേശത്ത് എത്തുക എന്നുള്ള ഓഫർ, ആ ഓഫർ അത് ലഭിക്കുക എന്നുള്ളതായിരുന്നു തോന്നുന്നു ഈ അന്നത്തെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അതിന്റെ ഈ പഴയ നിയമത്തിലെ സ്വർഗം നരകം എന്നൊന്നും ഇല്ല. പക്ഷെ ആളുകൾ മരിച്ചു കഴിയുമ്പോൾ ഷെയ്ലെന്നും കൊണ്ട് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകുമെന്നും അവര് പിന്നെ അവിടെ പ്രത്യേകിച്ച് മരണശേഷമുള്ള വിജയങ്ങളൊന്നുമില്ല. അപ്പം വ്യക്തിപരമായിട്ടുള്ള വിജയമല്ല, അവിടെ രാജ്യത്തിന്റെ ഒരു സമൂഹത്തിന്റെ ഒരു ഗോത്രവർഗത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്വർഗം എന്ന് പറയുന്നത് ഈ കനാൻ ദേശത്ത് എത്തുക എന്നുള്ള ഒരു സങ്കല്പമായിരുന്നു തോന്നുന്നു. പക്ഷേ പിന്നെ വന്നിട്ട് ഈ സ്വർഗത്തിന്റെ ആവശ്യം വന്ന എന്താന്ന് ചോദിച്ചാൽ ക്രൈസ്റ്റിന്റെ കാലത്ത് വന്നപ്പോഴത്തേക്ക് വലിയ ഈ റോമൻ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഇവിടെ തന്നെ ഒരു നരകം പോലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പുതിയ രാജാവ് വന്ന് നമ്മളെ രക്ഷപ്പെടുത്തും എന്നുള്ള ഒരു ഓഫർ ആണ് പിന്നെ വന്നത്. പിന്നെ യേശു ക്രിസ്തു അതിനെ രക്ഷകനായിട്ട് കണ്ട് അത് ക്രിസ്ത്യാനിറ്റി ആയിട്ട് മാറി. അപ്പൊ യേശു ക്രിസ്തു രക്ഷപ്പെടുത്താൻ ഒത്തില്ല, യഹൂദന്മാരെ രക്ഷപ്പെടുത്താൻ ഒത്തില്ല, പക്ഷെങ്കിൽ വീണ്ടും വരുമെന്ന് ഉള്ള ഒരു ചിന്ത ഇങ്ങനെ നിൽക്കുകയും അങ്ങനെ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഈ 3-ാം നൂറ്റാണ്ട് വരെ വീണ്ടും വരുമെന്ന് എല്ലാവരും പറഞ്ഞ് ഇരുന്നെങ്കിലും വരാനൊക്കാതിരുന്നപ്പോഴത്തേക്ക് ഒരു സൊല്യൂഷൻ ഇല്ലാതായി. അപ്പൊ ആ സൊല്യൂഷൻ പിന്നെ പെട്ടെന്ന് അതിന്റെ ഒരു ഇന്ററിം സൊല്യൂഷൻ ആയിട്ട് വീണ്ടും വന്നേക്കാം, പക്ഷേ 2000 വർഷമായിട്ട് വന്നില്ല. അപ്പൊ 300 വർഷമായപ്പോഴത്തേക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ വയ്യാതായപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ സ്വർഗത്തിൽ ഇപ്പൊ തൽക്കാലം സ്വർഗത്തിലേക്കും നരകത്തിലേക്കുള്ള രീതിയിലോട്ട് ആക്കി എടുത്തിട്ട് പിന്നെ ഉടനെ സ്വർഗത്തിൽ പോകത്തില്ല, ഇടയ്ക്ക് ഒരു സ്ഥലമുണ്ടെന്നും അവരെ അവിടെ തള്ളിവിടാനായിട്ട് ഇടനിലക്കാരിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ വിടണമെന്നും ഒക്കെയുള്ള സങ്കല്പങ്ങള് ഇവിടെ ഡെവലപ്പ് ചെയ്തത് ഒരു പക്ഷേ ഈ സ്വർഗ നരകത്തിൽ ക്രിസ്ത്യാനിറ്റി വന്നത് ഒരു 100-ാം ആണ്ട് ആണെന്നുള്ള ഒരു അതിനോട് യോജിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടല്ല പറഞ്ഞത്. ഇപ്പൊ ഈ നമുക്ക് എറ്റേണൽ ആയിട്ട് ഒരു ലൈഫ് മരണശേഷം ഉണ്ട് എന്നുള്ളൊരു ആശയം അത് ഗ്രീക്ക് സംസ്കൃതിക്ക് മുമ്പായിട്ട് എവിടെയും നമ്മൾ കാണുന്നില്ല. ആ ആശയം തന്നെയാണ് പിന്നീട് ഈ ജുദായിക് റിലിജിയന്റെ തന്നെ ഒരു ഫോർമുലേഷൻ എന്ന് പറഞ്ഞൊരു പീരീഡ് ഉണ്ടല്ലോ. ജുദായിക് റിലിജിയനെ അതിന്റെ ആസ്ഥാനം തന്നെ തകർത്ത് കളയുന്ന ഒരു സാഹചര്യം കഴിഞ്ഞിട്ട് ജുദായിക് റിലിജിയന്റെ ഒരു ഫണ്ടമെന്റൽ ആയിട്ട് ഒരു വിശ്വാസം തന്നെ അല്ല ഉള്ളത് അതിനകത്ത്. അതേസമയം തന്നെ ഈ പറയുന്ന എറ്റേണൽ ലൈഫ് എന്ന് പറയുന്ന ഒരു ആശയം ഈ ജുദായിക് സ്ട്രക്ചറിൽ വരുന്നുണ്ട്. അതിനകത്ത് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഒരു നിത്യമായ ജീവിതം കിട്ടുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. അതേസമയം തന്നെ തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ, അതായത് 10 കൽപ്പനകൾ അനുസരിക്കാതെ പോകുന്ന ആൾക്കാരെ ശിക്ഷിക്കുക എന്ന് പറയുന്ന അതിന് ഓരോന്നിനും ശിക്ഷ വെച്ചിട്ടുണ്ട്. ഇത് തന്നെ പിൽക്കാലത്ത് ക്രിസ്ത്യൻ തിയോളജിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവർ തന്നെ നേരിട്ട് സ്വർഗമല്ല, പാരഡൈസിൽ എത്തുന്നതിന് മുമ്പായിട്ട് അവർക്ക് പർഗേറ്ററി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്.
അവിടെ ചെറിയ കുറ്റങ്ങളൊക്കെ ചെയ്തവർക്ക് അവിടെ ചെന്നിട്ട് അവിടെ വെച്ച് പരിഷ്കരിച്ചിട്ട് ഒരു ചെറിയ ശിക്ഷ കൊടുത്തിട്ട് അങ്ങോട്ട് വിടും എന്നൊക്കെ പറയുന്നത് പഴയ പിന്നെ മെസപ്പൊത്തേമിയൻ ഈജിപ്ഷ്യൻ സങ്കല്പങ്ങളിലെ ദൈവങ്ങള് അന്നത്തെ അവരുടെ മരണശേഷം ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ ശിക്ഷ കഴിഞ്ഞിട്ട് അവരെ വീണ്ടും അവരെ എലിവേറ്റ് ചെയ്യും എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇത് തിയോളജിയൻസ് ആണ് ഇതിനെ ഒരുപാട് ഇന്റർപ്രറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയത്. യഹൂദ സങ്കല്പത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള ക്രിസ്ത്യൻ സങ്കല്പത്തിലുള്ള സ്വർഗവും നരകവും അല്ല അവർക്കുള്ളത്. അവർക്ക് പക്ഷെ എറ്റേണൽ ലൈഫ് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്, ശിക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ആ ശിക്ഷ കഴിഞ്ഞിട്ട് അവരെ എലിവേറ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകും എന്ന് പറയുന്ന ഒരു വിശ്വാസവും വളരെ പ്രബലമായിട്ടുണ്ട്. ഈ പറയുന്ന ഒരു ക്രിസ്ത്യൻ സങ്കല്പത്തിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമാണ് ജുദായിക് സങ്കല്പം. അത് വളരെ ശരിയാണ് താങ്കൾ പറഞ്ഞത്. ശ്രീകുമാർ സർ, താങ്ക് യു സർ. പറയൂ. വളരെ നല്ലതാണ്. ഞാനിതൊരു വേറൊരു രീതിയിലാണ് സാർ ഇത് കാണുന്നത്. അതായത് നമ്മുടെ മനുഷ്യരെന്ന് കഥ പറയാനും കഥ കേൾക്കാനും തുടങ്ങി ആ സമയം മുതലാണ് ഈ നരകവും സ്വർഗമൊക്കെ ഇത്രയധികം ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെയൊക്കെ ചെറുപ്പകാലം നോക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗത്തെക്കാൾ ഉപരി നരകമാണ് നമ്മളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അത് ഭീകരമായിരുന്നു. രാത്രിയുടെ സ്വപ്നങ്ങൾ കണ്ടിട്ട് നരക സ്വപ്നം കണ്ട് എഴുന്നേറ്റ ചരിത്രമൊക്കെ നിൽക്കുന്നത്. അപ്പൊ അത് ഒരു ഭാഗം. പക്ഷെ ഈ മൂന്ന് മതങ്ങളും പൗരോഹിത്യം കൂടുതൽ വരുമ്പോഴാണ് ഇത് കൂടുതൽ എന്താ പറയാ, അതിന്റെ അധീശത്വം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ഹിന്ദു ഇതില് നമുക്ക് കാണാം, അച്ഛനും നമ്മുടെ പിതൃത്വത്തെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ സാറ് പറഞ്ഞ പോലെ ക്രിസ്തു മതത്തിലാണ് പർഗേറ്ററി. അവര് ഓരോ സ്ഥിതി ചെയ്യുമ്പോഴും ഇത്ര പോയിന്റുകൾ വെച്ചിട്ട് അല്ലെ, അങ്ങനെയല്ലേ അതിന് പോയിന്റുകൾ വെച്ചിട്ട് അത് നമ്മുടെ മരിച്ചുപോയ ആത്മാക്കൾക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി ചെയ്യുന്നു. അതേപോലെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കബറ് വലുതാക്കാൻ വേണ്ടി മുസ്ലിം ഇതിലുണ്ട്. ചെറിയ വലിയ കബറിൽ വെച്ചാൽ അത് ചെയ്യില്ല, ചെറിയ കബറിൽ വെച്ചിട്ട് വലുതാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഇതൊരു എന്താ പറയാ, ഒരു ഈ നരകത്ത് നമ്മുടെ ഈ കഥകളെ കൊണ്ട് നമ്മൾ ഒരു പൗരോഹിത്യം നമ്മുടെ മേലെ ഏൽപ്പിക്കുന്ന ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ക്വസ്റ്റ്യൻ സാർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സാറ് പറഞ്ഞ ആ പർഗേറ്ററി ഒരു കാലത്ത് പിന്നെ പിൽക്കാലത്ത് നന്നായി വന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് പർഗേറ്ററിക്ക് വേണ്ടി ക്ലാസുകൾ വെക്കാറുണ്ടായിരുന്നു എന്നും പിന്നെ അവരാണ് ക്രമേണ വലിയ യൂണിവേഴ്സിറ്റികളായിട്ട് പരിണമിച്ചതെന്ന് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. ചില ആദ്യത്തെ ആക്ടേഴ്സ് ആയിരുന്നു ആദ്യത്തെ ടീച്ചേഴ്സും സ്കോളേഴ്സും ഒക്കെ. ഈ പർഗേറ്ററി ആൾക്കാരെ പഠിപ്പിക്കാൻ വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്തതാണ് പിൽക്കാലത്ത് യൂണിവേഴ്സിറ്റീസ് ആയിട്ട് മാറിയേ കൊണ്ടുവരുമെന്ന് ഞാനൊരു വായിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. ഒന്ന് പറയൂ. ഈ പാസ്റ്റേഴ്സ് എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടാവുന്നത് ബാപ്റ്റിസ്റ്റ് പ്രസ്ഥാനം ആരംഭിച്ചതിന് ശേഷം മാത്രമാണ്. ഈ ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നത് പാസ്റ്റേഴ്സ് അല്ല. ഇത് വളരെ ലേറ്റ് ആയിട്ട് ഐഡിയാണ് ഈ പാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ആശയം. മറ്റത് പിന്നെ റോമൻ സഭ ഉണ്ടാകുന്നത് 4-ാം നൂറ്റാണ്ടിൽ ഉണ്ടാകുന്ന സമയം മുതൽ അവർക്കുണ്ടായിരുന്ന ഒരു പൗരോഹിത്യ ശ്രേണി തന്നെയാണ്. അത് പുരോഹിതന്മാർ തന്നെയാണ് അവർക്കുള്ളത്. ആ പുരോഹിതന്മാർ പലതരത്തിൽ അത് കാലാകാലങ്ങളിൽ ഇന്റർപ്രറ്റ് ചെയ്താണ് പോകുന്നത്. ഓരോ സമയത്തുള്ള പൊളിറ്റിക്കൽ നെസസിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുകയും റീഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യില്ലേ. ഇപ്പോഴത്തെ പോപ്പാണെങ്കിൽ അദ്ദേഹം പറയുന്നു നാസ്തികർക്കും സ്വർഗത്തിൽ പോകാൻ കുഴപ്പമൊന്നുമില്ല. ഒരാള് പിന്നെ ഹോമോസെക്ഷൽ ആണെങ്കിലും ബൈബിൾ പറയുന്ന അവർക്ക് ദൈവം അവരെ പണ്ട് ശിക്ഷിച്ചിട്ടുണ്ടെങ്കിലും അവരും ദൈവത്തിന്റെ സ്നേഹത്തിന് വെളിയിലല്ല എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്. ഇന്നത്തെ കാലത്തുള്ള ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പുകളൊക്കെ അത് വളരെ സജീവമായിട്ട് കൊണ്ടുവരുമ്പോൾ അവരതിനനുസരിച്ച് അവരുടെ വിശ്വാസം ട്യൂണപ്പ് ചെയ്യുകയാണ്. ഈ പറയുന്ന ട്യൂണിങ് അപ്പ് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തായിട്ട് കൃത്യമായി തന്നെ ഈ പറയുന്ന നരകസങ്കല്പം ഉണ്ടാകുന്നത് റോമൻ സാമ്രാജ്യം ഡെവലപ്പ് ചെയ്യുന്ന കാലത്ത്, ക്രിസ്തു മതം ഉണ്ടാകുന്നതിന് മുമ്പ് ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു 3-4 നൂറ്റാണ്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് നഗരത്തിന് വെളിയിലുള്ള അഗ്നികുണ്ഠം, ആ ചപ്പുചവറുകൾ കത്തിക്കുന്ന അഗ്നികുണ്ഠവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന നരകസങ്കല്പം വളർന്നു വരുന്നത്. അതാണ് ഞാൻ ഈ മീറ്റിംഗിൽ ആദ്യം വ്യക്തമായി തന്നെ പറഞ്ഞത്. അതിനു മുമ്പ് ക്രിസ്തുമതമില്ല. ക്രിസ്തു ജനിച്ചു എന്ന് പറയുന്ന കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഈ പറയുന്ന നഗരത്തിന് വെളിയിലുള്ള തീക്കുണ്ടങ്ങളും നരകസങ്കല്പവും അതിന് ഹെൽ എന്നുള്ള പേരും ഒക്കെ തന്നെ അന്ന് തന്നെ ഉണ്ടായിരുന്നു. അത് പിന്നീട് ക്രിസ്തുമതം അബ്സോർബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് എല്ലാ കാലഘട്ടത്തിലും ഇത് സ്വർഗം എന്ന് പറയുന്നത് ഒരു വലിയ റിലീഫായിട്ടാണ് ഇവർ കൊടുക്കുന്നത്. എങ്ങനെ കൊടുക്കുന്നത്? നരകം എന്ന് പറയുന്ന ഒരു ഭയങ്കര ഭീകരമായ ഒരു സംഗതി കൊടുക്കുക. നിങ്ങൾക്ക് ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല, പക്ഷെ ഈ നരകത്തിൽ പോകാതിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ റിലീഫായിട്ട് മറ്റു മതങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നത്. എറ്റേണൽ ലൈഫ് ഓഫർ ചെയ്യുന്ന ജുദായിസം പോലും നരകത്തിൽ ഭയങ്കരമായ പനിഷ്മെന്റ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരുള്ളൂ. അപ്പൊ ഈ പനിഷ്മെന്റുകളൊന്നും ഇല്ലാത്ത ഒരു നരകം ആണ് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സംഗതി. അവിടെയാണ് ഒരു വലിയ ഓഫർ കൊടുക്കുന്നത്
ഈ ഇസ്ലാം. അവിടെ ഒരുപാട് നിങ്ങൾക്ക് ഇന്ന് ഈ ഭൂമുഖത്ത് നിങ്ങൾക്ക് എന്തൊക്കെ നിഷേധിച്ചിട്ടുണ്ടോ, എന്തൊക്കെ നിങ്ങൾക്ക് ഞാൻ സൈനിക നേതാവ് എന്നുള്ള നിലയിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ, അത് മുഴുവൻ അവിടെ നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്ന ഒരു പ്രലോഭനപരമായ ഒരു സ്വർഗം കടന്നു വരുന്നത് പൊളിറ്റിക്കൽ കാൽക്കുലേഷന്റെ ഭാഗമായിട്ടാണ് ഇസ്ലാമിക സ്വർഗം കടന്നു വരുന്നത്. പക്ഷെ ഈ പറയുന്ന പിതൃക്കളെ പറ്റിയുള്ള സങ്കല്പം ഇത് കഥ പറയാൻ തുടങ്ങുന്നതിന് മുമ്പാണോ വന്നത്? ഇന്നും ആഫ്രിക്കയിലെ പ്രധാന മതം എന്താണ്? ആൻസെസ്ട്രൽ റിലിജിയൻ ആണ്, അല്ലെ? പിതൃക്കളെ കുറിച്ചുള്ള സങ്കല്പം എല്ലാ ജനസമൂഹങ്ങളിലും ഉണ്ട്. കാരണം സ്വപ്നങ്ങൾ അവർക്ക് മനസ്സിലാകുന്നില്ല. മരിച്ചുപോയവരൊക്കെ സ്വപ്നത്തിൽ കടന്നു വരുന്നു. അതാവണം ഒരുപക്ഷെ പിതൃക്കളെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ അവർ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ വളർന്നു വരാനുള്ള കാരണം എന്നാണ് ഇതിന്റെ എല്ലാ ആധുനിക മനഃശാസ്ത്രജ്ഞന്മാരും പറയുന്നത്. അപ്പൊ അത്തരം വിശ്വാസങ്ങളാണ് ആദിമമായി മനുഷ്യ സമൂഹത്തിൽ എക്കാലത്തും ഉണ്ടായിരുന്നു. അവരെ തൃപ്തിപ്പെടുത്തുക, അവര് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാണെന്ന് കരുതുക എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വിശ്വാസങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അതിപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ, അല്ലെ? പ്രേതങ്ങളായിട്ട് വരുന്ന പിതൃക്കൾ, അവർക്ക് ശാന്തി കിട്ടണം എന്ന് പറയുന്നത്. ഇതൊന്നും തന്നെ മെയിൻ സ്ട്രീം ഫെയ്ത്തിന്റെ പാർട്ടായിട്ട് ഇല്ലെങ്കിലും എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരും ഈ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഈ പറയുന്ന ഒരു തോട്ടിന്റെ സ്ട്രീമിന്റെ ഇൻഫ്ലുവൻസ് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. കഥ പറയാൻ തുടങ്ങിയ കാലത്താണോ ഇതൊക്കെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റോമൻ സാമ്രാജ്യം നരകസങ്കല്പം വികസിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അങ്ങനെ ഒരു നരക സമ്പ്രദായമേ ഇല്ല. എറ്റേണൽ പനിഷ്മെന്റ് കിട്ടുന്ന ഒരു സംഗതി അതിന് മുമ്പ് എവിടെയുമില്ല. ഈജിപ്ഷ്യൻ മിത്തോളജി എടുത്താലോ അതല്ലെങ്കിൽ മെസപ്പൊട്ടേമിയൻ ഇതെടുത്താലോ ഇവിടെയൊന്നും തന്നെ നമ്മൾ ഈ പറയുന്ന അതിഭീകരമായ പനിഷ്മെന്റ് കൊണ്ട് നമ്മൾ എറ്റേണൽ ലൈഫും അതിന് എറ്റേണൽ മിസറി എന്ന് പറയുന്ന ഒരു സങ്കല്പം ഈ റോമൻ സാമ്രാജ്യത്തെ അതിക്രൂരമായ പീഡനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എവിടെയും കാണുന്നില്ല. മനുഷ്യൻ കഥ പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി, അല്ലേ? മനുഷ്യന്റെ ആരംഭകാലം മുതൽ തന്നെ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടായിരുന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മുടെ ഗുഹാചിത്രങ്ങളിലൊക്കെ തന്നെ അത് കാണുന്നുണ്ട്. നമ്മൾ അന്നും ഈ ആൻസെസ്ട്രൽ ബിലീഫ് ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം, നമുക്ക് എവിഡൻസസ് നമ്മുടെ മുന്നിലില്ല. പക്ഷെ നോൺ ഹിസ്റ്ററിയിൽ നമുക്ക് ഇപ്പൊ മെസപ്പൊട്ടേമിയൻ ബിലീഫോ അല്ലെങ്കിൽ അസീറിയൻ ബിലീഫോ ഒക്കെ തന്നെ നമുക്ക് ലിഖിതമായ രേഖകൾ നമ്മുടെ മുന്നിലുണ്ട്. ബാബിലോണിയൻ ബിലീഫിനെ കുറിച്ചുണ്ട് ലിഖിതമായ രേഖകളുണ്ട്. അത് റോമൻ ബിലീഫിനെ കുറിച്ചുണ്ട് കൃത്യമായ രേഖകളുണ്ട്. അതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഈ റോം നഗരവുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് വന്ന നരകസങ്കല്പത്തിൽ നിന്നാണ് ഈ എറ്റേണൽ ഹെൽഫയർ എന്ന് പറയുന്ന ആശയം വന്നത് എന്നാണ്. എല്ലാം ഭാഗികമായി സത്യമാണെങ്കിലും ഈ പറയുന്ന സ്പെസിഫിക് തോട്ട് ഒരുപക്ഷെ അവിടെ തന്നെ ആയിരിക്കണം വന്നത് എന്നാണ് ഇന്നത്തെ നിലയിൽ നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത്. താങ്ക് യു. ഹലോ, എന്റെ ലാംഗ്വേജ് മലയാളം അല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും പ്രൊണൗൺസിയേഷനിലെ ഒരു കുഴപ്പമില്ല. ഞാൻ ഹിന്ദു ഫാമിലിയിലെ കുടുംബത്തിൽപ്പെട്ടാണ്. ബട്ട് പേഴ്സണലി ഐ എം എത്തിസ്റ്റ്. So my question is about ഇതാണ് എന്താ ആഫ്റ്റർ ലൈഫ് ഇത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് കൊണ്ട് അതിനെ പിന്നെ എന്തെങ്കിലും റിസർച്ച് ആയിട്ടുണ്ടോ? അത് ആഫ്റ്റർ ലൈഫ് ബിക്കോസ് ഓഫ് നിയർ ഡെത്ത് എക്സ്പീരിയൻസസ് കൊണ്ട് റിസർച്ച് ചെയ്തുകൊണ്ട് എന്തെങ്കിലും വേൾഡ് വൈഡ്, ലൈക്ക് നോട്ട് ഇന്ത്യയിൽ മാത്രമല്ല, യൂറോപ്പിലോ പിന്നെ ഡെവലപ്ഡ് കൺട്രീസിലോ എന്തെങ്കിലും റിസർച്ച് ചെയ്തിട്ടുണ്ടോ? അതിന് എന്തെങ്കിലും ലൈക്ക് എവിഡൻസോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അത് ഈസ് ഇറ്റ് എനിത്തിങ് നിയർ ടു ലൈക്ക് ടെമ്പറൽ ലോബ് എപ്പിലെപ്സി ഓർ സംതിങ് റിലേറ്റഡ് ടു ദാറ്റ് എന്തെങ്കിലും റിസർച്ച് ചെയ്തിട്ടുണ്ടോ? നമുക്ക് അതൊരു പ്രത്യേകമായി തന്നെ ഒരു ദിവസം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒട്ടേറെ ആൾക്കാർ അനുഭവിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷേ അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് പല ആൾക്കാരും പറയുന്നുണ്ട്. പല ആൾക്കാർക്കും അവരുടെ വിശ്വാസത്തിനോട് ഒത്തുനിൽക്കുന്ന തരത്തിലുള്ള നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ രസം. ഉദാഹരണത്തിന് ഒരു ക്രിസ്ത്യാനിയുടെ നിയർ ഡെത്ത് എക്സ്പീരിയൻസിനകത്ത് അത് മരണവക്ത്രത്തിലേക്ക് എത്തി നിന്നിട്ട് നമ്മൾ മരിക്കാതെ തിരിച്ചു വരുമ്പോൾ നമ്മുടെ മസ്തിഷ്കം ഉണ്ടാക്കുന്ന മായിക ഭ്രമങ്ങളാണല്ലോ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആയിട്ട് തിരിച്ചറിഞ്ഞിട്ട് വളരെ കൃത്യമായ ഒരുപാട് സയന്റിഫിക് സ്റ്റഡീസ് അതിനെക്കുറിച്ച് നടന്നിട്ടുണ്ട്. എല്ലാത്തിനകത്തും കാണിക്കുന്ന ഒരു സംഗതി, അതിന്റെ കാരണം തന്നെ പറയുന്നത് നമ്മുടെ ബ്രെയിനിലേക്ക് ഓക്സിജൻ സപ്ലൈ കുറഞ്ഞു വരുന്ന ഒരു സമയത്ത് നമ്മുടെ മസ്തിഷ്കമാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളെയും എല്ലാ ഭാഗത്തും നമുക്ക് ഓക്സിജൻ നഷ്ടപ്പെടുന്ന ഒരു സമയം ഉണ്ടാകുമ്പോൾ ശരീരം എല്ലാ പോസിബിൾ ആയിട്ടുള്ള ഓക്സിജൻ നമ്മുടെ മസ്തിഷ്കത്തിലേക്കാണ് കൊടുക്കുന്നത്. ദറ്റ്സ് എ ബിഗ് ഫ്ലോ ഓഫ് ഓക്സിജൻ. ഈ ഓക്സിജന്റെ അഭാവം ഉണ്ടാകുമ്പോൾ ഒരുപാട് ഹലൂസിനേഷൻസ് ഉണ്ടാകും. ഈ ഹലൂസിനേഷൻസിന്റെ സാധ്യതകൾ എങ്ങനെയാണ്? നമ്മുടെ വിശ്വാസവുമായി നമ്മുടെ മനസ്സിൽ അടിയുറച്ചിട്ടുള്ള ധാരണകളുമായി ബന്ധപ്പെട്ട് മാത്രമേ അത് വരികയുള്ളൂ. നമ്മുടെ ഇമാജിനേഷൻ മുഴുവൻ രൂപപ്പെട്ടു വരുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത്, നമ്മൾ കേട്ടിട്ടുള്ളത്, നമ്മുടെ പിന്നെ കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുള്ള ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. നമ്മുടെ ഈ മസ്തിഷ്കത്തിൽ രൂപപ്പെട്ടു പോയിട്ടുള്ള കുറെ ധാരണകളാണ്.
ബന്ധപ്പെട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്ത്യാനിയുടെ നിയർ ഡെത്ത് എക്സ്പീരിയൻസിനകത്ത് മാലാഖമാർ വരുന്നതും കൈപിടിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നതും ഒക്കെയായ അവരുടെ കഥയ്ക്കകത്തതില്ല. മാലാഖമാർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നതായിട്ടൊന്നും കഥയ്ക്കകത്തില്ല. അത് ക്രിസ്ത്യൻ പോപ്പുലർ മിത്തിനകത്തേ ഉള്ളൂ. കഥയ്ക്കകത്തുള്ളത് എങ്ങനെയാണ്? ഒറിജിനൽ സ്റ്റോറിക്കകത്ത് ഇവരെ അന്തിമ വിധിയുടെ നാളിലെ ഒരു വൃത്തി നിൽക്കുള്ളൂ. എങ്കിലും പോപ്പുലർ മിത്തിനകത്ത് പറയുന്നത് എങ്ങനെയാണ്? മാലാഖമാർ വന്ന് കൈപിടിച്ചുകൊണ്ട് നേരെ ഇപ്പം അങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ളതാണല്ലോ ഒരു എന്താ പറയുന്നത്, ഒരു ഫോക്ക് ക്രിസ്ത്യൻ ബിലീഫ് എന്ന് പറയുന്നത്. അതിനൊക്കെ അനുസരിച്ചാണ് പല ആൾക്കാരും കാണുന്നത്. മാലാഖമാർ വരുന്നു, കൈപിടിച്ചുകൊണ്ട് വരുന്നു, അങ്ങനെയൊക്കെയാണ്. ഞാൻ ഡൽഹിയിലെ ടെലിവിഷൻ ചാനലിൽ ഒരുപാട് പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് പറയുന്ന ഹിന്ദുക്കളായ കുറെ പേരുണ്ട്. അതിൽ ചില ആൾക്കാർ, ഒരു പോലീസുകാരൻ, വളരെ പ്രസിദ്ധമായ ഒരു കേസാണ്. അങ്ങേരുടെ കഥയൊക്കെ ഇയാൻ സ്റ്റീവൻസിനൊക്കെ എടുത്ത് അമേരിക്കയിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങേര് പറയുന്നത് അങ്ങേര് അവിടെ പോകുമ്പോൾ യമരാജനെ കണ്ടു എന്നാണ്. മരിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നു യമരാജനെ കണ്ടു, സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ഒരു തർക്കമൊക്കെ ഉണ്ടായിട്ട് ചില കാര്യങ്ങൾ തീർക്കാനുള്ളതുകൊണ്ട് പുള്ളി തിരിച്ചു പോരാൻ അനുവദിച്ചു എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. അയാൾ വളരെ കൃത്യമായി, വളരെ വിശദമായി ഈ പറയുന്ന എക്സ്പീരിയൻസ് പറയുന്നത്. അദ്ദേഹം ഈ അബോധാവസ്ഥയിൽ കഴിഞ്ഞ കുറെ നാളുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഉണ്ടായ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പുള്ളി പറയുന്നത്. ഒട്ടേറെ ടെലിവിഷൻ ചാനലൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ പുള്ളിയെ നേരിട്ട് ഈ സംഭാഷണത്തെ ഞാൻ കൊല്ലാതെ കോർണർ ചെയ്തിട്ടുണ്ട്. വേറൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞാൽ അത് പൂർണ്ണവും. നമുക്ക് ഒരു ദിവസം പ്രത്യേകമായി തന്നെ ചർച്ചയ്ക്ക് എടുക്കാം. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഉള്ള ചില ധാരണകൾക്ക് അനുസൃതമായിട്ട് നമ്മുടെ ഹലൂസിനേഷൻസ്, വളരെ ബ്രില്യൻറ്റ് ഹലൂസിനേഷൻസ് ഉണ്ടാവും ആ സമയത്ത്. എസ്പെഷ്യലി ഈ ഓക്സിജൻ സപ്ലൈ കുറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. അപ്പം അത് നമ്മുടെ വിശ്വാസത്തിന് അനുഗുണമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഡൽഹിയിലെ ഞാൻ കഥകളി സെന്ററിന്റെ പ്രസിഡന്റ് ആയിരുന്നു കുറേയേറെ കാലം. അപ്പൊ അന്നോട് വലിയൊരു കഥകളി പ്രേമി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തൊട്ട് മുമ്പായിട്ട് കഥകളി സെന്ററിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന പൊതുവാൾ എന്ന് പറയുന്ന ഒരാളുണ്ട്. പൊതുവാള് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെ ട്രേഡ് യൂണിയന്റെ നേതാവായിരുന്നു ദീർഘകാലം. പ്രകാശ് കാരറ്റിന്റെ ഒക്കെ വലിയ അടുത്ത സുഹൃത്തായിരുന്നു. അപ്പം ഈ പൊതുവാള് എൻ്റെ ഒരു വളരെ എന്താ പറയുന്ന ഒരു പിതൃതുല്യനായ ഒരു സുഹൃത്താണ് എന്ന് വേണമെങ്കിൽ പറയാം. കഥകളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടൊക്കെയുണ്ട്. പൊതുവാള് പറയുന്ന ഒരു കഥ, അദ്ദേഹം പറഞ്ഞൊരു കഥ, അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് ഉണ്ടായി. 40 ദിവസം പുള്ളി കോമയിലായിരുന്നു. വെന്റിലേറ്ററിലാണ് 40 ദിവസം കഴിഞ്ഞത്. അപ്പൊ മരിച്ചു പോകുന്ന എല്ലാവരും കരുതി. പക്ഷേ ഈ 40 ദിവസം കഴിഞ്ഞ് പുള്ളി ജീവനിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഓർക്കാൻ തന്നെ കാരണം, ആ വൈകുന്നേരം പുള്ളി എന്നോട് ഈ പറയുന്ന കഥ പറയുന്ന വൈകുന്നേരമാണ് എൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നത്. കഥകളി സെന്ററിൽ അന്ന് എൻ്റെ ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ട്. ഞാനും എൻ്റെ അച്ഛനും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് പൊതുവാളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ പൊതുവാള് അന്ന് ആശുപത്രിയിൽ നിന്ന് കുറെ നാൾ കൂടി വന്നിട്ട് ഈ മീറ്റിംഗിൽ വരികയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കഥ ഒട്ടേറെ ആൾക്കാർ കൂടെ ഉള്ളവർ കേട്ടിട്ടുള്ളൊരു കഥയാണ്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് കേട്ടോ. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് യമലോകത്താണ് പോകുന്നത്. യമലോകത്ത് പോയി അദ്ദേഹത്തിന് ആ എക്സ്പീരിയൻസ് കൃത്യമായിട്ട് അറിയാം. ഒരു വലിയ ടണലിനകത്തോടെയൊക്കെ തന്നെയാണ് പുള്ളി പോകുന്നത്. അവിടെ ചെന്നപ്പോ ഈ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോയത് ഒരു പോത്തിന്റെ പുറത്തുമായിട്ടാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. യമകിങ്കരനാണ് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നപ്പോൾ വലിയൊരു കമാനം ഉണ്ടായിരുന്നു. അത് സ്വർണ്ണാങ്കിതമായിരുന്നു. അത് യമരാജന്റെ ആൾക്കാർ വന്നിട്ട് തുറന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുന്നു. അവിടെ രത്നം പതിപ്പിച്ച കെട്ടിടങ്ങളാണ് മുഴുവനുള്ളത്. സ്വർണം കൊണ്ട് അതിർവരമ്പുകളുണ്ട്, റോഡുകളാണുള്ളത്. അതിമനോഹരമായ സ്ഥലമാണ്. അപ്പൊ ഈ സ്വർഗത്തെക്കുറിച്ചുള്ള പുള്ളിയുടെ വിവരണങ്ങൾക്കകത്തൊക്കെ ഈ വളരെ പ്രിഡോമിനന്റ് ആയിട്ടുള്ള വലിയ നെറേറ്റീവ് ആയിട്ടുള്ള കഥ, ഇത് വളരെ വിശ്വസനീയമായിട്ടുള്ള പുള്ളി ഇതെല്ലാം അനുഭവിച്ച് പുള്ളി അത് കഴിഞ്ഞിട്ട് പുള്ളി അവിടെ നിന്ന് തിരിച്ചു വരികയാണ് ചെയ്യുന്നത് ജീവിതത്തിലേക്ക്. ഈ സമയത്ത് പുള്ളി കോമയിലായിരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ പുള്ളി സ്വർഗത്തിൽ പോയിരുന്നു. നിയർ ഡെത്ത് എക്സ്പീരിയൻസിൽ ഒരു പടിയും കൂടി കടന്നാ പറയുന്നത്. ഇത് അദ്ദേഹം നുണ പറയല്ല, അദ്ദേഹം അനുഭവിച്ചായിരിക്കും, അദ്ദേഹത്തിന് ഫീൽ ചെയ്തായിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചൊരു ചോദ്യം, ഈ ദ്വാരപാലകന്മാര് കരിയായിരുന്നു പിന്നെ ചോപ്പുതാടിയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് കഥകളിയിൽ ഒരു ടെർമിനോളജിയാണ്. അതായത് കഥകളിയിൽ ഓരോ കഥാപാത്രത്തിനും ഒരു വേഷമുണ്ട്. പച്ച, കത്തി, ചോപ്പുതാടി, കരി എന്നൊക്കെ പറയുന്ന പലതരം ഇതുണ്ട്. ക്ലാസിഫൈ ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ ദ്വാരപാലകന്മാർ മിക്കവാറും യമകിങ്കരന്മാരാകുമ്പോൾ കഥകളിക്കകത്ത് വരുമ്പോൾ അവര് കരിയായിരിക്കും അവരുടെ വേഷം. അപ്പൊ ഞാൻ കരിയാണോ അത് ചോപ്പുതാടിയാണോ? ചോപ്പുതാടി എന്ന് പറഞ്ഞാൽ ഒരു ദുഷ്ട കഥാപാത്രങ്ങൾക്ക്, ദുശാസനൊക്കെ ചോപ്പുതാടിയാണ്. അപ്പം അത് കരിയാണോ ചോപ്പുതാടിയായിരുന്നോ ഈ അവിടുത്തെ കിങ്കരന്മാർക്ക് ഉണ്ടായിരുന്നു അവരുടെ വേഷം എന്ന് ചോദിച്ചു. ഇദ്ദേഹത്തിന് ഈ കഥകളിയുടെ ഫ്രെയിമിലല്ലേ പുള്ളിക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അത്രയേറെ കഥകളിയുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരു മനുഷ്യനാണ്. ഡൽഹിയിലെ ഇന്റർനാഷണൽ കഥകളി സെന്ററിന് ഒരു 3-4 നിലയുള്ള ഒരു വലിയ കെട്ടിടമുണ്ട്. അതൊക്കെ നോർവേയിൽ നിന്നൊക്കെ വലിയ ഡൊണേഷൻസ് ഒക്കെ വാങ്ങിച്ച് അതൊക്കെ കെട്ടിപ്പടുത്ത ഒരു മനുഷ്യനാണ്. കഥകളിയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. പെട്ടെന്ന് അതെന്ത് ചോദ്യമാണ്, കരി തന്നെയാണെന്നാണ് പുള്ളി മറുപടി അപ്പൊ തന്നെ. കാരണം പുള്ളിയുടെ ഇമാജിനേഷനിൽ ഈ കഥാപാത്രങ്ങളും ഒക്കെ തന്നെ കഥകളിയിലെ വേഷവുമായിട്ടല്ലാതെ പുള്ളി കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, യമനോ എന്ന് ചോദിച്ചു. യമൻ അത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, അത് കത്തിയായിരുന്നു എന്നാണ് പുള്ളി പറഞ്ഞത്. കത്തി എന്ന് പറഞ്ഞാൽ കഥകളിയിലെ വീരകഥാപാത്രം. രാവണൻ കത്തിയാണ്. കത്തി എന്ന് പറഞ്ഞാൽ കഥകളിയിലെ വീരന്മാരായ രാജാക്കന്മാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു രൂപമാണ്. അല്ലെങ്കിൽ വളരെ നോബിൾ ക്യാരക്ടേഴ്സിന് പച്ച എന്ന് പറയും. ഇപ്പൊ രാവണൻ
കരിയല്ലായിരുന്നു, രാവണൻ ഒരു കത്തിവേഷക്കാരനായിരുന്നു എന്നാണ് പുള്ളി പറഞ്ഞ മറുപടി. ഞങ്ങൾ എല്ലാവരും ചിരിച്ചു. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിലെ ഈ ഭാവന കടന്നു വരുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂഢമൂലമായിട്ടുള്ള ഇമേജറി തന്നെയാണ് അദ്ദേഹം കാണുന്നത്. നിയർ ഡെത്ത് എക്സ്പീരിയൻസിനകത്തും എല്ലാവരും തന്നെ കാണുന്നത് ഇതുപോലെ തന്നെയാണ്. ഇന്ത്യയിൽ ഒരാൾ നിയർ ഡെത്ത് എക്സ്പീരിയൻസിൽ കാണുന്നത് യമകിങ്കരൻ വരുന്നതും കയറുമായിട്ട് വരുന്നതുമായിട്ടാണെങ്കിൽ, മറിച്ച് യൂറോപ്പിൽ ക്രിസ്തുമത പശ്ചാത്തലത്തിൽ വരുന്ന ആൾക്കാർ ഏഞ്ചൽസ് വരുന്നതായിട്ടായിരിക്കും കാണുന്നത്. അതേ ഉള്ളൂ വ്യത്യാസം. അത് നമുക്ക് ഒരു ദിവസം ചർച്ചയ്ക്ക് തന്നെ എടുക്കാം. അത് എങ്ങനെയാണ്, ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളതിനെ പറ്റി കൃത്യമായ സയന്റിഫിക് സ്റ്റഡീസ് ഒരുപാടുണ്ട്. നമുക്കത് ഒരു ദിവസം തന്നെ വിശദമായ ചർച്ചയ്ക്ക് എടുക്കാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. അടുത്തത് സംസാരിക്കും. എനിക്ക് പറയാനുള്ള വലിയൊരു സന്ദേഹം കൂടിയാണെന്ന് സാർ. അപ്പൊ ഈ സ്വർഗനരക ചിന്തകൾ വരുന്നതിന്റെ അടിസ്ഥാനപരമായ കാര്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണം എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ ഒരു ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞാൽ മുമ്പോട്ട് ചെല്ലുമ്പോൾ ഏജ് ഇതിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവന് ഈ മരണഭയം എന്ന് പറയുന്നതുണ്ടാവും. ഈ മതങ്ങളെ സംബന്ധിച്ചിടത്തോളം മതങ്ങളെ ഈ മരണത്തെ മാറ്റി കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ മരണഭയത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സ്വർഗനരക സങ്കല്പങ്ങളെ കോർത്തിണക്കാൻ, അതിപ്പം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നന്മയും തിന്നാൽ മതത്തിന്റെ നിയമങ്ങൾക്കുള്ളിൽ നിന്നുള്ള നന്മയും തിന്മയും ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് മരണശേഷവും ഇങ്ങനെയൊരു അവസ്ഥയുണ്ട് എന്നുള്ളത് ഒരു പാസിഫൈ ചെയ്യുന്ന, അതായത് മരണഭയത്തിൽ നിന്ന് അവനെ പാസിഫൈ ചെയ്യാനുള്ള ഒരു തന്ത്രം കൂടിയല്ലേ സ്വർഗനരകങ്ങൾ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഓക്കെ, ബൈ. താങ്ക് യു. ആ ചോദ്യം അടങ്ങിയിരിക്കുന്നത് ഈ മതങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ ദോഷമായിട്ടൊന്നും ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതല്ല. അവർക്കൊരു നല്ല ഉദ്ദേശം ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നിരിക്കാം എന്ന് പറയുന്ന നമ്മുടെ ഒരു ചിന്തയുടെ ഭാഗമാണ്. പക്ഷെ മതങ്ങളല്ല ശരിക്കും പറഞ്ഞാൽ ഈ സ്വർഗനരകങ്ങൾ കൊണ്ടുവന്നത്, ചക്രവർത്തിമാരാണ് കൊണ്ടുവന്നത്. അത് പിന്നീട് മതങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഭരണ സൗകര്യത്തിന് വേണ്ടി, ജനങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി, ചക്രവർത്തിയുടെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർ, ചക്രവർത്തിയും മതവും, ചക്രവർത്തി തന്നെ ദൈവമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് വരുന്നത്. റോമൻ ചക്രവർത്തിമാർ ദൈവം തന്നെയായിരുന്നു. അപ്പൊ അവരാണ് ഇത് കൊണ്ടുവരുന്നത്. ഈ പറയുന്ന തരത്തിലുള്ള വലിയ എറ്റേണൽ പനിഷ്മെന്റ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവരുന്നവരാണ്. അപ്പൊ അതിന്റെ ഒരു കാരണം അവരുടെ പൊളിറ്റിക്കൽ യൂസേജിന് വേണ്ടി മാത്രമാണ് ഇതിനെങ്ങനെ ആശയം കൊണ്ടുവരുന്നത്. പക്ഷെ അത് നമ്മുടെ മനസ്സിൽ രൂഢമൂലമായി കഴിഞ്ഞാൽ ഈ പറയുന്ന തരത്തിൽ നമ്മൾ നരകത്തെ അതിജീവിക്കും. പിന്നീട് പൗരോഹിത്യം ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ, ഇന്നത്തെ നിലയിൽ ഒരു പൗരോഹിത്യം ഡെവലപ്പ് ചെയ്യുന്നത് ഒരു 4-ാം നൂറ്റാണ്ടിന് ശേഷമല്ലേ. ഈ 4-ാം നൂറ്റാണ്ടിന് ശേഷം പൗരോഹിത്യം അതിന്റെ ഒരു പ്രൊഫഷണൽ സ്ട്രക്ചേഴ്സിലൂടെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. ഏതാണ്ട് ലോകത്തിലെ എല്ലാ വശത്തും അങ്ങനെ തന്നെയാണ് കാണുന്നത്. കാലഘട്ടത്തിൽ ഇത് കൺവീനിയന്റ് ആയിട്ട് മതങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം വിശ്വാസത്തിനകത്ത് മുമ്പ് ചക്രവർത്തിമാർ അവരുടെ ഭരണത്തിന്റെ നിലനിർത്തുന്നതിന് വേണ്ടിയും ഭരണത്തിന്റെ ഫ്രെയിമിനകത്ത് ആൾക്കാരെ നിർത്തുന്നതിന് വേണ്ടി ഈ കഥകൾ ഉപയോഗിച്ചെങ്കിൽ മതം അത് ഉപയോഗിക്കാൻ തുടങ്ങി. അത് അവരുടെ പരിധിക്കുള്ളിൽ നിർത്താനും അവർ ശരിയെന്ന് കരുതുന്ന കാര്യങ്ങളിൽ നിങ്ങളെ ഉറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അത് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ടല്ല, അവരുടെ കൺവീനിയൻസിന് വേണ്ടിയാണ് അവർ ചെയ്തത്. മറിച്ച് ഇന്നത്തെ യൂറോപ്പിൽ, ഞാനിപ്പോ ഫിൻലൻഡിലെ കഥ തന്നെ പറയാം. ഫിൻലൻഡിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഒരു മതവിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണ്. ഞാൻ ഫിൻലൻഡിൽ വന്നത് 2012-ലാണ്. ഞാൻ ആദ്യത്തെ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു മതവിശ്വാസിയാണ് അല്ലെങ്കിൽ ദൈവവിശ്വാസിയാണെന്ന് പറയുന്ന ഒരാളെ ആദ്യമായിട്ട് ഞാൻ കണ്ടെത്തിയത്. അതാണ് ഇവിടുത്തെ ഒരു പൊതുസ്ഥിതി. ഇവിടെ വാർദ്ധക്യത്തിൽ വളരെ വൈകിട്ട് ആണ് ആൾക്കാർ മരിക്കുന്നത്. പൊതുവെ തന്നെ ലൈഫ് എക്സ്പെക്ടൻസി വളരെ കൂടിയ രാജ്യങ്ങളിലൊന്നാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. ഇവിടെ മരണത്തോട് ആൾക്കാർ അടുക്കുമ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള നമ്മുടെ നാട്ടിൽ ഒരാൾ വാർദ്ധക്യത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രായമുള്ള സ്ത്രീകൾ പുരുഷന്മാരൊക്കെ അറിയാലോ, അവരൊക്കെ തന്നെ ജപം തുടങ്ങും, പ്രാർത്ഥന തുടങ്ങും, നാരായണ വിളി തുടങ്ങും, അല്ലെ പ്രാർത്ഥിക്കാൻ തുടങ്ങും, കൂദാശ നടത്താൻ തുടങ്ങും. ഇങ്ങനെയൊക്കെ പറയുന്ന ഈ മരണം എന്ന് പറയുന്ന ഒരു ഭയങ്കരമായ ഒരു സംഗീത വരാൻ പോകുന്ന, അവിടെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അപ്പുറത്തെത്തുമ്പോൾ നമ്മൾ റൈറ്റ് കോട്ടിൽ തന്നെ ചെന്ന് പെടണം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഉപാധികളൊക്കെ ചെയ്യാൻ തുടങ്ങും. ഇവിടെ ആൾക്കാർ അങ്ങനെയല്ല ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ മരണഭയം എന്തുകൊണ്ടാണ് ഇവർക്കില്ലാത്തത്? ഇവിടെ ആൾക്കാർ പ്രായമായി കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ചെയ്യുന്നത്, അവർക്ക് കാണാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ആരോഗ്യമുള്ളിടത്ത് തന്നെ പോയി കാണാൻ പറ്റുമോ എന്നുള്ളതാണ് പല ആൾക്കാരെയും കൂടുതലായിട്ട് വറി ചെയ്യുന്നൊരു സാധനം. അപ്പൊ ഇനിയിപ്പോ അധികം യാത്ര ചെയ്യാനൊന്നും പറ്റുകയില്ല, അതുകൊണ്ട് എനിക്ക് ഒന്ന് കനാറി ഐലൻഡ്സിൽ പോയിട്ടില്ല, അവിടെ ഒന്ന് പോകണം, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. അടുത്ത കൊല്ലം എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ഈ കൊല്ലം തന്നെ പോകണം, ഇങ്ങനെ പറയുന്ന ആൾക്കാർ. അതല്ലെങ്കിൽ അവര് മിക്കവാറും ഇവിടെ നമ്മൾ പലരും കരുതുന്നത് പോലെ വാർദ്ധക്യത്തിൽ ആൾക്കാരെ ആരും നോക്കാത്ത അവസ്ഥയല്ല യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഉള്ളത്. അതൊരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ നാട്ടിലുള്ളത്. മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ കുടുംബാംഗങ്ങൾ തന്നെ, പ്രത്യേകിച്ച് ദി 3rd ജനറേഷൻ, അവരെ വളരെ കെയർഫുൾ ആയിട്ട് അങ്ങനെയുള്ള ആൾക്കാർ, കൊച്ചുകുട്ടികളും പേരക്കിടാങ്ങളും ഒക്കെ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഫെസിലിറ്റീസ്. സാധാരണ രീതിയിൽ അവരെല്ലാം വീടുകളിലാണ് കഴിയുന്നത്. അങ്ങനെയുള്ളവരൊക്കെ ചെയ്യുന്നത്, ഇപ്പൊ എനിക്ക് തന്നെ അറിയാവുന്ന ഒരു കേസ് ഞാൻ പറയാം. ഒരു വിശ്വാസിയായ ഒരു അമ്മ,
അവരുടെ കണ്ണ് കാണാൻ മേല, അൽഷിമേഴ്സ് രോഗമുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മദറാണ്. അപ്പൊ ഞാൻ പലപ്പോഴും അവരെ കാണാൻ പോകാറുണ്ട്. അവർക്ക് 89 വയസ്സായി. അപ്പൊ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഭ്രമം വരും, മതിഭ്രമം വരും. കാരണം ഈ അൽഷിമേഴ്സിന്റെ മരുന്ന് കഴിക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഹലൂസിനേഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരും. ഈ ഹലൂസിനേഷൻസ് ഒക്കെ വരുമ്പോൾ ഇവർ ഒരിക്കൽ പോലും മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ എന്നുള്ള കഥയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അവർ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത് ഞാൻ പ്രിമഡോണയാണ് എന്നാണ് അവർ പറയാറുള്ളത്. ഞാൻ മഡോണയാണ് എന്നവർ പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവർ പറയുന്നുണ്ട്, എൻ്റെ മുഖത്ത് കൃത്യമായിട്ട് ഫേസ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടോ, എന്റെ ഉടുപ്പ് കൃത്യമായിട്ടാണ് കിടന്നത്, കണ്ണ് കാണാൻ മേല, ഉടുപ്പ് കൃത്യമായിട്ടാണ് ഇരിക്കുന്നത്, ഞാൻ നല്ല വൃത്തിയുള്ള എന്റെ നെയിലൊക്കെ കൃത്യമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു വല്യമ്മ, 89 വയസ്സ്. അവരുടെ ഒരു നിർബന്ധം, അവർ വളരെ വൃത്തിയായിരിക്കണം. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ അവരെ ഹെയർ കട്ടിങ്ങിന് കൊണ്ടുപോകണം. കാരണം വാർദ്ധക്യത്തിൽ ഇവർക്ക് വലിയ പെൻഷൻ കിട്ടുന്നുണ്ട് ഇവർക്കെല്ലാം. അപ്പൊ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പേഴ്സണൽ വെൽബീയിങ്ങിന് വേണ്ടി സർക്കാർ പണം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാർദ്ധക്യം ആൾക്കാരുടെ വളരെ കംഫർട്ടബിൾ ആണ്. അവര് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ അവരെ വീൽ ചെയറിൽ ഇരുത്തി അവരെ ഒരു ഹെൽത്ത് കെയർ സെന്ററിൽ കൊണ്ടുപോകുന്നു. അവരുടെ മുടിയെല്ലാം പേൺ ചെയ്യുന്നു. അവർക്ക് കാണാൻ പോലും മേല, എങ്കിലും അതൊക്കെ ചെയ്യുന്നു. നഖമൊക്കെ കൃത്യമായിട്ട് പെഡിക്യൂറും മെനിക്യൂറും ഒക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അവർ വൃത്തിയായിട്ട് വീട്ടിൽ വരുന്നു എന്ന് പറയുന്ന രീതിയിൽ അവർ ജീവിതത്തെ അതിന്റെ അവസാന നിമിഷം വരെ പൂർണ്ണമായിട്ടും ആസ്വദിക്കുന്ന ഒരു മനുഷ്യൻ. ഇവിടെ വാർദ്ധക്യമുള്ള ഒരുപാട് പേരെ എനിക്ക് പരിചയമുണ്ട്. വേറൊരാളുടെ കഥ പറയാം. ഗ്രൻ എന്ന് പറഞ്ഞ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കിഡ്നി രോഗമൊക്കെ ബാധിച്ചു. അദ്ദേഹം മരിച്ചുപോയി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അദ്ദേഹം ഒരു 2-3 പുസ്തകങ്ങളൊക്കെ ഓർഡർ, വലിയ വായനക്കാരനാണ്, റീഡിംഗ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആയിരുന്നു. അപ്പൊ അദ്ദേഹം മരിച്ചു പോകുമെന്ന് അറിയാം. അദ്ദേഹത്തിന് ഹാർട്ടിന് പ്രശ്നമുണ്ട്. ഹാർട്ട് ഓപ്പറേഷൻ വിജയകരമായിരുന്നില്ല, മരണത്തോടടുത്തു. ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ കാണാൻ പോകുമ്പോഴേക്ക് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള പുസ്തകം വന്നിട്ടില്ല, അതുകൊണ്ടൊന്ന് വായിച്ചിട്ട് മരണം എന്നെ കൊണ്ടുപോകാവുള്ളൂ. കാരണം അത് പുള്ളിയുടെ ഒരു വലിയ പ്രശ്നമായിരുന്നു. ഈ വായന വലിയ ഭ്രമമായിരുന്നു. അപ്പൊ മരിക്കുന്നതിനും ഇതും കൂടെ ഒന്ന് വായിച്ചിട്ട് വേണം എനിക്ക് മരിക്കാനായിട്ട്. അപ്പൊ അവസാനം പുള്ളിക്ക് വായിക്കാനുള്ള ആരോഗ്യം ഇല്ലാണ്ടായി. അപ്പോൾ പുള്ളി ഓഡിയോ ബുക്സ് സ്വീകരിക്കാൻ തുടങ്ങി. അപ്പൊ ഈ പുസ്തകങ്ങൾ അവസാനത്ത് വന്നു. അപ്പൊ ആ ഓഡിയോ ബുക്ക് കേട്ടു. അപ്പൊ അതിനകത്ത് വേറൊരു പുസ്തകത്തിന്റെ റെഫറൻസ്, അയ്യോ ആ പുസ്തകം കൂടി ഒന്ന് വായിക്കാതെ ഞാൻ മരിച്ചുപോയ കഷ്ടമായി പോകുമല്ലോ എന്ന് പറയുന്ന മനുഷ്യൻ. അവരുടെ വറി മരിച്ചതിന് ശേഷമുള്ള ലോകമല്ല, ഈ ജീവിതത്തിൽ അവരാഗ്രഹിക്കുന്ന സംഗതി പരമാവധി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് എപ്പോഴും ഇഷ്ടമുള്ള ഒരു സംഗീതം ഉണ്ടായത്. മരിച്ചു കഴിയുമ്പോൾ ആ ഫ്യൂണറലിന് ആ സംഗീതം വെക്കണം. ഒരു സായാഹ്നത്തിൽ അങ്ങേരും അങ്ങേരുടെ ഭാര്യയും കൂടെ ചായ കുടിക്കുമ്പോൾ മിക്കവാറും വെക്കുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് വെച്ചിട്ട് ഫ്യൂണറൽ നടത്താവുള്ളൂ എന്ന് പറഞ്ഞൊരു വാക്ക്. ഇനി വേറൊരാള്, ഓരോരുത്തരുടെ ഓരോ രീതിയിലാണ് മരണത്തെ കാണുന്നത്. ഇത്തരം ഭീതികളൊന്നും ഇല്ലാത്ത മനുഷ്യർ ഒരുപാട് പേര് ഇന്ന് ലോകത്തുണ്ട്. അപ്പൊ അവര് അന്നലി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവര് മരണത്തോടടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. എൻ്റെ വേറൊരു സുഹൃത്തിന്റെ അമ്മ. അപ്പൊ അവര് പറയുന്നത്, അവർക്ക് ഏതോ ഒരു സീരിയൽ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കഥയൊന്ന് പൂർത്തിയായിട്ട് കണ്ടിട്ടേ മരിക്കാവുള്ളൂ. കാരണം അവർ കാണുന്നത് ഏതൊരു ഇറ്റാലിയൻ സീരിയൽ അവർ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. അവർക്ക് ബ്ലഡ് ക്യാൻസർ ആണ്, 90കളിലാണ് പ്രായം. അപ്പം മരിച്ചു പോകുന്ന ഈ കഥ മുഴുവൻ ഒന്ന് അറിഞ്ഞിട്ട് വേണം മരിക്കാൻ. അതുകൊണ്ട് ഈ സീരിയൽ അവർ നേരത്തെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ അത് മൊത്തം ഒന്ന് കണ്ടേച്ച് എനിക്ക് സമാധാനമായിട്ട് മരിക്കായിരുന്നു എന്ന് പറയുന്ന കൺസേൺ. ഇത്തരം കൺസേൺസ് ഉള്ള ആൾക്കാർ ആ ജീവിതത്തിൽ അവരാഗ്രഹിക്കുന്ന സംഗതി പരമാവധി ആസ്വദിക്കുക എന്ന് പറയുന്ന ആൾക്കാർ. ഇപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഈ പറയുന്ന ആ സ്ത്രീക്ക് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മദ്യം നോർത്തേൺ യൂറോപ്പിൽ കിട്ടാത്തൊരു സാധനമാണ് വിസ്കി എന്ന് പറയുന്നത്. അപ്പം ഈ ഇന്ത്യക്കാർ വിസ്കി കഴിക്കുന്നവരാണ്. വിസ്കി വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല മദ്യമാണെന്ന് കേട്ടിട്ടുണ്ട്. അത് ഞാൻ കഴിച്ചിട്ടുമുണ്ട്. പക്ഷെ എനിക്ക് വിസ്കിയുടെ രുചി ഒന്നും കൂടി അറിയണം. അപ്പൊ ഞാൻ അവരുടെ മകനോട് സംസാരിച്ചു. ദെൻ വി ഗോട്ട് സം വിസ്കി. അത് കൊടുത്തു. അപ്പോൾ ഡോക്ടർ വിളിച്ച് ചോദിച്ചു, കഴിക്കാവെന്ന് ചോദിച്ചു. ഒരു ഡ്രിങ്കോ 2 ഡ്രിങ്കോ ഒന്നും കഴിച്ചാൽ കുഴപ്പമില്ല, എനിവേ ലെറ്റ് ഹർ എൻജോയ് ചെയ്യും. അപ്പൊ അവർക്ക് ഒരു വിസ്കി കൊടുക്കുന്നു. അവർ ആ വിസ്കി കഴിക്കുന്നു. വളരെ സന്തോഷമായിട്ട് അവർ ചിരിച്ചുകൊണ്ട് ഉറങ്ങുന്നു. ഇങ്ങനെയുള്ള വാർദ്ധക്യത്തിലുള്ള ആൾക്കാർ, ഇവർക്ക് മരണഭയമല്ല ഉള്ളത്. മരണത്തിന്റെ അവസാനം വരെ, മരണം വന്ന് കീഴടക്കുന്നത് വരെ ജീവിതത്തെ പൂർണ്ണമായും ആനന്ദത്തോടെ അത് ആസ്വദിക്കുക എന്ന് പറയുന്ന സ്പിരിറ്റാണ്. അത് ഇഷ്ടമുള്ള സീരിയൽ കാണാനോ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പുസ്തകം വായിക്കാനോ, ഇഷ്ടമുള്ള ഒരു മദ്യം കഴിക്കാനോ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള രുചി. ഈ ഗ്രൻ മരിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം പറഞ്ഞൊരു സാധനം, അദ്ദേഹത്തിന് ചിക്കൻ പൈ കഴിക്കണം. ചിക്കൻ പൈ അങ്ങനെ പെങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് പോലത്തെ ചിക്കൻ പൈ വേണം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അങ്ങേരുടെ പെങ്ങള് ഇംഗ്ലണ്ടിലാണ്. അവരെ വിളിച്ച് ചോദിച്ച് അതിന്റെ റെസിപ്പി കൃത്യമായിട്ട് അറിഞ്ഞ് അത് അങ്ങേരുടെ ഭാര്യ അതുണ്ടാക്കി കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് പല ആൾക്കാർ ഇവിടെ മരണത്തെ നേരിടുന്നത്. മരണഭയം എന്ന് പറയുന്നത് ഒരു ഇൻസെക്യൂർ സൊസൈറ്റിയിൽ നിന്നാണ് ഇത് വരുന്നത്, അല്ലെങ്കിൽ ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു സോഷ്യൽ അപ്ബ്രിങ്ങിങ്ങിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഈ മരണഭയം നമ്മളെ പേടിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മൾ വളരെ കൂളായിട്ടാണ് മരണത്തെ നേരിടുന്നത്. രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും വേദനകൾ കുറയ്ക്കാനും
വേദനകളെ അതിജീവിക്കാനും ഒക്കെ ഉള്ള ഒരുപാട് വഴികൾ ഇന്നുണ്ടെന്നുള്ളതുകൊണ്ട് എത്ര വലിയ രോഗം വന്നാലും പാലിയേറ്റീവ് കെയർ കിട്ടുക, വേദന ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നിടത്തോളം കാലം അങ്ങനെ പോയി കഴിഞ്ഞാൽ മരണം എന്ന് പറയുന്നത് ഒരു ഇമ്മിനന്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഫേസ് ഇറ്റ് വിത്ത് പ്ലഷർ എന്ന് പറയുന്ന ഒരു സ്പിരിറ്റാണ് സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ. സിവിലൈസ്ഡ് ഞാൻ പറയുന്നത് ഈ മതം തുടങ്ങിയ സംഗതികളുടെ പ്രേരണയിൽ അല്ലാതെ വളരുന്ന ഒരു തലത്തിലേക്ക് മാറിയിട്ടുള്ള സമൂഹങ്ങളിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർ അത്തരം അവസ്ഥയിലുള്ളവരാണ്. അത് നമുക്കും ആർജിക്കാവുന്നതേ ഉള്ളൂ. കാരണം സമൂഹം മൊത്തം മാറിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ മരണഭയവും മരണത്തെക്കുറിച്ചുള്ള ഭീതിയൊന്നുമില്ലാതെ സന്തോഷകരമായി ഈ കൊച്ചുമക്കളുടെ ചിരി കേട്ട് അവരോട് സന്തോഷമായിട്ട് വർത്താനം പറഞ്ഞ് ഇഷ്ടമുള്ള പുസ്തകം വായിച്ച് ഇഷ്ടമുള്ള സംഗീതം കേട്ട് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് മരണത്തോട് വളരെ കൂളായിട്ട് തന്നെ നേരിടാനും പറ്റും. അതാണ് ഞാൻ പറയുന്ന ഈ ജീവിതത്തിലെ സ്വർഗം എന്ന് പറയുന്നത്. താങ്ക് യു. യുക്തിവാദവും സ്വതന്ത്ര ചിന്തയുമായി ബന്ധപ്പെട്ട നിരവധി പുസ്തകങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ വാങ്ങാനാകും. ഇന്ത്യൻ എത്തീസ് പബ്ലിഷേഴ്സിന്റെ ഓൺലൈൻ സ്റ്റോറിന്റെ ലിങ്ക് ചുവട്ടിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഉത്തരം പകുതി പറഞ്ഞു കഴിഞ്ഞു തോന്നുന്നതിന് മുന്നേ. പക്ഷെ എന്നാലും എനിക്ക് അറിയാനുള്ളത് ഇപ്പൊ യുധിഷ്ഠിരന്റെ കാലത്ത് സ്വർഗാരോഹണത്തെ കുറിച്ച് നമ്മൾ മഹാഭാരതത്തെ അനുബന്ധിച്ച് കുറെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ കാലൻ കയറ് ഈ ഒരു സങ്കല്പം നമ്മുടെ നാട്ടില് എവിടുന്ന് വന്നതാണോ അത് ഇവിടെ തന്നെ ഉണ്ടായതാണോ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മെയിനായിട്ട് അറിയാവുന്നത്. പിന്നെ അത് കൂടാതെ ഒരു റിക്വസ്റ്റ് ആണുള്ളത്. ഇപ്പൊ ഈ ഹിന്ദുമതത്തിന്റെ കാര്യങ്ങൾ കുറച്ച് കാര്യമായിട്ട് പറയാനുണ്ട്, വേറൊരു റൂമിൽ പറയുമെന്ന് പറഞ്ഞപ്പോ എനിക്ക് അതിന്റെ കാലഘട്ടം കൂടെ ഒന്ന് പറയണം. നമ്മുടെ BC വന്ന അലക്സാണ്ടറിന്റെ കാലത്ത് ഇവിടെ കുടിയേറി വന്ന അല്ലെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവന്ന കുറെ സങ്കല്പങ്ങളെ കുറിച്ച് സാറ് പറഞ്ഞു. അപ്പൊ ഇതുപോലുള്ള സ്വർഗസങ്കല്പത്തെ കുറിച്ചൊക്കെ. അപ്പൊ ആ സമയത്തും അതിന് മുന്നെയൊക്കെ ഇവിടെ മനുഷ്യരുണ്ടായിരുന്നു. അവർക്ക് നമ്മളെ ഈ ചില യുക്തിവാദികൾ പറഞ്ഞു വരുന്നത് ഇവിടെ ആരുമില്ലായിരുന്നു, കാട്ടാളന്മാരായിരുന്നു, നല്ലവരായിരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പം എന്തൊക്കെയോ ഇങ്ങനെയുള്ള ചിന്തകളുള്ള മനുഷ്യരുടെയും ഉണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പം അതിന് ഒരു കാലഘട്ടമൊക്കെ അനുസരിച്ച് ഇവിടൊക്കെ എങ്ങനെയൊക്കെ ആയിട്ട് ചിന്തിച്ചെന്നും കൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാമോ ആ സമയത്ത്? ഇതാണ് എന്റെ ഒരു റിക്വസ്റ്റ്. ആദ്യം പറഞ്ഞതാണ് ചോദ്യം. താങ്ക് യു. ഒന്നാമത്തെ സംഗതി, ലോകത്ത് എവിടെയും കാട്ടാളന്മാരാണ് ഉണ്ടായിരുന്നത് ഞാൻ ഒരിക്കലും പറയില്ല. നമ്മൾ കാട്ടാളന്മാരെന്ന് പറയുന്നത് നമ്മൾ പരിഷ്കൃതരാണ്. നമ്മുടെ ഒപ്പം നമ്മുടെ സിവിലൈസേഷൻ ലെവലിൽ എത്തിയിട്ടില്ലാത്ത ആൾക്കാരെ അവർ കാട്ടാളന്മാരാണെന്ന് നമ്മൾ കരുതുന്നത് നമ്മുടെ ഒരു പ്രിജുഡീഷ്യൽ അപ്രോച്ച് കൊണ്ടാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ സംഗതി, അലക്സാണ്ടർ ഇവിടെ വരുന്ന കാലഘട്ടത്തിന് മുമ്പ് ഇവിടെ ഒരു സംസ്കൃതി ഇല്ലായിരുന്നുവെന്നോ ഇവിടെ സാഹിത്യം ഇല്ലായിരുന്നുവെന്നോ ചിന്തയില്ലായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് മുഴുവൻ വേദങ്ങളും ഉണ്ടായത് അലക്സാണ്ടർ വരുന്നതിന് മുമ്പാണ്, അല്ലെ? അതിനകത്ത് ഉള്ള സാഹിത്യം എന്ന് പറയുന്നത് സമുജ്വലമായ ഭാഷാരീതി അതിനകത്തുണ്ട്. എന്റെ തന്നെ വേദങ്ങൾ വിമർശന പഠനം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഞാൻ ഒരു ചാപ്റ്റർ തന്നെ വേദങ്ങളിലെ സാഹിത്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ അതിനെ ഒരു അന്ധമായിട്ട് വിമർശിക്കല്ല ചെയ്യുന്നത്. അതുമാത്രമല്ല, ഞാൻ വേദങ്ങളെയൊക്കെ കാണാൻ ശ്രമിക്കുന്നത് അത് എഴുതപ്പെട്ട അതിലെ കഥകൾ അതേപടി എടുക്കാതെ അത് എഴുതപ്പെട്ട കാലഘട്ടത്തിലെ മനുഷ്യന്റെ അവരുടെ വാല്യൂ സിസ്റ്റം, അവരുടെ ചിന്താ രീതി എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു നല്ല ദർപ്പണമാണിത്. ആ നിലയിൽ അതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു അലക്സാണ്ടർ ഇവിടെ വരുന്നതിന് ഏതാണ്ട് 3000 കൊല്ലങ്ങൾക്ക് മുമ്പെങ്കിലും നമുക്ക് ലിഖിതമായ ഇന്ന് ലിഖിതമായ, കാലത്ത് ലിഖിതമല്ലായിരുന്നു, അന്ന് സ്മരണയിലൂടെ ആയിരുന്നു ലോകത്തിലെ എല്ലാ ഭാഗത്തും കൃതികളൊക്കെ മുന്നോട്ട് പോയിരുന്നത്. വേദിക് ലിറ്ററേച്ചർ നമുക്കുണ്ട്. അതിനു മുമ്പുണ്ടായിരുന്ന പേർഷ്യയിലെ സെയിന്റ് അവസ്ഥ നമുക്ക് ലഭ്യമാണ്, അല്ലെ? ഇതൊക്കെ തന്നെ കാണിക്കുന്നത് സംസ്കൃതി എന്ന് പറയുന്നത് ഒരു ഗ്രീക്കുകാരുടെ ഇൻവേഷൻ മുമ്പ് ഇല്ലായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പൊ ഈജിപ്ഷ്യൻ സംസ്കൃതി, അതല്ലെങ്കിൽ മെസപ്പൊട്ടേമിയൻ സംസ്കൃതി, അസീരിയൻ സംസ്കൃതി എന്നൊക്കെ പറയുന്നതിന് മുമ്പാണ്. വളരെ 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചരിത്രം നമുക്ക് വളരെ കൃത്യമായി തന്നെയാണ്. ഇന്ത്യയിൽ തന്നെ മൊഹൻജദാരോ ഹരപ്പ എന്ന് പറയുന്ന പീരീഡ് ഇതിനേക്കാളൊക്കെ എത്രയോ മുമ്പാണ്. നമുക്കത് കൃത്യമായി ഡിസഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഒന്നും സംസ്കൃതി ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ലഭ്യമായ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ വേദിക് ലിറ്ററേച്ചർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന ഈ പ്രലോഭിപ്പിക്കപ്പെടുന്ന ഒരു സ്വർഗം അത് പറയുന്നില്ല. മഹാഭാരതമൊക്കെ അതിന് ശേഷം വന്നതല്ലേ. മഹാഭാരതത്തിലെ സ്വർഗം തന്നെ, വാനപ്രസ്ഥത്തിൽ പറയുന്ന സ്വർഗം തന്നെ ഈ പറയുന്ന തരത്തിൽ ഒരു പ്രലോഭനകരമായ ഒരു വലിയ ഗംഭീരമായ ഒരു സ്ഥലമായിട്ടുള്ള ഒരു സങ്കല്പമല്ല അതിനകത്ത് വരുന്നത്. എറ്റേണൽ ലൈഫ് മരിച്ചതിന് ശേഷം പോകുന്ന ഒരു ഇടം എന്നതിനപ്പുറത്തേക്ക് ഈ സെമിറ്റിക് സങ്കല്പങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ ഇസ്ലാമിക് ഫെയ്ത്തിനകത്തുള്ള പോലത്തെ ഒരു സ്വർഗം ഇല്ല. അവിടെ യഹോവയുടെ അടുത്ത് നിൽക്കുന്ന സ്തോത്രം പറയുന്ന ആൾക്കാരോ അതല്ലെങ്കിൽ ഈ വലിയ പ്രലോഭനകരമായ ഒരു ജീവിതം കിട്ടുന്ന ഒരു സ്വർഗമോ അതൊന്നും ഇവിടെ പറയുന്നില്ല. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഇത് എവിടെ നിന്നായിരിക്കണം ഈ ആശയം
ട്രേഡേഴ്സ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ട്രേഡേഴ്സ് കടന്നു വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ട്രേഡേഴ്സ് കടന്നു വരുമ്പോൾ അവരുടെ കൂടെ ആശയങ്ങൾ പോകും. ഈ ഓരോ അന്നത്തെ അക്കാലത്ത് പ്രധാനമായിട്ട് ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് കച്ചവട സംഘങ്ങൾ വഴിയാണ്. കച്ചവട സംഘങ്ങൾ വഴി ഓരോ സ്ഥലത്തെയും മിത്തോളജിയും ആശയങ്ങളും ഒക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരും. അത് അവിടെ അതിൻ്റെതായ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുകയും അതനുസരിച്ച് രൂപപ്പെടുകയും ചെയ്യും. അങ്ങനെ പല വഴികളിലായിരിക്കും ഈ സങ്കല്പങ്ങളൊക്കെ കടന്നു വന്നിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഈ പറയുന്ന തരത്തിൽ പ്രലോഭനകരമായ ഒരു സ്വർഗത്തെക്കുറിച്ച് പറയുന്നില്ല, പക്ഷെ അതിഭീകരമായ നരകത്തെക്കുറിച്ച് പുരാണ കാലഘട്ടത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ദാറ്റ്സ് മച്ച് ലേറ്റർ. ആദ്യ കാലഘട്ടത്തിൽ അതില്ല. അത് നമുക്ക് വിശദമായിട്ട് ഒരു ദിവസം ചർച്ച ചെയ്യാം. കാരണം ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഏരിയ. നമ്മുടെ ഒരു ഭാവനയുടെ വലിയ അദമ്യമായ സാധ്യതകളിലേക്ക് കടന്നു വരുന്ന ഒരു ഏരിയയാണത്. പക്ഷെ അത് വളരെ വ്യത്യസ്തമായ സങ്കല്പങ്ങളും വ്യത്യസ്തമായ രീതികളും ഒക്കെയാണുള്ളത്. ശ്രമണിക വിശ്വാസം ഒന്ന്, സനാതന വിശ്വാസം ഒന്ന്, വൈദിക വിശ്വാസം മറ്റൊന്ന്, പുരാണങ്ങളുടെ വിശ്വാസം വേറൊന്ന്. ഇതൊക്കെ ഒന്ന് താരതമ്യപ്പെടുത്തിക്കൊണ്ട് നോക്കുന്നത് ആ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ എങ്ങനെയാണ്, വാട്ട് ഈസ് ദി ബെസ്റ്റ് തിങ് ഇൻ ലൈഫ് അല്ലെങ്കിൽ വാട്ട്സ് ദി വേഴ്സ്റ്റ് തിങ് ഇൻ ലൈഫ് എന്നുള്ളതിനെ പറ്റി അവർക്കുണ്ടായിരുന്ന ധാരണകളെ കുറിച്ച് ഒരു ധാരണ കിട്ടും. വിൽ ഡു ഇറ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. അടുത്തത് മുഹമ്മദ് സംസാരിച്ചോളൂ. ഇവിടെ സാറ് കേൾക്കാൻ പറയും മുഹമ്മദ്. സാറോട് പറഞ്ഞത് പൊളിറ്റിക്കൽ മൊമെന്റ് ഒന്നും ആ ആർട്ടിനെ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മക്കയിലെ ഇതിനുശേഷം അവിടെയുള്ള കാലഘട്ടത്തിൽ യുദ്ധം സ്വീകരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം 10 വർഷങ്ങൾക്ക് ശേഷം മദീനയിൽ വന്നിട്ട് ഹിജ്റ 2-ാം വർഷം മദീനയിൽ വന്നിട്ട് പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇസ്ലാം യുദ്ധത്തെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് യോദ്ധാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് സ്വർഗം എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ ശരിയാകും? കാരണം അതിനു മുമ്പ് മക്കുണ്ടാകുന്ന കാലത്ത് ഇസ്ലാമ് സ്വർഗത്തെ കുറിച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ യോദ്ധാക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇസ്ലാമിലെ സ്വർഗം. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ മൊമെന്റ് ആണ് ശരിയാണ്. നോക്കൂ, ഇവിടെ നമ്മൾ 2 തലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ ചോദ്യവും ഉത്തരത്തിനും യാതൊരു പ്രസക്തിയില്ല. അപ്പൊ താങ്കൾ ഇതൊക്കെ തന്നെ മെസ്സഞ്ചറാണ്, ദൈവത്തിന്റെ പ്രോഫറ്റാണ്, ദൈവത്തിന്റെ പ്രോഫറ്റാണ്, അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്ന് പ്രചോദിതമായിട്ടാണ് പറഞ്ഞത് എന്ന വിശ്വാസത്തിലാണ് താങ്കൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ രണ്ട് പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. നമുക്ക് അല്ലെങ്കിൽ 2 റെയിൽപ്പാളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, ഒരു വഴിക്ക് പോവില്ല. ഞാൻ പറയുന്നത് അതിനകത്ത് റിലീജിയസ് ആംഗിൾ എല്ലാം മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. മുഹമ്മദിനെ ഹിസ്റ്റോറിക്കലായിട്ട് കാണാൻ പഠിക്കണം എന്ന നിലയിലാണ് ഞാൻ കാണുന്നത്. ഞാൻ അതിന് മതപരമായ അർത്ഥത്തിൽ മുഹമ്മദിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് കരുതുന്നില്ല. പക്ഷെ ഞാനൊരു പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡന്റ് ആണ്, എന്റെ വിഷയം പൊളിറ്റിക്കൽ സയൻസ് ആണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദിനെ ഒരു പൊളിറ്റിക്കൽ പേഴ്സൺ ആയിട്ട് ഞാൻ കാണാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ പേഴ്സൺ ആയിട്ട് കാണുക എന്ന് പറഞ്ഞാൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവിടെ വലിയ സാമ്രാജ്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത്, കാരണം ഈ പറയുന്ന സ്ഥലത്ത് വലിയ സാമ്രാജ്യങ്ങളുടെ സെന്റർ ആയിരുന്നില്ല ഒരു സമയത്ത്. അത് റോമിലാണ് സാമ്രാജ്യം ഉണ്ടാവുന്നത്. ഈ സെമറ്റിക് ഏരിയയിൽ അവിടെ എല്ലാം ഏറ്റുമുട്ടലുകൾ നടക്കുന്നല്ലാതെ അവിടെ ഒരു സാമ്രാജ്യങ്ങളുടെ കേന്ദ്രമായിരുന്നില്ല. ഈ മുഹമ്മദ് തന്നെ ഉണ്ടാക്കിയ സാമ്രാജ്യം അത്ര വലുതുമായിരുന്നില്ല. പിന്നീട് ബാഗ്ദാദ് കേന്ദ്രമായിട്ട് ഒരു വലിയ ഇസ്ലാമിക സാമ്രാജ്യം ഡെവലപ്പ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒട്ടോമൻ സാമ്രാജ്യം പിൽക്കാലത്ത് ഡെവലപ്പ് ചെയ്യുമ്പോഴും ഒക്കെ അതിന്റെ ഒരു എക്സ്പാൻഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് വലിയ തലത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും മുഹമ്മദിന്റെ കാലത്ത് അത്രയും വലിയൊരു സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. എങ്കിലും അദ്ദേഹം പൊളിറ്റിക്കൽ വിക്ടറീസ് ഉണ്ടാക്കിയിട്ടുണ്ട്, യുദ്ധങ്ങളിൽ ജയിച്ചിട്ടുണ്ട്, എതിരാളികളെ തോൽപ്പിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ അതൊരു പൊളിറ്റിക്കൽ പേഴ്സൺ ആണ്. അപ്പൊ യുദ്ധം ചെയ്തത് തെറ്റാണെന്നോ അല്ലെങ്കിൽ യുദ്ധത്തിൽ പ്രലോഭനങ്ങൾ കൊടുത്തത് ഇന്നത്തെ ജഡ്ജ്മെന്റ് അനുസരിച്ച് തെറ്റാണോ അങ്ങനെ തന്നെയൊന്നും ഞാൻ പറയുന്നത്. ഞാൻ വളരെ ക്ലിനിക്കലായിട്ടാണ് കാണാൻ ശ്രമിക്കുന്നത്. മുഹമ്മദ് അതിനു മുമ്പുണ്ടായിരുന്ന സ്വർഗനരക സങ്കല്പങ്ങളെ പരിഷ്കരിക്കുകയാണ് ചെയ്തത് പുള്ളി. ക്രിസ്ത്യാനികളുടെ സ്വർഗനരക സങ്കല്പങ്ങളിൽ ചില മോഡിഫിക്കേഷൻസ് വരുത്തി പുള്ളി. മരിച്ചതിന് ശേഷം ഒരു അന്തിമ വിധിയിൽ സ്വർഗവും നരകവും വേർതിരിക്കപ്പെടും എന്ന് പറയുന്ന സങ്കല്പം ക്രിസ്തുമതമാണ് കൊണ്ടുവരുന്നത്. അതിനു മുമ്പ് നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഒരു നരകസങ്കല്പം ഉള്ളത് റോമൻ സാമ്രാജ്യത്തിലുണ്ട്. അതും ക്രിസ്തുമതത്തിന്റെ പ്രാരംഭമായിരുന്ന അല്ലെങ്കിൽ ക്രിസ്തുമതം രൂപപ്പെട്ടു വന്ന സ്ഥലത്ത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഗതിയാണ് അവിടെ. അതിനു മുമ്പ് നമുക്ക് ഈ സങ്കല്പം കാണുന്നില്ല. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടായിരിക്കും വന്നത്. മുഹമ്മദ് ഇത് ചെയ്തതെങ്കിൽ മുഹമ്മദിനെ ഇതിന് 2-3 തരത്തിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, ചില ആൾക്കാർ പറയുന്നത് പോലെ അദ്ദേഹത്തിന് ഹലൂസിനേഷൻസ് ഉണ്ടായിരുന്നിരിക്കാം. ഒരു ഞാൻ ആ ദൈവികമായ അംശം മാറ്റി നിർത്തിയിട്ട് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഹലൂസിനേഷൻസ് ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് അദ്ദേഹത്തിന് മതിഭ്രമങ്ങൾക്ക് ആധാരമായിട്ട് അദ്ദേഹം പലതും പറഞ്ഞിരിക്കാം. അത് ഗൗരവമായിട്ട് ആൾക്കാർ എടുത്തിരുന്നിരിക്കാം. ഒന്ന്. രണ്ടാമത്തെ സംഗതി, അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെ
അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പർപ്പസിന് വേണ്ടി ആവശ്യമായ സംഗതികൾ അദ്ദേഹം അത് ഒരു റെവലേഷൻ എന്ന മട്ടിൽ, ദൈവികം എന്ന മട്ടിൽ അവതരിപ്പിച്ചിരിക്കാം. ഈ രണ്ടാമത്തേതാണ് കൂടുതൽ പോസിബിലിറ്റി എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിരുന്നു. വിക്ടറീസ് ഉണ്ടാക്കുന്നുണ്ട്, നാട് വിട്ട് ഓടിപ്പോകുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്, ഒരു മതം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, ആൾക്കാരെ കൂടെ കൂട്ടുന്നുണ്ട്, എതിരാളികളെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നുണ്ട്. ഈ പ്രോസസ് ഒക്കെ നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ വളരെ ശക്തരായ ആൾക്കാരുണ്ടാവും, അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഇല്ലേ? അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എല്ലാ സൈനികരും അതിന് മുമ്പും ബിൽഡിംഗ് ചെയ്തിട്ടുള്ള ഒരു മാർഗം എന്താണ്? സൈനികർക്ക് വലിയ പ്രലോഭനങ്ങളുണ്ടേ അവർ കൂടെ നിൽക്കുകയുള്ളൂ. അദ്ദേഹം ഈ യുദ്ധത്തിൽ കിട്ടുന്ന സംഗതികളുടെ പങ്ക് കൊടുക്കുന്ന കാര്യത്തിൽ മുഹമ്മദ് കൃത്യമായ ഒരു വേർതിരിവ് പറയുന്നുണ്ട്. അതേക്കുറിച്ച് അങ്ങേക്ക് അറിയാൻ തോന്നുന്നു. അദ്ദേഹം എത്ര പങ്കാണ് ഈ പിന്നെ മുഹമ്മദിന് കിട്ടേണ്ടത്, എത്ര പങ്കാണ് ഇവർക്ക് കിട്ടേണ്ടതെന്ന് പറയുന്നുണ്ട്. അത് അതിനുമുണ്ടായിരുന്ന ഡിവിഷൻ ഓഫ് ഈ ലൂട്ടഡ് പ്രോപ്പർട്ടി, യുദ്ധത്തിലെ കൊള്ള മുതലിന്റെ പങ്കിടലിനെ കുറിച്ചുണ്ടായിരുന്ന എല്ലാ യുദ്ധത്തിലും ചെയ്യുന്നുണ്ട്. അലക്സാണ്ടർ ഒഴിച്ചിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. അതിന്റെ കാര്യത്തിലുണ്ടായിരുന്ന പഴയ യുദ്ധങ്ങളിലെ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിയമം മുഹമ്മദ് കൊണ്ടുവരുന്നുണ്ട്. ദി പൊളിറ്റിക്കൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇതൊരു വലിയ സ്ട്രാറ്റജിക് സംഗതിയാണ്. ആ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ മുഹമ്മദിന്റെ എല്ലാ പ്രവൃത്തികളിലും അദ്ദേഹം കാണുന്ന, അദ്ദേഹത്തിന് ആവശ്യമെന്ന് തോന്നുന്ന, പൊളിറ്റിക്കലി നെസസിറ്റി ആയിട്ട് തോന്നുന്ന സംഗതികൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതും ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതും. അപ്പൊ ആ നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്വർഗസങ്കല്പവും നരകസങ്കല്പവും ഒക്കെ തന്നെ അവതരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇനി മറിച്ച് ഇതെല്ലാം റെവലേഷൻ ആണെന്ന് പറയുന്ന ഒരു മാനസിക തലത്തിൽ നിൽക്കുന്ന ഒരാളോട് ഞാൻ തർക്കിക്കാനില്ല. കാരണം അത് നമ്മളൊരു കോമൺ പ്രിമൈസസിലല്ല ഇപ്പൊ നിൽക്കുന്നത്. മറിച്ച് അദ്ദേഹം ഇതൊക്കെ ചെയ്തത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഒരു പ്രബോധനം വഴി കിട്ടിയതാണെന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ തർക്കമില്ല, അവിടെ ഞാൻ ഇല്ല. പക്ഷെ ഒരു മുഹമ്മദാണ് ഇത് ചെയ്തതെങ്കിൽ, അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ചെയ്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ ഫുൾഫില്ല് ചെയ്യുന്നതിന് വേണ്ടി, ലക്ഷ്യങ്ങൾ ഫുൾഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വർഗനരക സങ്കല്പങ്ങളെ കുറിച്ചുള്ള രൂപകൽപ്പനയും ഈ പറയുന്ന സൈനികർക്ക് നൽകിയിട്ടുള്ള അഡീഷണൽ ഓഫറുകൾ, അതുപോലെ തന്നെ ഈ യുദ്ധ തടവുകാരെ പിന്നെ അവരെ ലൈംഗിക അടിമകളാക്കി കൊണ്ടുപോകാനുള്ള അനുവദിക്കൽ എന്നൊക്കെ തുടങ്ങിയ ഒരുപാട് പ്രലോഭനങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് പല സമയത്ത്. അതിന്റെ ഒരു കണ്ടിന്യൂറ്റി മാത്രമാണ് സ്വർഗനരകങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പല ഘട്ടങ്ങളിലായി രൂപപ്പെട്ടു വന്നിട്ടുള്ള ഈ സംഗതി. ഇനി കൃത്യമായി ഈ സ്വർഗത്തിലെ 27 ഹൂറിമാർ എന്നൊക്കെ ഉള്ളത് ഖുറാനകത്ത് പറഞ്ഞിട്ടുണ്ടോ? തർക്കമുള്ള ആൾക്കാരുണ്ട്. എന്നോട് അതങ്ങനെയല്ല, അത് ഹദീസുകൾക്കകത്താണുള്ളതെന്ന് പറഞ്ഞിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. അതെനിക്ക് എവിടെയാണെങ്കിലും ഹദീസുകൾക്കകത്താണെങ്കിൽ തന്നെ അത് പിൽക്കാലത്ത് ബാഗ്ദാദ് കേന്ദ്രമാക്കിയിട്ടാണ് ഇത് രചിക്കപ്പെട്ടതെങ്കിൽ പോലും ഇതെല്ലാം തന്നെ ഇസ്ലാമിക് എംപയറിന്റെ പൊളിറ്റിക്കൽ നെസസിറ്റീസിന്റെ അടിസ്ഥാനത്തിലാണ് രൂപപ്പെട്ടു വരുന്നത്. മുഹമ്മദ് എന്ന് പറഞ്ഞ പേഴ്സൺ അല്ല പറയുന്നത്. എങ്ങനെയാണ് ഈ ആശയങ്ങൾ രൂപപ്പെട്ടു വരുന്നത്? അതെങ്ങനെയാണ് ഇത്തരം ഒരു പൊളിറ്റിക്കൽ നെസസിറ്റീസിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് റോമൻ സാമ്രാജ്യത്തിൽ ഡെവലപ്പ് ചെയ്തത്, എങ്ങനെയാണ് ഇസ്ലാമിക് സാമ്രാജ്യത്തിൽ ഡെവലപ്പ് ചെയ്തത്? ഇതാണ് ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ച വിഷയം. ഓക്കെ, അടുത്ത അനിൽ സംസാരിച്ചോളൂ. അനിൽ. താങ്ക് യു. നമസ്കാരം സാറേ. ഞാൻ നേരത്തെ ഇറങ്ങിപ്പോയെന്ന് വെച്ചാൽ ഞാൻ ചോദിക്കാൻ വിചാരിച്ചിരുന്ന ചോദ്യം സാറ് ചോദിച്ചു. അപ്പൊ എങ്കിലും ഞാൻ പറയാണ്, ഈ പുരാണങ്ങളിലൊക്കെ നമ്മളിങ്ങനെ, ഈ പുരാണങ്ങളിൽ എന്ന് പറഞ്ഞാൽ മഹാഭാരതത്തിൽ തന്നെ പല ലോകങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇവര് ലോകങ്ങളെ പറ്റി പറയുക മാത്രമല്ല, ഇവര് ആ ലോകത്തിൽ പോയി വരുന്നു, അർജുനൻ പോയി വരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ മേനക ഇവിടെ ഇറങ്ങി വരുന്നു, കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോകുന്നു, വിശ്വാമിത്രനായിട്ട് പോകുന്നു. അതുപോലെ ഗന്ധർവ ലോകത്തെ പറ്റി പറയുന്നുണ്ട്. ഉപനിഷത്തിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോ കഠോപനിഷത്തിൽ ആണ് യമലോകത്തെ പറ്റി പറയുന്നത്. പിന്നെ ഉപനിഷത്തുകളിലൊന്നും വേറെ അങ്ങനെ അധികം വായിച്ചിട്ടില്ലെങ്കിലും ഇല്ല. അപ്പൊ പിന്നീട് ഇവിടെ നമ്മളിപ്പോ പുതിയതായിട്ടൊരു എം എന്ന് പറയുന്ന ആള് ഇതുപോലെ തന്നെ ബാബാജി ആയിട്ടുള്ള സംസാരത്തിലൊക്കെ ആയിട്ട് മറ്റേ ബ്രിട്ടാസായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ പോലും പറയുന്നുണ്ട് അതിങ്ങനെ വേറെ ലോകത്തിൽ നിന്നാണ് ഇവര് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ ലോകങ്ങളെ കുറിച്ച് പറയണം. അതിനോട് അനുബന്ധമായിട്ട് സാറേ അടുത്തൊരു കൂടി, അതിനോട് അനുബന്ധമായിട്ട് ഇപ്പൊ ഹിന്ദുമതത്തിൽ നമ്മൾ ഈ നരകങ്ങളെ കുറിച്ചുള്ള വർണ്ണനകൾ കിടക്കുന്നത് ഈ നമ്മളുടെ ഗരുഡ പുരാണത്തിലാണ്. സാറേ ഗരുഡ പുരാണം വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റി കൂടി ഒന്ന് പറയാമോ? ജസ്റ്റ് ഒന്ന്. ഞാൻ അതിനെപ്പറ്റി വളരെ വിശദമായി, ഗരുഡ പുരാണത്തിൽ മാത്രമല്ല നിരവധി പുരാണങ്ങളിൽ ഏതാണ്ട് 62 തരം നരകങ്ങളെ കുറിച്ചിട്ട് പല പുരാണങ്ങളിലായിട്ട് പറയുന്നുണ്ട്. അത് പല രീതിയിൽ, അത് പ്രധാനമായിട്ടും അത് വൈദിക ധർമ്മം അനുഷ്ഠിക്കാത്തതിനുള്ള ശിക്ഷയായിട്ടാണ് കൂടുതലായിട്ടും പറയുന്നത്. അത് നമുക്ക് വിശദമായിട്ട് ഒരു ദിവസം ചർച്ച ചെയ്യാം. ഇന്ത്യൻ സങ്കല്പങ്ങളിലെ ഈ സ്വർഗനരക വിശ്വാസങ്ങളെ കുറിച്ച് നമുക്ക് ഇപ്പൊ സംസാരിച്ചാൽ എവിടെയെങ്കിലും നിൽക്കുകയില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. ഞാൻ ഇടയ്ക്ക് മുമ്പ് സൂചിപ്പിച്ചിരുന്നത്. രണ്ടാമത്തെ സംഗതി, പല ലോകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ ഒരു പ്രത്യേക ലോകത്തെക്കുറിച്ച് ഉദാഹരണത്തിന് ഋഗ്വേദത്തിനകത്ത് പറയുന്നുണ്ട്, ദേവന്മാരുടെ ഒരു ലോകമുണ്ട്. അത് ഈ പറയുന്ന തരത്തിലുള്ള സ്വർഗം മനുഷ്യർ മരിച്ചിട്ട് ചെല്ലുന്ന ഒരു സ്ഥലമായിട്ടല്ല പറയുന്നത്. അവിടെ ആദ്യം അതിനകത്ത് വരുണനാണ് അവിടുത്തെ പ്രധാന ആള്.
അവിടെ നർത്തകിമാരുണ്ട്, അവിടെ അവര് പരസ്പരം യുദ്ധം ചെയ്യുന്നുണ്ട്. ദേവന്മാരും അസുരന്മാരും പെർമനന്റ് ആയിട്ട് വാറാണ്. ഇവിടെ ഭൂമിയിൽ ഇവരും ദസ്യുക്കളുമായിട്ട് നിരന്തരമായിട്ട് വാറാണ്. ഇവരുടെ ലൈഫിലുള്ള കോൺഫ്ലിക്റ്റ് തന്നെ അവരെ അതിനെ എലിവേറ്റ് ചെയ്ത് കാണുന്ന ഒരു രീതിയാണ് വേദങ്ങൾക്കകത്ത് കാണുന്നത്. അതൊരു വേറൊരു ലോകം. ആ ലോകത്ത് ദേവന്മാരാണുള്ളത്. ഈ ദേവന്മാർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. മഴ പെയ്യിക്കാൻ പറ്റും, സൽപുത്രന്മാരെ നൽകാൻ പറ്റും, യുദ്ധത്തിൽ ജയിക്കാൻ പറ്റും, നല്ല സോമരസം എന്ന് പറഞ്ഞാൽ ഭാങ്കായിരിക്കണം എന്നാണ് എല്ലാവിധ സൂചനകളും നൽകുന്നത്. ഉണ്ടാക്കുന്ന രീതിയൊക്കെ പറഞ്ഞാൽ കൃത്യമായിട്ട് ഭാങ്ക തന്നെയാണ്. സോമരസം കിട്ടുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ അവർക്ക് സുര കിട്ടുന്നത്. സുര മദ്യം തന്നെയാണ്, ഫെർമെന്റ് ചെയ്തുണ്ടാക്കുന്ന സംഗതിയാണ് സുര. ഈ എങ്ങനെയാണ് സോമരസം കഴിച്ചു കഴിഞ്ഞാൽ ശത്രുവിനെ തോൽപ്പിക്കാൻ ആ സമയത്ത് അദമ്യമായ ശക്തി കിട്ടുന്നത്. അതുകൊണ്ട് ഹേ ദേവന്മാരെ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോളം സോമരസം കിട്ടുന്നതിന് വേണ്ടി ഇതാ ഹവിസ്സായി ഞങ്ങൾ അർപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ ദേവന്മാർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അവരെ പ്രീതിപ്പെടുത്തണം. ഇതാണ് അവിടെ സ്വർഗമല്ല ഉള്ളത്, ദേവലോകമാണുള്ളത്. പിന്നീട് വരുന്ന പുരാണങ്ങൾക്കകത്തല്ല ഈ ദേവലോകവുമാണ് വരുന്നത്. അവിടെ ഈ സ്വർഗമല്ല, മനുഷ്യരങ്ങോട്ട് ചെല്ലുകയല്ല ചെയ്യുന്നത്. അവിടെയുള്ള അവർ വേറൊരു ലോകമാണ്, നമ്മൾ വേറൊരു ലോകമാണ്. അവിടെയുള്ള ലോകത്തിലെ ആൾക്കാർക്ക് നമ്മുടെ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് ചില ആൾക്കാർ ഇങ്ങോട്ട് വരും. ഇവിടെ ആരെങ്കിലും കേമന്മാരായി കഴിഞ്ഞിട്ട് അവര് വന്ന് ദേവേന്ദ്രനെ പോലെ ആയിക്കളഞ്ഞു കഴിഞ്ഞാൽ അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ആൾക്കാരെ ഇങ്ങോട്ട് വന്നിട്ട് അവരുടെ തപസ് മുടക്കും എന്നൊക്കെ പറയുന്ന എലിവേറ്റ് ചെയ്ത് ചില ആൾക്കാർ അവിടെ ദേവന്മാരുടെ ഇന്ദ്രനായിട്ടുള്ള ആൾക്ക് മാറാൻ പറ്റും. പക്ഷേ മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ ദേവന്മാരാകുന്ന സൂചനകളൊന്നും ഈ കഥകൾക്കകത്തൊന്നുമില്ല. രണ്ട് വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ നിന്ന് രണ്ട് വ്യത്യസ്തമായ മിത്തുകളാണ്. മനുഷ്യ ഭാവനയുടെ രണ്ട് പോസിബിലിറ്റീസ് എന്നതിനപ്പുറത്തൊന്നും പ്രത്യേകിച്ച് ഇതിനകത്ത് പറയാനില്ല. പിന്നീട് വരുന്ന സംഗതികൾക്കകത്ത് ഈ ദേവന്മാരുടെ കഥകൾ കൃത്യമായിട്ടും ഋഗ്വേദത്തിനകത്തുണ്ട്, സാമവേദത്തിനകത്തുണ്ട്. അഥർവേദത്തിലേക്ക് വരുമ്പോൾ കുറെ കൂടി വ്യത്യാസമുള്ള സംഗതിയാണ്. അവിടെ ദേവന്മാരെക്കാൾ കൂടുതലായിട്ട് അവിടെ രോഗകാരികളായ സംഗതികളെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മന്ത്രതന്ത്രാദികളാണ് അഥർവേദത്തിനകത്തുള്ളത്. അത് രോഗകാരണമായിട്ടുള്ളത് ഓരോരോ പിശാചുക്കളാണ്, അത് ചില ഡെമോൺസ് ആണ്, സ്പിരിറ്റുകളാണ്. അതിന് ഓരോന്നിനുള്ള പ്രത്യേക മന്ത്രങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് അഥർവേദത്തിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു പ്രധാന വേദമായിട്ട് തന്നെ ഈ വൈദിക പണ്ഡിതന്മാർ പലരും കൂട്ടുന്നില്ല. 3 വേദങ്ങൾ എന്ന നിലയിലാണ് പറയുന്നത്. എനിവേ, ഇതിനകത്ത് ഒന്നിനകത്തും തന്നെ ഈ പഴയ സെമിറ്റ് ക്രിസ്ത്യൻ സങ്കല്പത്തിലുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക സങ്കല്പത്തിലുള്ളതുപോലെ ഒരു റിവാർഡിങ് സ്വർഗം അല്ലെങ്കിൽ പനിഷിങ് ഹെൽ എന്ന് പറയുന്ന ഒരു സങ്കല്പം അവിടെ വരുന്നില്ല. അത് പുരാണങ്ങൾക്കകത്ത് വരുന്നുണ്ട്. ആ പുരാണങ്ങൾക്കകത്ത് വരുന്നത് പിന്നീട് വരുന്ന ബാഹ്യ ഇൻഫ്ലുവൻസിൽ നിന്നാണ് വരുന്നത്. അത് ട്രേഡേഴ്സ് വഴിയാകാം, യുദ്ധം ചെയ്തു വന്ന അലക്സാണ്ടറുടെ ആൾക്കാർ വഴിയാകാം. അതെവിടെയാണെന്നുള്ളതിനെപ്പറ്റി കൃത്യമായി നമുക്ക് സൂചനകളില്ല. പക്ഷെ അതിന്റെ പീരീഡ്, ഓരോ പുരാണവും ഓരോ ഉപനിഷത്തുകളും രചിക്കപ്പെട്ട കാലം എന്ന് കൃത്യമായിട്ട് നമുക്ക് ഗണിക്കാൻ പറ്റും. എങ്ങനെയാണ് ഗണിക്കുന്നത്? അതിന്റെ ഭാഷ നോക്കിക്കഴിഞ്ഞാൽ ഭാഷയുടെ ഈ പരിണാമത്തെപ്പറ്റി കൃത്യമായ ധാരണകൾ നമുക്കുള്ളത് കൊണ്ട് അത് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഭാഷ പരിശോധിക്കുമ്പോൾ അത് ഈ ഉദ്ദേശം ഏത് കാലഘട്ടത്തിലായിരിക്കാം അത് രചിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഭഗവത്ഗീത 2-ാം നൂറ്റാണ്ടിലാണ് എന്ന് പറയുന്നത്. പക്ഷെ മഹാഭാരതത്തിലെ പല കഥകളും അതിന് മുമ്പാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ കൃത്യമായിട്ട് പറയുന്നത് ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പൊ അതിനകത്ത് തെറ്റുപറ്റാം, തിരുത്തലുകൾ ഉണ്ടാകാം, പക്ഷെ അതിന് ചില മെത്തഡോളജികളുണ്ട്. ഇതിനകത്തൊന്നും തന്നെ ആദ്യകാലത്ത് റിവാർഡിങ് ആയിട്ടുള്ള ഒരു സ്വർഗം അല്ലെങ്കിൽ പനിഷിങ്, എറ്റേണൽ പനിഷ്മെന്റിന്റെ ഒരു നരകം എന്ന് പറയുന്ന സങ്കല്പം പുരാണങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മൾ കാണുന്നില്ല. അല്ലെങ്കിൽ ലേറ്റർ ഉപനിഷത്തുകൾക്കകത്ത് കാണുന്നുണ്ട്. ഈ വൈദിക കാലഘട്ടത്തിൽ അതില്ല. നമുക്ക് ഇവിടെ അവസാനിപ്പിച്ചാലോ? നല്ല ഡിസ്കഷൻസ്, നല്ല കോൺട്രിബ്യൂഷൻസ്. ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി. നമ്മുടെ ഈ സംഭാഷണങ്ങൾ അത് പുഷ്കലമാകുന്നത്, അത് കുറെ കൂടി അത് പൂർണ്ണതയിലേക്ക് എത്തുന്നത് വളരെ കോൺട്രിബ്യൂട്ടീവ് ആയിട്ടുള്ള സംഭാഷണങ്ങളും ചോദ്യങ്ങളും ഡിസ്കഷൻസും ഒക്കെ വരുന്നതുകൊണ്ടാണ്. അതാണ് ഞാൻ വെൽക്കം ചെയ്യുന്നത്. നമ്മൾ വെറുതെ ഒരാൾ സംസാരിച്ച് പോവുകയല്ല വേണ്ടത്. നമ്മൾ സംസാരിക്കുകയും പരസ്പരം സംവദിക്കുകയും ഒരു ഡയലോഗ് ബിൽഡ് ചെയ്യുകയും അതുവഴി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ആശയങ്ങളൊക്കെ കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഉണ്ടാകേണ്ടത്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വളരെ സന്തോഷം. ഇതൊരു റൈറ്റ് ഡയറക്ഷനിലേക്കാണ് നമ്മുടെ മീറ്റിങ്ങുകൾ പോകുന്നത് എന്നുള്ളതുകൊണ്ട് ഈ മീറ്റിങ്ങുകളൊക്കെ തന്നെ പിന്നീട് യൂട്യൂബിൽ വരുന്നുണ്ട്. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഇത് കാണാനും അത് കേൾക്കാനും ഈ സംഭാഷണങ്ങൾ ഉൾപ്പെടെ അത് വീണ്ടും പുനഃപരിശോധിക്കാനും ഒക്കെ അവസരം കിട്ടും എന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്. റാഷണലിസ്റ്റ് എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മറക്കാതെ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ അറിയിപ്പ് ലഭിക്കുവാൻ ബെൽ ഐക്കൺ അമർത്തുക.